ഒരു തുടക്കം, ഒരു പ്രാരംഭം, അല്ലെങ്കിൽ ഒരു ആമുഖം. ഇനീസിയോ എന്ന പേരിൽ ഇവിടെ നടക്കുന്ന പരിപാടിയിൽ കുറേ ആളുകൾ സംസാരിച്ചു. ഇനിയും കുറേ ആളുകൾ ഒരു പക്ഷേ നിങ്ങളോട് സംവദിക്കാനുണ്ടാകും. എൻ്റെ ദൗത്യം ഇതിൻ്റെ കീ നോട്ട് അഡ്രസ് എന്ന് പറയുന്നതാണ്. പല ജില്ലകളിൽ നിന്ന് വന്നിട്ടുള്ള രക്ഷിതാക്കൾ ഈ കൂട്ടത്തിലുണ്ട്. പല പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള വിദ്യാർത്ഥി കൂട്ടങ്ങളുമുണ്ട്. അപ്പോൾ ഒരു മോട്ടിവേറ്റർ എന്ന അർത്ഥത്തിൽ, ഒരു സൈക്കോളജിസ്റ്റ് എന്ന അർത്ഥത്തിൽ നിങ്ങളെ ആകെ മോട്ടിവേറ്റ് ചെയ്ത് വിടേണ്ട ഒരു ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാത്തൊരു പദമാണ് മോട്ടിവേറ്റർ. ട്രെയിനർ എന്ന് വിളിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതെന്താ അങ്ങനെ എന്ന് ചോദിക്കും. ആ കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. കാരണം നമ്മുടെ വാക്ക് കേട്ടിട്ട് മോട്ടിവേറ്റ് ചെയ്യപ്പെടുമോ എന്ന് ഉറപ്പുണ്ടെങ്കിലല്ലേ നമ്മളെ മോട്ടിവേറ്റർ എന്ന് വിളിക്കാവൂ. നിങ്ങളുടെ മുമ്പിൽ ചില ആശങ്കകളുണ്ട്, ആകുലതകളുണ്ട്, അതോടൊപ്പം പ്രതീക്ഷകളുണ്ട്, പ്രത്യാശകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചില സംവേദനങ്ങളാകാം. അല്ലാതെ ഇത് വെറും ഒരു ട്രെയിനിങ് പോലെ കടന്നു പോകുന്ന ഒന്നായിട്ട് നിങ്ങൾ പരിഗണിക്കരുത് എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. കാരണം ട്രെയിനേഴ്സിന് പല കാര്യങ്ങളും പറയാനുണ്ടാവും. അവരുള്ളതിനെ സ്റ്റൈലിഷാക്കി പോളിഷ് ചെയ്ത് പറയാറാണ്. ഞാനും കുറേ കാലം പണിയെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തകളെ, ഒരു മനുഷ്യനായാൽ ചിന്തകളെ പുറത്തേക്ക് വിടുമ്പോഴാണ് അവന് നല്ലൊരു പ്രഭാഷകനാകുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ട്രെയിനറാകുന്നത്. അല്ലാതെ ഏതെങ്കിലും പോയിന്റുകൾ എവിടെന്നെങ്കിലും എടുത്തിട്ട് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ട് പറയുന്നതല്ല. അതൊക്കെ നിങ്ങളുടെ വിരൽത്തുമ്പിലുണ്ട് ഈ സാധനങ്ങൾ. ഇന്ന് ട്രെയിനേഴ്സിനേക്കാൾ വലിയ വിവരങ്ങൾ ട്രെയിനിങ്ങിന് ഇരിക്കുന്ന കുട്ടികൾക്കുണ്ട്. ഞാൻ എല്ലാറ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ് സത്യത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന കോഴ്സ് ആദ്യം നമ്മൾ മലയാളികളെ കുറിച്ചൊന്ന് മനസ്സിലാക്കുന്നതല്ല. നമ്മളെല്ലാം മലയാളികളാണല്ലോ. മലയാളികൾ എന്ന് പറയുന്നത് മാനേജീരിയൽ സ്കില്ലുള്ള ആളുകളാണ് എന്നാണ് ലോകത്തിൻ്റെ വിശ്വാസം. ദേ ആർ നോട്ട് വർക്കേഴ്സ് ബട്ട് മാനേജേഴ്സ് എന്നാണ് എവിടെ പോയാലും പറയാം. അതുകൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ ജന്മമെടുത്തവരാകരുത്. മാനേജീരിയൽ സ്കില്ലുള്ള ആളുകൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ടെറിട്ടറിയിൽ നിൽക്കുന്നവരാണ്. ലോകത്തെ തന്നെ മാനേജ് ചെയ്യുന്ന ടെറിട്ടറിയുണ്ട്. ആ ടെറിട്ടറി അഥവാ ഭൂപ്രദേശം, അതാണ് ടെറിട്ടറി. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിലെ ഒറ്റപ്പാലം എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറേ സിവിൽ സർവീസുകാരെ കാണാൻ പറ്റും. ഒന്നു രണ്ടൊന്നുമല്ല, ഒരുപാട് പ്രധാനമന്ത്രിമാരുടെ ഉപദേഷ്ടാക്കൾ വരെ ആയിട്ടുള്ളവർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം അവിടുത്തെ കൾച്ചറാണ്, അവിടുത്തെ ഒരു സിറ്റുവേഷനാണ്. ഇപ്പം ഞങ്ങളുടെ ഈ നാട്ടിൽ, എൻ്റെയൊക്കെ നാട്ടിലൊരു ചന്ദനക്കാവ് എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട്, പലർക്കും അറിയായിരിക്കും. അത് അവിടെ കംപ്ലീറ്റ് ടീച്ചേഴ്സും അവരുടെ മക്കളും ഉള്ളത്. ചന്ദനക്കാവിൽ അങ്ങനെയുള്ളത്, നമുക്ക് അങ്ങനെ കാണാൻ പറ്റൂ. കാരണം അതൊരു അറ്റ്മോസ്ഫിയറാണ്, ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയതാണ്. ഇതേപോലെ തന്നെ ലോകത്തിൻ്റെ പോലീസായി ചമയുന്നത് ഇന്ന് നമുക്കൊക്കെ അറിയാം. അതിൻ്റെ കീ എന്ന് പറയുന്നത് ഇസ്രായേലാണെങ്കിലും അത് നടപ്പിലാക്കുന്നത് അമേരിക്കയാണ്. അത് അവരുടെ ഒരു കൾച്ചർ അങ്ങനെ ഫോം ചെയ്തു വന്നതാണ്. ഇപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വർക്കേഴ്സ് അല്ല, വെറും വർക്കിന് വേണ്ടി മാത്രം നമ്മൾ ആകരുത്. നമ്മൾ സത്യത്തിൽ മാനേജേഴ്സാണ്. എല്ലാവരെയും മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. അതിനെയാണ് ബേസിക് സ്കിൽ എന്ന് പറയുക. ഞാനിവിടെ 3-4 തവണ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാഹിബിനെ ഞാൻ 26 വർഷമെന്ന് പറയുന്ന ഇൻ്റർമാൻ എന്ന് പറയുന്ന സാധനം തുടങ്ങിയത് മുതലേ ഞാനും ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അന്ന് മുതലേ ശ്രദ്ധിക്കാറുമുണ്ട്. ഞാൻ പറയുന്നത്, മലയാളികൾ എവിടെ പോയാലും അവരവരുടെ സ്കില്ലിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അവിടെ അവർക്ക് ലീഡറാകാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ദൈവാനുഗ്രഹത്താൽ ഏകദേശം ഒരു 55-ലേറെ രാജ്യങ്ങളിൽ പോകാൻ സാധിച്ചിട്ടുണ്ട്. 55 രാജ്യങ്ങളിൽ പോകുമ്പോഴും അതിൽ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളാണ് പോയിട്ടുള്ളത്. ആ രാജ്യങ്ങളിലൊക്കെയും മലയാളികൾ എപ്പോഴും ഒന്ന് ഉയർന്നു നിൽക്കാറുണ്ട്. കാരണം മലയാളികൾ ഉയർന്നു നിൽക്കാനുള്ള ഒരു കാരണം അവരുടെ ലീഡർഷിപ്പ് സ്കില്ലാണ്, അല്ലെങ്കിൽ മാനേജീരിയൽ സ്കില്ലാണ്. രണ്ട് സ്കില്ലാണ്. എന്നാലും ബേസിക്കായിട്ട് പറയാം മാനേജീരിയൽ സ്കില്ലാണ്. ഇപ്പോൾ പുറത്തൊക്കെ നിങ്ങൾ ഫ്രാൻസിലോ ഇറ്റലിയിലോ ജർമ്മനിയിലോ, അതിനപ്പുറത്ത് നമ്മുടെ ഓസ്ട്രേലിയ, അതേമാതിരി തന്നെ ബെൽജിയം,
ന്യൂസിലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, ഇതൊക്കെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ. നമുക്ക് ബസ്സിന് പോയി വരാവുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെ. എല്ലാവരും ബസ്സിന് തന്നെ പോവുക. നെതർലാൻഡ്സിൽ നിന്ന് സ്വിറ്റ്സർലാൻഡിലേക്ക് ബസ്സിനാണ് പോവുക. ഫ്ലൈറ്റും ഉണ്ട്, ഇല്ലാതെയുമല്ല, അല്ലെങ്കിൽ ട്രെയിനിന് പോവും. അപ്പോൾ ഇത്തരം രാജ്യങ്ങളിലൊക്കെ പോയാലും മലയാളികളൊന്നും മികച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം അത് അവരുടെ ബേസിക് സ്കിൽസാണ്. അടിസ്ഥാനപരമായി ദൈവം അവർക്കത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കത് തന്നിട്ടുണ്ട്. പക്ഷെ ചില കുട്ടികൾ ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടോ അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ്ങോ അല്ലെങ്കിൽ പാരൻസിൻ്റെ അൺഇൻവോൾവ്ഡ് പാരൻറ്റ് എന്ന് പറയുന്നൊരു ആളുകളുണ്ട്. കുട്ടികളെങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ടാവും, പക്ഷേ ഇൻവോൾവ് ചെയ്യില്ല. പാരൻസിലൊരു വിഭാഗം അതാണ്. ഇവിടെ കുറേ പാരൻസ് ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് പറയാം. അവർ ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും, വസ്ത്രം കൊടുക്കുന്നുണ്ടാവും, പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ടാവും, പക്ഷേ അവരുടെ ലൈഫിൽ ഇൻവോൾവ് ചെയ്യില്ല. അങ്ങനത്തെവരാണ് ഏകദേശം 60% പാരൻസും കേരളത്തിൽ. വീട്ടിലുണ്ട്, ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, പക്ഷേ അവരുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ പോലും ഇവർ ഇടപെടില്ല. ഇടപെടുന്നത് കുട്ടികൾക്ക് ഇഷ്ടമല്ല. ഇടപെടൽ 2 രീതിയിലാകാം. ഒന്ന് ഇൻറ്റേർണൽ, മറ്റൊന്ന് എക്സ്റ്റേണൽ. എക്സ്റ്റേണലായിട്ട് ഇടപെടുന്ന ആളുകളെ കുട്ടികൾക്ക് ഇഷ്ടമല്ല. പക്ഷേ ഇൻസ്പയർഡ് ആയിട്ടുള്ള പാരൻസിനെ കുട്ടികൾക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഇപ്പം ഈ അടുത്തിടെ കണ്ടില്ലേ, സിവിൽ സർവീസ് പാസ്സായിട്ട് ആ കുട്ടി ഓടി നടക്കാൻ അച്ഛനെ തേടിയിട്ട്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. സിവിൽ സർവീസ് പാസ്സായി എന്ന് കേട്ടിട്ട് ഓടുകയാണ്. ചായക്കച്ചവടക്കാരനായിട്ടുള്ള പാരൻറ്റ്, അച്ഛൻ റോഡ് സൈഡിൽ വെച്ചിട്ട് കണ്ടുമുട്ടുമ്പോൾ പരിസരമൊന്നും നോക്കാതെ അച്ഛനെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കളയുന്ന ഒരു സിവിൽ സർവീസുകാരിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ഇൻറ്റേർണൽ പാരൻറ്റിങ് ആണ്. ആ ചായക്കച്ചവടക്കാരൻ ഒരിക്കലും സിവിൽ സർവീസിൻ്റെ ഒന്നും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല അയാൾക്ക്. പുസ്തകത്തിൻ്റെ റെഫറൻസ് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല അയാൾക്ക്. പക്ഷേ ഈ കുട്ടിക്കറിയാം തൻ്റെ അച്ഛൻ ഒരുപാട് കിനാവുകളുണ്ട് എന്ന്, തൻ്റെ അച്ഛൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എന്ന്. താൻ ഒരു സിവിൽ സർവീസുകാരിയായി കാണാൻ വേണ്ടിയിട്ടാണ് ഓരോ ദിവസവും സൈക്കിളിൽ ചായ ചുമന്നുകൊണ്ട് തെരുവുകൾ നടക്കുന്നത് എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, പാരൻ്റ് എന്ന് പറയുമ്പോൾ ഇത് പാരൻറ്റിൻ്റെ ഓറിയൻറ്റേഷൻ ഒന്നുമല്ല. ഇതൊരു തുടക്ക ദിവസമാണ്, ഇനീസിയുമാണ്. പക്ഷേ പാരൻസിനോടും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഏതിനാണ് ജോയിൻ ചെയ്തത് എന്ന് ആദ്യം നമ്മൾ വിശ്വസിക്കണം. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഒന്നാണ് ഈ പറയുന്ന അലൈൻ സയൻസ് എന്ന് പറയുന്നത്. പാരാമെഡിക്കൽ കോഴ്സസ് എന്നോ എന്ത് നിങ്ങളതിനെ വിളിച്ചാലും ടേംസ് മാറി മാറി വരും. ചെയ്യാനുള്ള പണിയൊക്കെ ഒന്ന് തന്നെയാണ്. അപ്പം മെഡിക്കൽ എത്തിക്സും വാല്യൂസും കീപ്പ് ചെയ്തുകൊണ്ട് അതിമനോഹരമായി ആ ഏരിയയിൽ ഇടപെടുന്ന അതിൻ്റെ സയൻസ് പഠിക്കുന്ന കുട്ടികളാണ്. അതിൽ പല ലോകത്തേക്കും നമ്മൾ കടന്നു പോകും, പല സ്റ്റാൻഡേർഡ്സിലേക്കും നമ്മൾ കടന്നു പോകും. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് കഴിഞ്ഞാൽ, ഇവിടെ കോഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിക്കുന്ന ആളുകൾ അത് ശരിക്കും പറഞ്ഞാൽ ആരെന്ന് ചോദിച്ചാൽ, ഒന്ന് ബി ഫാമിൽ റിസർച്ച് സ്കോളേഴ്സാണ്, മറ്റൊന്ന് അത് നേഴ്സസാണ്. ഡോക്ടേഴ്സിൻ്റെ അതേ സാലറി തന്നെയാണ് ഏകദേശം വിദേശ രാജ്യത്തിൽ നേഴ്സുമാർക്കും കിട്ടുന്നത്. ആ കോഴ്സ് ഇവിടെ ഉണ്ടോ? ഹോസ്പിറ്റൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. എന്നാൽ അതേപോലെ ഈ നേഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇമോഷണലി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ആളാണ്. ഇൻ്റലക്ച്വൽ 30%, ഇമോഷണൽ 70% വേണം. അതിൻ്റെ കാറ്റഗറി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതിനേക്കാൾ ഒന്നും കൂടി 50-50 ലെവലിൽ നിൽക്കേണ്ട ആൾക്കാരാണ് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും. ഇൻ്റലക്ച്വലി 50 നമ്മളവിടെ ഇൻവോൾവ്ഡ് ആയിരിക്കണം, അതോടൊപ്പം തന്നെ ഇമോഷണലി ആയിരിക്കണം. ലോകത്തിൽ ഇവിടേക്ക് ഇൻ്റർമാനൊക്കെ നടത്തുമ്പോൾ അവർക്കറിയാം, ലോകത്തിൽ ലാംഗ്വേജ് ഏറ്റവും കൂടുതൽ അറിയേണ്ടതും 7.5 എന്ന് പറയുന്നത് അയൽസിൽ വേണ്ടതും ഈ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കാണ്, നിങ്ങൾക്കാണ്. ബിസിനസ് പഠിക്കാൻ 6.5 മതി. കാരണം ബിസിനസ്സിൽ എന്തെങ്കിലും താളം തെറ്റിയാൽ ബിസിനസ്സിലെ നഷ്ടമേ വരൂ. പക്ഷേ ഇതിലെന്തെങ്കിലും താളം തെറ്റിയാൽ മനുഷ്യൻ്റെ ജീവനെയായിരിക്കും ബാധിക്കുക. അതുകൊണ്ടാണ് ലോകതലത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ 7.5 തന്നെ ഇത് വേണമെന്ന് പറയുന്നത്. കാരണം ഡോക്ടേഴ്സ് പറയുന്ന ലാംഗ്വേജ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് പറയുമ്പോൾ അതെല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി, അതിനെയാണ് സ്കില്ലെന്ന് പറയുന്നത്. സ്കില്ലുകളിൽപ്പെട്ട ഒന്ന് അത് തന്നെയാണ്. ഇത്തരം സ്കിൽസിലൂടെ വളർന്നു വന്ന ആളുകൾക്ക് എന്നും ലോകത്തിൽ വലിയ സ്ഥാനമുണ്ട്. അപ്പം ഇന്നിവിടെ ഇതിനതിമനോഹരമായി ഇനീസിയോ എന്ന് പേരിട്ട് നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ ആദ്യം തന്നെ കുട്ടികളോട് പറയാനുള്ളത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ സ്ഥാപനം, ഞാൻ ഒരുപാട് തവണ ഇവിടെ വന്നത് കൊണ്ട്
സ്കില്ലിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കുന്നു എന്നതാണ്. എൻ്റെ ഒരു ബേസിക് നോളജ് എന്തെന്ന് ചോദിച്ചാൽ, ബേസിക്സ് നഷ്ടപ്പെടാതെ 10ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി എന്നുള്ളതാണ്. നിങ്ങളത് എങ്ങനെ എന്നെ എതിർത്താലും ശരി, സൈക്കോളജിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അല്ല, SSLC വരെ അതിമനോഹരമായ മാർക്കെടുത്തു എന്നതുകൊണ്ട് ഒരു കുട്ടിക്ക് സ്കില്ലുണ്ടാവില്ല. സ്കില്ലുണ്ടാവണമെങ്കിൽ മാർക്കിനേക്കാൾ അപ്പുറത്തേക്ക് ചില ലോകങ്ങൾ സഞ്ചരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇംഗ്ലീഷിൽ 100ൽ 100 മാർക്ക് കിട്ടി എന്നതുകൊണ്ട് എല്ലാ ഗ്രമാറ്റിക്കൽ കാര്യങ്ങളും ആ കുട്ടിക്ക് ക്ലിയർ ആണല്ലോ. നോട്ട് ഓൺലി ബട്ട് ആൾസോ എതിർനോർ നെയ്തർനോർ ആസ് സൂൺ ആസ് മച്ച് ആസ് ആസ് ഫാർ ആസും ഇൻട്രോഗേറ്റീവ് അഫർമേറ്റീവും മാറാതെ എഴുതിയത് കൊണ്ടല്ലേ ഈ കുട്ടിക്ക് 100ൽ 100 മാർക്ക് കിട്ടിയേ. പക്ഷേ ഒരിക്കലും ആ കുട്ടിക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല സ്കില്ലില്ലെങ്കിൽ. നോളജ് വേറെയാണ്, സ്കില്ല് വേറെയാണ്. ഇംഗ്ലീഷിൽ 100ൽ 100 മാർക്ക് കിട്ടി, ഇനി SSLCക്ക് 1000ൽ 1000 മാർക്കും കിട്ടി. എന്നിരുന്നാലും ഇംഗ്ലീഷിൽ 2 മിനിറ്റ് പോലും അയാൾക്ക് സംസാരിക്കാൻ കഴിയില്ല സ്കില്ലില്ല എങ്കിൽ. ഇതാണ് സ്കില്ലും നോളജും തമ്മിലുള്ള വ്യത്യാസം. നോളജ് എന്നും ഇങ്ങനെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒന്നാണ്. അത് കൂടിക്കൂടിയേ വരും. കൂടുംതോറും, ക്ഷമിക്കണം കേട്ടോ, കൂടുംതോറും സ്കില്ല് കുറഞ്ഞേ വരും. ഞാൻ സൈക്കോളജി അപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ നോളജ് കൂടുംതോറും സ്കില്ല് കുറഞ്ഞു വരുന്നതാണ് ഇന്നത്തെ പഠനം. ഉദാഹരണത്തിന് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ അധികം പഠിക്കാത്ത ആൾക്കാർക്ക് കുറേശ്ശെങ്കിലും ഇംഗ്ലീഷ് പറയാൻ പറ്റും. അതിനെ ലിറ്ററേച്ചറും പഠിച്ച് MA ലിറ്ററേച്ചറും പഠിച്ച് അതിൻ്റെ ഇൻഡെപ്തിലേക്ക് ഇറങ്ങിയ ആൾക്ക് ഇത് പറയാൻ പേടിയായിരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഇമാം ഗസാലി പറയുന്നുണ്ട്, അറിവ് ദൈവത്തെ അറിയാനൊരു മറയാകുമെന്ന്. അത്ര മനസ്സിലാക്കാൻ പറ്റാത്തൊരു വാക്കാണ്. അതീവമായ അറിവ് ദൈവത്തെ അറിയാനൊരു മറയാകും. കാരണം ദൈവത്തെ അറിയേണ്ടത് നിഷ്കളങ്കമായ മനോഭാവത്തോടു കൂടിയിട്ടാണ്. പെട്ടെന്ന് സ്പോക്കൺ ഇംഗ്ലീഷിന് ചേർന്ന് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ സംസാരിക്കൽ ഗ്രാമർ അറിയാത്ത ആളുകളാണ്. 12 വർഷം ഗ്രാമർ പഠിച്ച ഒരാൾക്ക് 1 മാസം കൊണ്ടൊന്നും ഇംഗ്ലീഷ് പഠിയില്ല. എനിക്കറിയാം, ഞാൻ പ്രശസ്തമായൊരു കോളേജിൽ പോയി. കോളേജിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഏകദേശം 97% മാർക്ക് കിട്ടിയാലേ അവിടെ അഡ്മിഷൻ ഉള്ളൂ. മലബാറിലെ പ്രശസ്തമായൊരു ക്യാമ്പസാണ്. അവിടുന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞത്, സാർ ഞങ്ങളിപ്പോൾ ആകെ കുടുങ്ങിയിരിക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ പഠിച്ചു വന്നിട്ട് അപാരമായ ലാംഗ്വേജാണ്. ഞങ്ങൾ ഈ PhDയും കാര്യങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷേ അവരോട് കോമ്പീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അതിനെന്ത് ചെയ്യണം? എന്നോടൊരു കോളേജിൽ നിന്ന് ഒരു 10-15 കൊറോണ സമയത്ത് ഒരു 10-15 പെൺകുട്ടികൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാർ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? ഞാനങ്ങനെ ലിംഗ്വിസ്റ്റിക്കിൻ്റെ ഭയങ്കര അധ്യാപകനൊന്നുമല്ല, പക്ഷെ അതിൻ്റെ ഒരു മെത്തേഡ് അറിയുന്ന ഒരാളെന്ന നിലയ്ക്ക് ചിലപ്പോൾ ചോദിക്കായിരിക്കാം. അപ്പോൾ ആ കുട്ടികളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ലോകത്തിൽ ഏറ്റവും പ്രശസ്തമായ കുറേ സ്പീക്കേഴ്സുണ്ട്, ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾക്ക് ഞാനൊരു പേര് പറഞ്ഞു കൊടുത്തു. യാസ്മിൻ മുജാഹദിൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. മുഗാഹദ് എന്നാണ് പറയുക. സൈക്കോളജിസ്റ്റാണ്, അമേരിക്കക്കാരിയാണ്, അതിമനോഹരമായ സ്പീച്ചാണ്, വാല്യൂസാണ് സംസാരിക്കുക, എന്തോ ആകട്ടെ. ആ കുട്ടികൾ ഏകദേശം 15 മക്കൾ 1.5-2 മാസത്തോളം അത് തന്നെ കേട്ട് ഞാൻ അവരോട് പറഞ്ഞു, അത് കേൾക്കണം, ആ ടോപ്പിക്കിനെ വെച്ച് നിങ്ങൾ സംസാരിക്കണം. എന്നിട്ടൊരു ആപ്പുണ്ട്, ആ ആപ്പിലേക്ക് കയറിയിട്ട് അതിനോട് എത്ര % ഇത് കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണം. അവരുടെ സ്പീച്ച് കേൾക്കുക, അതേ സ്പീച്ച് തന്നെ നമ്മൾ പറയുക, നമ്മൾ പറഞ്ഞിട്ട് എത്ര % ആണെന്ന് കാണിക്കാനുള്ള ആപ്പുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സംസാരിക്കുമ്പോൾ 10%, അത്യാവശ്യം നന്നായി ഇംഗ്ലീഷ് അറിയുന്നവർ 20% ഒക്കെ ആവുള്ളൂ. അപ്പം ഈ ഒരു രീതിയിൽ പറഞ്ഞു, ആ കുട്ടികൾ ഫാന്റാസ്റ്റിക് ആയിട്ട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. ഈ സ്കില്ലെന്ന് പറഞ്ഞാൽ അത് നോളജുമായി ബന്ധമുണ്ടെങ്കിലും അതിൻ്റെയും അപ്പുറത്താണ്. ഇപ്പം ശ്രീകുട്ടൻ ഇവിടെ നിന്നിട്ട് അതിമനോഹരമായിട്ട് ആ ലാസ്റ്റ് ആ എൻഡിങ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ, കേട്ടില്ലേ? വയലിൻ കൊണ്ട് അതിനെങ്ങനെ ആ സരിഗമ പതിനയിലുള്ള സ്പീഡ് സാധനമാണ് ഈ വയലിനിൽ അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീകുട്ടൻ പോയോ? അപ്പം ശ്രീകുട്ടൻ അവൻ ഏത് പാട്ടാണ് പാടിയതെന്ന് ചോദിച്ചാൽ ഇതിൽ ഏകദേശം 90% ആൾക്കാർക്കും അത് അറിയില്ല ഏത് പാട്ടാണ് അവൻ ഇപ്പോൾ വയലിനിൽ കളിച്ചത് എന്നുള്ളത്. കാരണം നമ്മുടെ അതിലുള്ള നോളജ് അത്രയേ ഉള്ളൂ. അവൻ ആദ്യം എന്ത് ചെയ്തു? പല്ലവി, പിന്നെ അനുപല്ലവി, പിന്നെ ചരണത്തിലേക്ക് കടന്നു. അതറിയും, എന്ത് ചരണം, എന്ത് അനുപല്ലവി, അങ്ങനെയാണ്. അപ്പോൾ പല്ലവിയും അനുപല്ലവിയും വളരെ സ്ലോ ആയിരുന്നു. ചരണത്തിലേക്ക് കയറിയപ്പോൾ അതിൻ്റെ ക്ലോസിംഗ് ആണ്. ആ ചരണം ഇങ്ങനെ ഇട്ടിട്ട് കളിച്ചു. അതൊരു സാധാരണ ഒരാൾക്ക് കഴിയുന്ന ഒന്നല്ല. നമ്മളൊക്കെ വർഷങ്ങൾ തപസ്സിരിക്കണം. ആ ഒരു രീതിയിലേക്ക് ഒരു വയലിനെ എത്തിക്കുന്ന ഒരുത്തൻ്റെ പേര് കൂടിയാണ് സ്കിൽ എന്ന് പറയുന്നത്. അതാണ് കഴിവ്. ഈ കഴിവും നോളജും തമ്മിൽ വലിയ ബന്ധമില്ല എന്ന് പറയാനുള്ള കാരണം, ഞാൻ പറയുന്നത് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം.
ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുള്ളതാണ്, ഒന്നും കൂടി ആവർത്തിച്ച് പറയാം. 11 വയസ്സുള്ള ഒരു കുട്ടി പറയുമ്പോൾ തന്നെ ഈ തലമുറയിലെ മക്കൾക്കൊക്കെ അറിയാം, രാത്രി 1 മണിക്ക് വിശന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. വിശന്നിട്ട് ഇറങ്ങുകയാണ്. കാരണം വീട്ടിലുള്ള കുട്ടികൾക്ക് അന്നം കൊടുക്കാൻ പാവം അമ്മക്ക് കഴിയുന്നില്ല. കാരണം അമ്മ അയൽവാസികളായ വീടുകളിലൊക്കെ പോയി തുടപ്പുകാരിയായി അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛം വേതനം കൊണ്ട് മക്കളെ പോറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല. ഞാൻ പറയുന്നത് 100 വർഷം അപ്പുറത്തേക്ക് കടന്നുപോയൊരു കഥയല്ല. ആ 11 വയസ്സുള്ള കുട്ടി ജസ്റ്റ് പുറത്തിറങ്ങുന്നു. എന്തെങ്കിലും കിട്ടുമോ? നല്ല വസ്ത്രം പോലുമല്ല. അങ്ങനെ അവൻ്റെ ടൗണിലെത്തി. ആ ടൗണിലൊരു ബർഗർ ഷോപ്പിലെത്തുന്നു. പറയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവും ഇത്. ബർഗർ ഷോപ്പിലെത്തി. ആ ബർഗർ ഷോപ്പിൽ നിന്ന് ഒരു ബർഗർ കിട്ടുമോ? പട്ടിണി കിടക്കുന്ന ആ പാവം കുട്ടി ആലോചിക്കുന്നു. ആദ്യ സമയത്ത് ഇവനൊരു തെരുവ് കുട്ടിയെപ്പോലെ തോന്നിക്കുന്നത് കൊണ്ട് കൊടുത്തില്ല. കുറച്ചുകൂടി അവിടെ വെയിറ്റ് ചെയ്തു. ചരിത്രം നിങ്ങൾ പഠിക്കണം. അങ്ങനെ ഈ കുട്ടി കുറേ നേരം നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ സ്റ്റാഫായിട്ടുള്ള ലേഡി ബാക്ക് സൈഡിലൂടെ വിളിച്ചു. ആ വിളി, ഇങ്ങനെയുള്ളൊരു ആംഗ്യമുണ്ടല്ലോ, അത് ആ സ്ത്രീയുടെ ലോകത്തേക്കുള്ളൊരു ഉയർച്ചയായിരിക്കാം. വെറുതെ ഇങ്ങനെ വിളിച്ചു ആ കുട്ടി. എന്നിട്ട് ആ കുട്ടിക്ക് ഒരു ബർഗർ പിന്നറിലൂടെ കൊടുത്തു. അന്ന് വിശപ്പ് മാറ്റിയത് ആ ബർഗറും കൊണ്ടാണ്. കാലം കുറെ കഴിഞ്ഞു പോയി. ഈ 11കാരൻ ലോകമറിയപ്പെടുന്ന ഇതിഹാസ താരമായി മാറി. അവൻ പിന്നെ അവൻ്റെ ടൗണിലേക്ക് വരുമ്പോൾ ആ ടൗണിൻ്റെ അപ്പുറത്തുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പേര് പോലും അവൻ്റേതാണ്. റൊണാൾഡോ എന്ന പേരാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പേര്. ആ കുട്ടി പിന്നെ കടന്നു വന്നത്, അവൻ്റെ നാട്ടിൽ വന്നിട്ട് ആദ്യം അന്വേഷിച്ചത് ഈ പെൺകുട്ടിയെയാണ്. ഈ സ്ത്രീ എവിടെ എന്നതാണ്. ആ സ്ത്രീ എവിടെയോ വീട്ടിലിരിപ്പുണ്ട് എന്ന് കേട്ടിട്ട് ആ ടൗണിൽ കിട്ടാവുന്ന ആ പ്രദേശത്ത്, ഇപ്പം കേരള സ്റ്റേറ്റ് എന്ന് വിചാരിച്ചോ, അങ്ങനെയുള്ള ആ സ്റ്റേറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ടോപ്പ് സ്റ്റാർ ഹോട്ടൽ, റെസ്റ്റോറൻ്റ് അടങ്ങുന്ന ഹോട്ടൽ സമ്മാനമായി ഈ പെൺകുട്ടിക്ക് കൊടുത്തിട്ടാണ് അവൻ ഫ്ലൈറ്റ് തിരിച്ചു കയറുന്നത്. ദാറ്റ് ഈസ് സ്കിൽസ്. ഒരു മനുഷ്യൻ്റെ കഴിവതാണ്. 11ാമത്തെ വയസ്സിൽ പട്ടിണി കിടക്കുന്നിടത്ത് നിന്ന് ഉയർന്നു വന്ന് ദ ഗ്രേറ്റ് റൊണാൾഡോ എന്ന ഇന്നത്തെ ഇതിഹാസ കളിക്കാരനായി മാറിയത് ആ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു പെണ്ണിൻ്റെ ഇങ്ങനെയുള്ള വിളിയിലാണ്. ആ ഒറ്റ വിളിയിൽ പിന്നീട് അവൻ തിരിച്ചു കൊടുക്കുന്നത് ആ രാജ്യത്ത് കിട്ടാവുന്ന, ആ പ്രദേശത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല റെസ്റ്റോറൻ്റാണ് തിരിച്ച് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അതിലേറ്റവും അതിശയോക്തി എന്താണെന്ന് വെച്ചാൽ, ഈ അന്ന് പട്ടിണി കിടക്കുന്ന സമയത്ത് ഇവനെ ആരും അറിയില്ല. പക്ഷെ ജസ്റ്റ് ഒരു 10-20 വർഷമായപ്പോഴേക്കും ലോകം അവനെ അറിഞ്ഞു. 17ാമത്തെ വയസ്സ് മുതൽ അറിഞ്ഞു. പിന്നീട് അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ ആ പ്രദേശത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പേര് പോലും അവൻ്റെ ഇട്ടു എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി പിന്നെ എയർപോർട്ടുണ്ട് നമുക്ക് ഡൽഹിയിൽ, അല്ലെങ്കിൽ മറ്റു പല പിന്നെ നെഹ്റുവിൻ്റെ പേരിൽ എയർപോർട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ പല ഛത്രപതിയുടെ പേരിൽ എയർപോർട്ട് ഉണ്ടാകും. അവരൊക്കെ മരിച്ചു പോയതിനു ശേഷമാണ് ഇതൊക്കെ ഇടുക. ഇപ്പം പലരും ജീവിച്ചിരിക്കുമ്പോഴാണ് ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ജീവിച്ചിരിക്കുമ്പോൾ അയാൾ ഭരണാധികാരിയല്ല, എന്നിട്ടും പ്രതിപാദനത്വത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ പേരിടുന്നത്. ഇതാണ് സ്കില്ല്. എത്ര പേരെ പഠിച്ചു എന്ന് ചോദിച്ചാൽ എന്താ കാര്യം? ഞാൻ പറഞ്ഞത് പഠിക്കേണ്ടതെന്നല്ല കേട്ടോ. സ്കില്ലിനെ പറ്റി പറയുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ യൂട്യൂബിൽ വിടരുത്. എനിക്കൊരു വരുമാനവും യൂട്യൂബിൽ നിന്ന് കിട്ടാറില്ല, ഞാനത് തേടി പോകാറുമില്ല. ആയിരക്കണക്കിന് വീഡിയോസ് ചിലപ്പോൾ യൂട്യൂബിലുണ്ടാവും. എൻ്റെ വരുമാനം ഒരിക്കലും യൂട്യൂബല്ല. എനിക്ക് ബിസിനസ്സുകളുണ്ട്, പേരിനെങ്കിലും 6 രാജ്യത്ത് ബിസിനസ്സുണ്ട്. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, അതുകൊണ്ട് ഇതിൽ നിന്ന് കിട്ടിയിട്ട് വേണ്ട, അതുകൊണ്ട് അത് കട്ട് ആൻഡ് പേസ്റ്റ് ഇട്ടിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇടരുത് ഭാവിയിൽ, ദയവ് ചെയ്തിട്ട്. ഞാൻ പഠിത്തത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ. സ്കില്ല് വേറെയാണ്, പഠിത്തം വേറെയാണ്. PhD ഇംഗ്ലീഷിലെടുത്താൽ പോലും ഫ്ലുവൻ്റായി ചിലപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല അയാൾക്ക് എന്ന് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഉസ്താദുമാർ, അവരെ കളിയാക്കല്ല കേട്ടോ, അതിമനോഹരമായി എത്രയോ വർഷം കിതാബ് ഓതും. പക്ഷെ അറബി സംസാരിക്കൂല അധികം ആൾക്കാരും. കാരണം എന്താണെന്നറിയോ? ഇൻഡെപ്തിൽ ഇത് പഠിച്ചത് കൊണ്ട് അവർക്ക് അറിയുന്നില്ല എങ്ങനെയാണ് പറയേണ്ടതെന്നുള്ളത്. നമ്മളും ചെറുപ്പത്തിലൊക്കെ പഠിച്ചില്ലേ, കാന സോറ അസ്ബഹ അംസ അദ്ഹ അല്ല ബാത്ത മാസാല മാബരിഹ മാംഫക്ക മാതാമ ലൈസ എന്ന് പറഞ്ഞ അതിട്ട് വെച്ചിട്ട് എന്ത് പറഞ്ഞു നമ്മൾ ഇത്രയും കാലം? ഈ H2O എന്ന് പറഞ്ഞാൽ ജലമാണ് എന്ന് സ്കൂളിൽ നിന്നൊക്കെ പടി പുറത്തിറങ്ങിയതിൻ്റെ ശേഷം പല കുട്ടികളും മനസ്സിലാക്കിയിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് അതിന് കളിയാക്കൽ. നമ്മുടെ നാട്ടിലൊക്കെ നോളേജ് ബേസ്ഡ് എഡ്യൂക്കേഷനാണ്. നോളേജ് അപാരമായിട്ട് കൂടും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പറയുമ്പോൾ മടിയുണ്ട് എനിക്ക്. ഒരു ചെയറിൻ്റെ പ്രത്യേക പരിപാടിയിൽ ലോകമറിയപ്പെടുന്ന 2 ഗസ്റ്റുകൾ വന്നു. ലോകമറിയപ്പെടുന്നു. അവരുടെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ വലിയ കമ്പനികൾക്ക് സ്ട്രാറ്റജിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന 2 വലിയ പ്രൊഫഷണൽസാണ് വന്നത്.
അവരെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പോലും, അവരെ അതിമനോഹരമായി അവരുടെ പ്രൊഫൈൽ പറഞ്ഞുകൊണ്ട്, ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ പ്രൊഫൈൽ പറഞ്ഞുകൊണ്ട് ഇൻവൈറ്റ് ചെയ്യണം. അവർ ചീഫ് ഗസ്റ്റ് ആകുമ്പോൾ പ്രൊഫൈൽ പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ മടി കാണിച്ചു പല ലെക്ചറേഴ്സും. കാരണം എന്തെന്നാൽ, എല്ലാവരും ഞാൻ പറയുന്നില്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് പ്രതിഭകളുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു യൂത്ത് ലീഗുകാരനായ ഒരു ചെറുപ്പക്കാരനാണ് അവർക്ക് എന്താക്കിയത്, ഇൻട്രഡക്ഷൻ കൊടുത്തത്. വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് സംഭവിച്ച സംഭവമാണ്. അപ്പം സ്കില്ലെന്ന് പറഞ്ഞാൽ വേറെയാണ്, നോളജ് എന്ന് പറഞ്ഞാൽ വേറെയാണ്. ഈ സ്കില്ലിനെയും നോളജിനെയും ഒന്നിച്ചു കൂട്ടുമ്പോഴാണ് പാഷൻ എന്ന് പറയുന്ന ഒന്നിലേക്ക് നമ്മൾ കടക്കുക. അത് 3ാമത്തെ സ്റ്റേജാണ്. ഒരാൾ പാഷനേറ്റ് അല്ലെങ്കിൽ അവൻ്റെ ഫീൽഡിൽ അവൻ വെറുത്തു പോകും, എത്ര സ്കില്ലുണ്ടെങ്കിൽ പോലും. ഞാൻ പറയുന്നത് സ്കില്ലിനേക്കാൾ അപ്പുറത്തുള്ളൊരു കാര്യമാണ്. നോളജ് മാത്രമായാൽ നമുക്ക് കാര്യമായിട്ടൊന്നും തിരിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല നമുക്ക്. ആ നോളജിനെ സ്കില്ലാക്കി മാറ്റി അതിനെ രണ്ടിനും കൂടി ഒന്നിപ്പിച്ചു. എന്നിട്ട് സ്കില്ലും ഇതേപോലെ തന്നെ നമ്മുടെ നോളജും ഒന്നായി. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഇമോഷനെ കയറ്റി. ആ ഇമോഷനെ കയറ്റുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമ്മൾ പാഷനേറ്റ് ആകുന്നത്. ലോകത്തിൽ ഇന്ന് സ്കില്ലുള്ളവരെ മാത്രമല്ല തിരഞ്ഞെടുക്കുന്നത്. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. മനസ്സിലായോ? നമുക്ക് നല്ല കഴിവുണ്ട് എന്ന് വിചാരിച്ചിട്ട് മാത്രം തിരഞ്ഞെടുക്കൂല കേട്ടോ. അവിടെ നിന്നൊക്കെ ലോകം പോയിട്ടുണ്ട്. അയാൾ പാഷനേറ്റ് ആണോ എന്ന് നോക്കൂ. കാരണം ആ ഫീൽഡിലേക്ക് പാഷനേറ്റായ ആളുകളെ മാത്രമേ സെലക്ട് ചെയ്യൂ. എന്തിനാ SWOT അനാലിസിസ്? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? SWOT അനാലിസിസ്, സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റിയും ത്രെട്ടും. ഇത് എഴുതി കൊടുത്തത് മനോഹരമായി പ്രാക്ടിക്കലിലൂടെ 1 ഡേ ക്യാമ്പിലൂടെ മാത്രമേ ഇപ്പൊ HR തിരഞ്ഞെടുക്കുന്നുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഒരു ഇന്റർവ്യൂയിലൂടെ ആരും തിരഞ്ഞെടുക്കുന്നില്ല. ഉന്നതമായ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കില്ല. ഉന്നതമായ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കണമെങ്കിൽ അയാൾ പാഷനേറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, എംപയർ കോളേജ് എന്ന് പറയുന്ന ഈ കോളേജിൽ ഒരു അധ്യാപകനെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ഇന്റർവ്യൂവിൽ എടുക്കുന്ന സമയത്ത് ആ അധ്യാപകന് അധ്യാപനം എന്ന് പറയുന്ന ടീച്ചിങ് സ്കിൽ എന്ന് പറയുന്ന സ്കില്ലുണ്ടാവും. പക്ഷെ ആ സ്കില്ലുണ്ടായാലും ഒരു പക്ഷേ അദ്ദേഹം 4 മണിക്ക് ക്ലോക്ക് നോക്കുന്ന ആളായിരിക്കും. മനസ്സിലായോ? ടോപ്പിക്ക് തീർന്നിട്ടുണ്ടാകില്ല. ലോകത്തിൽ എവിടെ പോയാലും ഒരു ദിവസം, അഡ്വാൻസ്ഡ് കൺട്രീസിലെ കഥയാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഇതിന് എഡ്യൂക്കേഷനെ തിരുത്തല്ല. ഞാൻ ഒരുപാട് രാജ്യത്ത് പോയപ്പോൾ ഈ എഡ്യൂക്കേഷനാണ് ഇങ്ങനെ ശ്രദ്ധിക്കുക. ഇപ്പം എൻ്റെ മകൻ UK യിലുണ്ട്, നല്ലൊരു ക്യാമ്പസിലാണ് പഠിക്കുന്നത്. അവനക്ക് ഒരു ദിവസം ഒറ്റ ടോപ്പിക്കേ ഉള്ളൂ. ഇവിടെ എന്നാണ് അതൊക്കെ നടക്കാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കെമിസ്ട്രിയാണ് പഠിപ്പിക്കുന്നതിൽ കെമിസ്ട്രിയുടെ തന്നെ ടോപ്പിക്കേ കടന്നു പോകുള്ളൂ. കാരണം എന്താണെന്നറിയോ? ഒരു ദിവസത്തിൻ്റെ അക്യുമുലേഷനാണ് വേണ്ടേ, മനസ്സിലേക്ക് അത് കയറണം. അല്ലാതെ 45 മിനിറ്റ്സ് ഒരു ടോപ്പിക്ക് വന്ന് പിന്നെ 45 മിനിറ്റ്സ് വേറൊന്ന് വന്ന് അവസാനം 6 പീരീഡ് കഴിഞ്ഞു പോയി എന്നല്ലാതെ ഇങ്ങനെ നിൽക്കുക നമ്മൾ. അങ്ങനെ നമ്മളും കുറേ സ്കൂളുകളിൽ ഇരുന്നില്ലേ അല്ലേ? 1 അവറിൻ്റെ ഒരുപാട് പീരീഡിൽ നമ്മളിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, 45 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ശ്രദ്ധ ഉണ്ടാവില്ല എന്നാണ്. അത് ഇങ്ങനത്തെ സ്പീച്ചൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. നേരെ മറിച്ചിട്ട് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ഒരു ദിവസം ഒരു ടോപ്പിക്ക് കൈകാര്യം ചെയ്യൂ. ലോകത്തിൽ എവിടെയും പോ, നിങ്ങൾ ഹാർവാർഡിൻ്റെ നോക്കിക്കോ, നിങ്ങൾ ഓക്സ്ഫോർഡിൻ്റെയും കാംബ്രിഡ്ജിൻ്റെയും നോക്കിക്കോ. അവരുടെ സ്ട്രാറ്റജി, അവരുടെ പെഡഗോഗി എന്ന് പറഞ്ഞാൽ 1 ഡേ 1 ലെക്ചർ. അപ്പം നിങ്ങൾ വിചാരിക്കും അയാൾ എങ്ങനെ സഹിക്കുന്നു. 18 മണിക്കൂർ ഞാൻ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അവകാശവാദം പറയില്ല കേട്ടോ. നിരന്തരമായ 18 മണിക്കൂർ ഒരേ ദിവസം, 24 മണിക്കൂറിൽ 18 മണിക്കൂർ നീണ്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പടി തന്നെയാണ്. അപ്പം അതിനെന്ത് വേണം? വെറും പ്രസംഗം പോരാ. അവരെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിച്ച്, അവരെ കൊണ്ട് റെഫറൻസ് ചെയ്യിപ്പിച്ച്, അവരെ കൊണ്ട് പ്രസൻറ്റേഷൻ നടപ്പിച്ച്, അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരണം. ദാറ്റ് ഈസ് സ്കിൽസ്. നിങ്ങൾക്ക് പ്രസംഗം പഠിക്കണമെങ്കിൽ ഞാനിവിടെ നിന്നിട്ട് പ്രസംഗത്തെക്കുറിച്ചിട്ട് കുറേ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ വന്ന് പ്രസംഗിക്കണം. നിങ്ങൾ എന്ന് പ്രസൻറ്റ് ചെയ്യുന്നുവോ അന്ന് മാത്രമേ. ഇപ്പം മുഹമ്മദ് അലി സാറിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സൈക്കോളജിക്കലി അദ്ദേഹത്തിന് അറിവില്ലാത്തത് കൊണ്ടല്ല, കാരണം പ്രസൻറ്റ് ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ടാണ്. അല്ല, അങ്ങനെ തന്നെ അല്ലേ? നിങ്ങൾക്ക് അറിവുണ്ട് എന്നതുകൊണ്ട് പ്രസൻറ്റേഷൻ സ്കിൽ ഉണ്ടാകില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും അദ്ദേഹം വായിക്കുന്നുണ്ടല്ലോ. പ്രസൻറ്റേഷൻ സ്കില്ലില്ലാതെ ലോകത്തിൽ ഒരുപാട് ആൾക്കാർ വായിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ വായിച്ചു പോയിട്ടുണ്ട്. അപ്പം പ്രസൻറ്റേഷൻ സ്കിൽ അദ്ദേഹത്തിന് ഇല്ല എന്നെല്ലാം പറഞ്ഞു കേട്ടോ, കുറവാണെന്നാണ് പറഞ്ഞത്. സൈക്കോളജിക്കൽ അനാലിസിസ് പറയാം. കാരണം എല്ലാ ഭയങ്കര ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര പ്രസൻറ്റേഷൻ ഒന്നും ഉണ്ടാകില്ല. പ്രസൻറ്റേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്കില്ലാണത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്കില്ലാണത്. ആ സ്കില്ലിനെ സ്കില്ലായിട്ട് തന്നെ കാണണം. ഒരു സ്കില്ലുള്ള ഒരാൾക്ക് മറ്റൊരു സ്കില്ല് ഉണ്ടാകണമെന്നില്ല. വളരെ ശ്രദ്ധിക്കണേ. ഉദാഹരണത്തിന് മെസ്സിയുടെ കയ്യിൽ ബാറ്റ് കൊടുക്കരുത് ഒരിക്കലും.
മെസ്സിയുടെ കയ്യിൽ ബാറ്റ് കൊടുത്താൽ ആദ്യത്തെ പന്തിൽ തന്നെ ലോകത്തിൽ ഏറ്റവും ടോപ്പ് ബൗളറാണ് ബൗൾ ചെയ്യുന്നതെങ്കിൽ മെസ്സി ഔട്ട്. ബിക്കോസ് മെസ്സി ഈസ് ദ ഹീറോ ഇൻ ദ പ്ലാറ്റ്ഫോം ഓഫ് ഫുട്ബോൾ. അബ്സല്യൂട്ട്ലി മെസ്സി ഈസ് ദ സീറോ ഇൻ ദ പ്ലാറ്റ്ഫോം ഓഫ് ക്രിക്കറ്റ്. ഒരു ഫീൽഡിൽ ഹീറോയായ ആള് മറ്റൊരു ഫീൽഡിൽ എന്തായിരിക്കും? സീറോ ആയിരിക്കും. അവിടെ എല്ലാറ്റിലും എല്ലാവരും മികച്ചു നിൽക്കില്ല. ഇപ്പം നിങ്ങൾ MT വാസുദേവൻ നായരെ കൊണ്ടുവന്നിട്ട് അതിമനോഹരമായി പ്രസംഗിക്കാൻ പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് 5 വാചകം അദ്ദേഹം പറയൂ. അതുകൊണ്ട് പ്രസംഗ കലയിൽ അദ്ദേഹം അധികം തിളങ്ങാതെ പോയത്. MT വാസുദേവൻ നായരെ ഞങ്ങൾ കോളേജിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഏകദേശം 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞത് നിളയിപ്പോഴും അസ്ഥികൂടമായി ഒഴുകുകയാണ്. ഇങ്ങനെ കേട്ടിരിക്കേണ്ടി വരും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ചിന്ത അപാരമാണ്. അസ്ഥികൂടം എന്നുള്ള വാക്കുണ്ടല്ലോ, നമ്മളതാ ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ അയാളുടെ ഫ്ലുവൻസി അല്ല. നിളയിപ്പോഴും അസ്ഥികൂടമായി ഒഴുകുകയാണ്. ആ വാക്ക് തന്നെ കിട്ടാനുള്ള ചിന്ത, അതിൻ്റെ ഡെപ്ത്, അത് എഴുത്തിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ഇപ്പോഴും നമ്മളിങ്ങനെ മഞ്ഞൊക്കെ വായിക്കുന്ന സമയത്ത്, പണ്ട് വായിച്ചതാണ് ഞാൻ, 20 അല്ല, എൻ്റെ 16-ാമത്തെ വയസ്സിൽ +2 പഠിക്കുന്ന പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തുഞ്ചലിലെ മഹോത്സവത്തിൽ വെച്ചിട്ട് മഞ്ഞ് വാങ്ങിക്കുകയും അത് കൊണ്ടുപോയിട്ട് MTയെ കൊണ്ട് ഒപ്പുവെപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം ആ കവറിൽ നിന്ന് തുറന്നിട്ട് ഫ്രണ്ട് പേജ്, ഇപ്പോഴും എൻ്റെ അടുത്തുള്ള മഞ്ഞിൽ MTയുടെ ഒപ്പുണ്ട്. അന്ന് MT ശരിക്കും ചെറുപ്പം എന്ന് പറഞ്ഞാൽ അത്ര ചെറുപ്പമല്ലെങ്കിൽ പോലും നല്ല പ്രസരിപ്പുള്ള കാലമാണ്. ഇത് എഴുതിയ കാലം, വടക്കൻ വീരഗാഥയൊക്കെ ഇറങ്ങിയ സമയത്താണത്. ഞാൻ 92-ലാണ് ഈ പറയുന്ന പ്രീ ഡിഗ്രി പിന്നെ എൻ്റെ SSLC എഴുതുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ശരി, അദ്ദേഹം ഒപ്പുവെക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ ഹൃദയത്തെയാണല്ലോ താൻ മേടിച്ചത്. ടോട്ടൽ ഞാൻ എഴുതിയതിൽ എൻ്റെ ഹൃദയം അത് മഞ്ഞാണ് എന്ന് അദ്ദേഹം പറയുന്നു. ചെറിയ കൃതിയാണ്, പക്ഷെ അതിലെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതൊരു സ്കില്ലാണ്, അദ്ദേഹത്തിൻ്റെ എഴുത്തിലെ സ്കിൽ. അതുകൊണ്ട് ജ്ഞാനപീഠ ജേതാവായി അദ്ദേഹം ഇന്നും നിലനിൽക്കുന്നു. ആ സ്കിൽ എത്രത്തോളം, ആ സിംഗ് ഇങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് മലയുടെ മുകളിൽ കയറിയിട്ട് പഹാഡി ഗാനങ്ങൾ പാടി. ഞാൻ അന്ന് വായിച്ചതാണ്, അതിന് ശേഷം മഞ്ഞ് വായിച്ചിട്ടില്ല. അങ്ങനെ പഹാഡി ഗാനങ്ങൾ പാടി വിമലയോട് തിരിഞ്ഞു നിന്നൊരു ചോദ്യമുണ്ട്, വിമലേ, നീ മരണത്തിൻ്റെ മുഖം കണ്ടിട്ടുണ്ടോ? അപ്പം ഇദ്ദേഹത്തിന് പ്രത്യേക അസുഖമാണ്. അതൊക്കെ അവിടെ കംപ്ലീറ്റ് എന്താണ് അദ്ദേഹം ഒളിപ്പിച്ചു വെക്കുന്നു. എന്താണ് അവിടെ സിംഗിനുള്ള അസുഖമെന്ന് നമുക്കറിയില്ല. അതൊക്കെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തോട് കുറേ ആൾക്കാർ ചോദിച്ചു നോക്കി, എന്നിട്ടും അത് നിഗൂഢമായി നിൽക്കട്ടെ എന്നാണ് മറുപടി. ഒരാളെ സൃഷ്ടിക്കുമ്പോഴുണ്ടാകുന്നു. ലണ്ടനിൽ പോയ സമയത്ത് നമ്മൾ ഷേക്സ്പിയറിൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിൻ്റെ 2 വീടാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം, മറ്റൊന്ന് ലണ്ടനിലേക്ക് മാറി താമസിച്ച സ്ഥലം, തെംസ് നദിയുടെ തീരത്ത്. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ലിറ്ററേച്ചർ ഇങ്ങനെ വരും. അതിന് അദ്ദേഹത്തിന് ആദ്യം വായിക്കണ്ടേ, അദ്ദേഹത്തിൻ്റെ ട്രാജഡി എന്താ, കോമഡി എന്താ, കോമിക് ട്രാജഡി എന്താ, ട്രാജിക് കോമഡി എന്താന്ന് വായിക്കാത്തവർക്ക് എന്ത് വരാനാണ്? വിദ്യാർത്ഥികൾ എൻ്റെ കൂടെയുണ്ട്, ഇംഗ്ലീഷ് അറിയെങ്കിലും ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായി ബന്ധമില്ലാത്ത കുട്ടികളുണ്ട്. അവരോട് ചോദിച്ചു, അദ്ദേഹം വലിയ മഹാനായിരുന്നില്ലേ എന്ന്. ഷേക്സ്പിയർ ഈസ് നമ്പർ 1 ഇൻ ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ എന്നത്തെയും ഓരോ കഥാപാത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ട്. എന്താ വേറെ ആരും എഴുതാത്തത് കൊണ്ടല്ല, ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ അപാരമായ സ്കില്ലിലേക്ക് പോയിട്ട് ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് 450 വർഷം കഴിഞ്ഞിട്ടും ഒരാൾക്ക് എഴുതാൻ പറ്റിയിട്ടില്ല. 450 വർഷം കഴിഞ്ഞിട്ടും എഴുതാൻ പറ്റിയിട്ടില്ല. അപ്പം ആ സ്കില്ല് എത്ര കാലത്തേക്കാണ് നിന്നത്? ഞാൻ ഉദാഹരണങ്ങൾ പറയാണ്. ഒരു മനുഷ്യൻ്റെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യേണ്ടത് പഠിക്കുന്ന സമയത്ത് മാത്രമല്ല, എക്സ്റ്റേണലി നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പം നിങ്ങൾക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണോ, അതിന് കോളേജിൽ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ അധികമൊന്നും ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് ലാംഗ്വേജ് ക്ലാസ് അല്ല ഇവിടെ നടക്കുന്നത്. അതിനാ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എന്തുള്ളത്? ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റിക്കിൻ്റെ എല്ലാ ആളുകളുടെ സ്പീച്ചുമുള്ളത്, അതിൻ്റെ മെത്തഡോളജി ഉള്ളത്. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞ കൊറോണ സമയത്ത് 300 കോഴ്സ് അവൾ പെൺകുട്ടി ചെയ്തേ. കോഴിക്കോട് ജില്ലയിൽ ഒരു പെൺകുട്ടി, പത്രത്തിൽ വന്നില്ലല്ലോ അവളെ കുറിച്ചിട്ട്, ഹാർവാർഡിൻ്റെ, കാംബ്രിഡ്ജിൻ്റെ, ഓക്സ്ഫോർഡിൻ്റെ ഉള്ള യൂണിവേഴ്സിറ്റിയിലെ എല്ലാ ഷോർട്ട് ടേം കോഴ്സുകളും 7 days, 5 days, 12 days, 10 days, അങ്ങനെ 300 കോഴ്സ് ചെയ്തു 3 കൊല്ലം കൊണ്ട്. ആ കുട്ടിയുടെ സ്കിൽ എത്രയായിരിക്കും? ഞാനും ഹാർവാർഡിൻ്റെ 1-2 ലേണിംഗ് ലീഡേഴ്സ് പോലുള്ള ചെയ്തിട്ടുണ്ട്. 7 ദിവസം തപസ്സിരിക്കണം നമ്മൾ, എന്നാലേ ഹാർവാർഡിൻ്റെ പാസ്സാകാൻ കഴിയും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ചില യൂണിവേഴ്സിറ്റികളുടെ ഇത് ചെയ്യേണ്ടി വരും. എംപയറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു സ്കിൽ അതാണ്. എന്ന് വെച്ചാൽ ആ സ്കിൽ ഓറിയൻറ്റേഷനിലൂടെ നിങ്ങൾ കൊണ്ടുപോകും. ഞാൻ ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ഇൻ്റർവ്യൂ എന്തിനാണ്? രക്ഷിതാക്കളോടെ ഞാൻ പറയുന്നത്, എന്തിനാ ഇൻ്റർവ്യൂ? ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന എല്ലാ ആളുകളും B.Pharm വരും. ഉദാഹരണം, ഒരു ഫാർമസിസ്റ്റിനെ തിരഞ്ഞെടുക്കാമെന്ന് വിചാരിക്കും. എല്ലാവരും B.Pharm M.Pharm ഒക്കെ തന്നെ ആയിരിക്കും. പക്ഷെ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണത്, ആ ഒരാളെ സെലക്ട് ചെയ്യാനുള്ള മാനദണ്ഡം എന്താണ്? ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ 999 ആളുകളെ
ഒഴിവാക്കുന്നതിൻ്റെ പേര് കൂടിയാണ് ഇൻ്റർവ്യൂ. ഒരാളെ എടുക്കുന്നതിൻ്റെ പേരല്ല. 999 ആളുകൾ ഒഴിവാക്കുന്നതിൻ്റെ പേരാണ് ഇൻ്റർവ്യൂ. ഇന്ന് ഇൻ്റർവ്യൂയുടെ മെത്തഡോളജി മാറി. നിങ്ങൾ യൂറോപ്പിലൊക്കെ പോയിട്ടാണ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണതെങ്കിൽ ഫസ്റ്റ് സ്ക്രീനിങ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതിന് നിങ്ങൾ നിങ്ങളുടെ സോട്ട് അനാലിസിസ് അയച്ചു കൊടുക്കണം. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റിയും ത്രെട്ടും കളവൊന്നും എഴുതാൻ പറ്റില്ല. കാരണം നാളെ അതിൻ്റെ എന്തുണ്ട് എക്സാംസ് ഉണ്ട്. നിങ്ങൾ എഴുതിയതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ അനലൈസ് ചെയ്യും. ഇപ്പം ഞാൻ US വിസയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് പോയതാണ് ഡൽഹിയിൽ പോയ സമയത്ത് ഒരു പയ്യനുണ്ട് പാസ്പോർട്ടും പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ബേജാറ് കൊണ്ട് അവൻ ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാം. ഈ US വിസ നിങ്ങൾക്കറിയാമല്ലോ, എടുക്കുന്ന സമയത്ത് 10 വർഷത്തേക്കാണ് കിട്ടുക. 10 വർഷത്തേക്കാണ് മിക്കവാറും അത് കിട്ടുക. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇവനെ എല്ലാ ലാംഗ്വേജൊക്കെ നോക്കി ഇതാക്കി അതിലിടക്ക് അവൻ എന്നോട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ഞാനാണ് അവന് പിന്നിൽ നിൽക്കുന്നത്, അതുകൊണ്ട് എത്ര ശ്രദ്ധിച്ച് കണ്ടേ. ആ പയ്യൻ പാസ്പോർട്ട് കൊടുത്തു. അവർ ചോദിച്ചതിൽ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക്. അതോടുകൂടി ഒരു പാസ്പോർട്ട് ഇങ്ങനെ ഉണ്ട് കൊടുക്കുക. യു ആർ ഡിസ്ക്വാളിഫൈഡ്. ഈ പയ്യൻ എത്ര പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും, എത്രമാത്രം അധ്വാനിച്ചിട്ടുണ്ടാവും. ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് കയറാൻ എത്ര പ്രയാസപ്പെടും. 1 വർഷം മുമ്പാണ് US കൗൺസിലേറ്റ് ഡേറ്റ് തരിക. 1 വർഷം വരെ ഈ ആൾ കാത്തിരിക്കണം. കാരണം ഇപ്പോൾ ഡേറ്റ് കിട്ടാനില്ല. 1 വർഷം 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഡേറ്റ് കിട്ടുന്നത് കൗൺസിലേറ്റിൽ. എന്നിട്ട് ഈ കൗൺസിലേറ്റിൽ നിന്ന് ജസ്റ്റ് ഇൻ്റർവ്യൂ, എത്ര സമയം ഇൻ്റർവ്യൂ? 3 മിനിറ്റ്. 3 മിനിറ്റിൽ കൂടുതൽ ഒരു ഇൻ്റർവ്യൂ അവർ അനുവദിക്കില്ല. മിക്കവാറും US-കാരനായിരിക്കും. അപ്പോൾ US-കാർ ഇങ്ങനെ ഇരുന്നിട്ടാണ് ചോദിക്കുകയാണ്. ആ ഒരു ചോദ്യത്തിൽ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ഉണ്ടോ, അതോടുകൂടി വിസ റിജക്റ്റ്. ഇനി രണ്ടാമത് കിട്ടണമെങ്കിലോ ഈ റിജക്ഷന് വന്നിട്ടുള്ള കാരണങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഈ പയ്യൻ നിന്ന് അങ്ങനെ കരയാണ്. അപ്പം എന്താ സംഭവം? ഞാൻ ചോദിച്ചു, മോനെ എന്താ നിനക്ക് എത്ര വിഷമമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ ജ്യേഷ്ഠൻ പോയി, പെങ്ങള് പോയി, അമ്മ പോയി. ഇപ്പം ഇവൻ മാത്രമേ ഇവിടെ വീട്ടിലുള്ളൂ. ഇനി അവന് US പോവല്ല, നിവൃത്തിയില്ല. പക്ഷെ അവന് വിസ കിട്ടുന്നില്ല. ഇനി എത്ര കാലം അവന് ഒറ്റപ്പെട്ട് ഇവിടെ നിൽക്കണം എന്നുള്ളതാണ് അവൻ്റെ ചിന്ത. ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടാണ് അത്ര അതിന് വന്നത്. ജസ്റ്റ് 3 മിനിറ്റ് കൊണ്ട് എല്ലാം കൺക്ലൂഡ് ആവും. ആ സമയത്ത് അവർ ശ്രദ്ധിക്കുന്നത് ആകെ നമ്മുടെ നോളജ് അല്ല, നമ്മുടെ സർട്ടിഫിക്കറ്റ് പോലും അവർ കാണൂല. കാരണം അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ആദ്യം. അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് ചോദ്യത്തിന് കറക്റ്റ് ആൻസർ അല്ല പറഞ്ഞെങ്കിൽ, ആ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉദാഹരണം പറയാം. ഐ ആം കമ്മിങ് ഫ്രം എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഇൻ്റർവ്യൂ പൊട്ടിപ്പോവും. നിങ്ങളൊക്കെ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണതല്ലേ. ഇംഗ്ലീഷിൽ ഐ ആം കമ്മിങ് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഇൻ്റർവ്യൂ പൊട്ടിപ്പോവും. കാരണം അവർ ചോദിക്കും, വൈ യു ആർ യൂസ് ING ഹിയർ ബിക്കോസ് യു ആർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. നീ ഇപ്പം എൻ്റെ മുമ്പിൽ നിന്നോടുക്കുക, പിന്നെ എന്തിനാ ING ഫോം ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ നമ്മളാ കുടുങ്ങിയില്ലേ. അപ്പം ആകെ ഷോർട്ടായിട്ട് പറയേണ്ടത് എന്താ? ഐ എം സുലൈമാൻ ഫ്രം കേരള, ഐ എം സുലൈമാൻ ഫ്രം ഇന്ത്യ. ആ എല്ല് പോലും ഉച്ചരിക്കുന്നത് ചിലപ്പോൾ അവർ ശ്രദ്ധിക്കും. ഞാൻ ഇവരുടെ വിസൻ്റെ അല്ല പറഞ്ഞത്, അതിന് കുറേ കാറ്റഗറി ഉണ്ട്. ഞാനവിടെ PhD ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാറ്റഗറി കുറച്ച് കൂടും. അപ്പോൾ എൻ്റെ എല്ല് പോലും എല്ലായി പോയാൽ ചിലപ്പോൾ എന്താവും, അവർ റിജക്റ്റ് ചെയ്യും. അതിപ്പോൾ സ്വർഗത്തേക്കുള്ള ടിക്കറ്റ് ഒന്നുമില്ല അമേരിക്കൻ്റെ വിസ എന്ന് പറഞ്ഞാൽ. എന്നാലും ചില ടാസ്കുകളുണ്ടല്ലോ. അപ്പം എല്ലും ആറും കേൾക്കാൻ പാടില്ല. ഇംഗ്ലീഷ് അറിയുന്നവർക്ക്, നന്നായിട്ട് അറിയുന്നവർക്ക് അറിയാം. അപ്പം എൻ്റെ പേര് പോലും സുലൈമാൻ എന്ന് ഐ ലവ് യു, ഐ എം ലിവിങ് ഇങ്ങനെ പറയണം. സോറി. അപ്പം 6 കേൾക്കാൻ പാടില്ല. അതൊരു സ്കില്ലാണ്. നോളജ് ഉണ്ടായത് കൊണ്ട് അത് ഉണ്ടാകില്ല. എക്സ്ട്രീമിൽ ഐ എം സോറി. അപ്പം എക്സ്ട്രീമിലിയിൽ 6 കേട്ടാൽ പോലും പ്രശ്നം, സോറിയിൽ 6 കേട്ടാൽ പ്രശ്നം. അപ്പം സ്കിൽ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞ വേറൊരു കാര്യമാണ്. ലിംഗ്വിസ്റ്റിക്കിലുണ്ട്. മനുഷ്യന് ഒരുപാട് ഇൻ്റലിജൻസ് ഉണ്ട്. കുട്ടികൾ ശ്രദ്ധിക്കണം. ഞാൻ ഭാവിയിൽ നിങ്ങൾ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാനൊരു അഭിമാനബോധത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയാം. കാരണം ഒരുപാട് വിദ്യാർത്ഥി, ഒരു 500-ലേറെ സ്റ്റുഡൻസ് എനിക്ക് നമ്മൾ പഠിപ്പിച്ചു വിട്ട കുട്ടികൾ, അല്ലെങ്കിൽ ഇതേപോലെ കൊടുത്ത വിട്ടുകൾ, ഒരു 500-ലേറെ കുട്ടികൾ UK-ലുണ്ടാവും. അത്രത്തോളം ഏകദേശം ഓസ്ട്രേലിയയിലുണ്ടാവും, കാനഡയിലുണ്ട്, US-ലുണ്ട്. PhD കഴിഞ്ഞിട്ട് പോയിട്ടുള്ള കുട്ടികൾ, ഇപ്പോൾ ഡോക്ടർ ഇംതിയാസിനെ പോലുള്ളവരൊക്കെ US-ലുണ്ട്. ഒക്കെ എൻ്റെ വിദ്യാർത്ഥികൾ തന്നെ. ഞാൻ പറയുന്നത് അവരൊക്കെ എക്സ്ട്രാ ആയി പോകാൻ കാരണം ചില ആളുകളുടെ ചില ഉപദേശങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഇതിനെ നിസ്സാരമായി നിങ്ങൾ കാണരുത്. ഓരോ സമയത്തും നമ്മുടെ സ്കില്ലിനെങ്ങനെ കൂട്ടിക്കൂട്ടിയേ പോകണം, നിർബന്ധമാണത്. അതിന് നിങ്ങൾ മൊബൈലാണെങ്കിൽ മൊബൈൽ. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോഴത്തെ കുട്ടികളുടെ വലിയൊരു വിഷയം, അവർ സ്ക്രീൻ ടൈം കൂട്ടുന്നു, പക്ഷേ അത് എഫക്റ്റീവ്ലി അല്ല എന്നുള്ളതാണ്. വെറുതെ കുറേ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ ഗാനങ്ങൾ കേൾക്കും, നല്ലത്. മനുഷ്യന് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിന് ചിലപ്പോൾ അതിന് വേണ്ടി വരും. നമുക്കൊരു സന്തോഷം കിട്ടാനൊക്കെ ചിലപ്പോൾ അത് വേണ്ടി വന്നേക്കാം. ഞാൻ ഡിബേറ്റബിളാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ ആ വയലിൻ കൊണ്ട് ഇങ്ങനെ ആയപ്പോൾ നമ്മൾ ഏതൊരു ലോകത്തേക്ക് പോയതുപോലെ
അതിങ്ങനെ വലിയ മുട്ടായി പ്രശ്നമായി. ഇപ്പം കല്യാണത്തിനൊന്നും പോകാനേ വയ്യ. കാരണം എന്താണെന്ന് വെച്ചാൽ ഫുൾ പാട്ട് തന്നെ. നമുക്ക് ആ മെയിനായിട്ടുള്ള ആളോടൊന്നും സംസാരിക്കാൻ വയ്യ. കാരണം ഇങ്ങനെ ലൗഡ് സ്പീക്കറിൽ പോയിട്ട് ഇയാളോട് പറഞ്ഞു. കാരണം അവിടെ ഭയങ്കര ഗാനമേള നടന്നുകൊണ്ടിരിക്കുക. ഗാനമേള കൊണ്ടുവരേണ്ട ഒരു സ്ഥലമല്ല കല്യാണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊക്കെ വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുവരേണ്ടതാണ്. അത് രസകരമായി എല്ലാവരുടെയും കോമൻ. ഞാൻ പുറത്ത് നമ്മൾ കല്യാണത്തിന് പോയാൽ ഒരു ശബ്ദം പോലും ഉണ്ടാവില്ല. സ്കില്ലിൽ പല സ്കില്ലുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഷോർട്ടാക്കി പറയാം. വെള്ളം കുടിക്കുന്ന സമയത്ത്, ഇൻ്റർവ്യൂ സമയത്ത് അവർ വെള്ളം തരും. വെള്ളം തരുന്നത് നമുക്ക് ദാഹം തീരാനല്ല, നമ്മൾ വെള്ളം എങ്ങനെ കുടിക്കുന്നു എന്നറിയാനാണ്. വെള്ളം കുടിക്കുന്ന സമയത്ത് ഇവിടെ എങ്ങാനും ശബ്ദമുണ്ടായി കഴിഞ്ഞാൽ അത് മതി നിങ്ങളുടെ ഇൻ്റർവ്യൂ പൊട്ട. പിന്നെ എന്തുകൊണ്ട് ഇൻ്റർവ്യൂ പൊട്ടി എന്നുള്ളത് മെയിലായിട്ട് നമുക്ക് വരും കേട്ടോ. അതിൽ വെള്ളം കൂടിയായിരിക്കും കാരണം. ഞാൻ പറഞ്ഞു മനസ്സിലാകണ്ടോ? ഞങ്ങൾ UK എന്നൊരു വലിയ ലെക്ചറെ കൊണ്ടുവന്നു. വലിയൊരു ഭയങ്കര എക്സാം നടക്കുകയാണ്. 5 ദിവസം അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കുട്ടികൾ നിൽക്കണം. ഒരു ക്വാളിറ്റി ചെക്കിങ്ങിൻ്റെ ഒരു കോഴ്സാണ്. അതിൻ്റെ ഇതാണ് 5 ദിവസം താജ് ഹോട്ടലിൽ റൂം എടുത്തു കൊടുത്ത് കുട്ടികളൊക്കെ അവിടെ താമസിപ്പിച്ച് 5 ദിവസം അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ കൊണ്ടുനടന്ന് കളിച്ചു, ചിരിച്ചു, നല്ല രസമായിട്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടി, എല്ലാവരും കൂടി കളിച്ചു. ഇയാൾ ഭയങ്കര ലിബറലാന്ന് വിചാരിച്ചിട്ട് ചെയ്തതൊക്കെ അവസാനം കുട്ടികളൊക്കെ കണ്ട് ഫെയിലിയറായി. അപ്പം എന്താ കാര്യം? ഇവരുടെ മൂവ്മെൻറ്റ്സ്, ഇവരുടെ തോട്ട്സ്, ഇവരുടെ സ്ലാങ്, ഇവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇയാൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ വിചാരിച്ചത് എന്താ, ഇയാൾ കുളിക്കാൻ വേണ്ടി വിളിക്കുക എന്നുള്ളതാണ്. പല രീതിയിലുള്ള ഇൻ്റർവ്യൂസ് ഉണ്ടാവും. അതുകൊണ്ട് സ്കില്ലുള്ള ആളുകൾ അതിനെ അനലൈസ് ചെയ്യും. സ്കില്ലുള്ള ആളുകൾക്ക് മാത്രമേ ഇനിയുള്ള കാലത്ത് നിലനിൽക്കാൻ പറ്റൂ. നോളജിനെ നിങ്ങൾ എടുത്തോ, അതിന് കൂട്ടിക്കോ, വർദ്ധിപ്പിച്ചോ, ഒരുപാട് ഓറിയൻറ്റേഷനിലേക്ക് നിങ്ങൾ പോയിക്കോ. പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ വിശ്വസിക്കരുത് ഇത്രയും കാലം പഠിച്ചിട്ടുള്ള സിസ്റ്റമാണ് എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്ന്. ആ സിസ്റ്റവും നല്ലത് തന്നെയാണ്. നമ്മൾ ഇന്ത്യനെ മോശമാക്കൊന്നും വേണ്ട. ഇന്ത്യയിൽ തന്നെയാണ് IIT ഉള്ളത്, ഇന്ത്യയിൽ തന്നെയാണ് IIM ഉള്ളത്. അവരൊക്കെ ഈ സിസ്റ്റമാണ് കൊണ്ടുനടക്കുന്നത്. IIM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റത്തിലൂടെ പോകുന്നവരെല്ലാവരും. ഞാനൊരു വ്യക്തിയെ നിങ്ങളുടെ മുമ്പിൽ പറയാം. ശ്രീകാന്ത് ബൊല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്ര പേര് ശ്രീകാന്ത് ബൊല്ലയെ കേട്ടിട്ടുണ്ട്? പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. ആരും കേട്ടിട്ടില്ല. ശ്രീകാന്ത് ബൊല്ല അദ്ദേഹം ഇന്ത്യനാണ്, ഉത്തരേന്ത്യക്കാരനാണ്. അദ്ദേഹം ജന്മന അന്ധനായിട്ടാണ് ജനിച്ചത്. 2 കണ്ണുമില്ലാതെയാണ് ജനിച്ചത്. 100% ബ്ലൈൻഡാണ്. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളുകാർക്ക് അവനൊരു ഭാരമായി. അവസാനം 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ആളെ വെച്ച് കൊടുക്കാൻ ആളില്ലാതെ കുട്ടി കുറേ കരഞ്ഞു. അത് കഴിഞ്ഞ് +2 പോകാൻ സയൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, അവൻ്റെ ഹിസ്റ്ററി ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾ. സയൻസ് തന്നെ വേണമെന്ന് അവൻ വാശി പിടിച്ചു. അവൻ്റെ ആ പ്രദേശത്ത് ഒരു സ്കൂളിലും അവന് അഡ്മിഷൻ കൊടുത്തില്ല. കാരണം സയൻസ് എടുക്കാൻ പറ്റില്ല. അവസാനം അവൻ കോടതിയിൽ പോയി. ഇതൊക്കെ നിങ്ങൾക്ക് തുറന്നാൽ കിട്ടും. അവൻ കോടതിയിൽ പോയി, എനിക്ക് സയൻസ് പഠിക്കണം. അങ്ങനെ കോടതി ഡിക്ലറേഷൻ പുറപ്പെടുവിച്ചു അവൻ സയൻസ് തന്നെ പഠിക്കട്ടെ എന്ന്. ആ ഒറ്റ കാരണത്താ 2 വർഷം അവൻ പറയുന്നുണ്ട്, പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ സ്കൂളിൽ നിന്നത്. കാരണം എല്ലാ കുട്ടികളും എന്നെ ഒറ്റപ്പെടുത്തി, എല്ലാ അധ്യാപകരും എന്നെ ഒറ്റപ്പെടുത്തി. കാരണം എനിക്ക് 2 കണ്ണും കാണില്ല. അവസാനം ആ കുട്ടി +2 ടോപ്പ് മാർക്കോട് കൂടി പാസ്സായി. അങ്ങനെ ഈ ബ്ലൈൻഡായ ആളുകൾക്ക് IIT-യിൽ എൻട്രൻസ് എഴുതാതെ തന്നെ സ്ഥാനമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവൻ IIT-യിലേക്ക് അപ്ലിക്കേഷൻ കൊടുത്തു. IIT അവന് സീറ്റ് കൊടുത്തില്ല. നമ്മുടെ IIT പോലും അവന് സീറ്റ് കൊടുത്തില്ല. ശ്രീകാന്ത് ബൊല്ലയുടെ ഹിസ്റ്ററി ഒന്ന് വായിച്ചു നോക്ക്. കാരണം അന്ധനായ ആൾക്ക് ഒരിക്കലും ഈ ടെക്നിക്കൽ സാധനം പഠിക്കാൻ കഴിയില്ല എന്ന് IIT പോലും വിധിയെഴുതി. ഇവൻ ഒരുപാട് കരഞ്ഞു. അങ്ങനെ അവൻ്റെ സ്വപ്നം ഒരിക്കലും എന്താക്കിയില്ല, അവൻ കുറച്ചില്ല. അവൻ നേരെ MIT-യിലേക്ക്, ആരാണോ IIT-യെ ഡിസൈൻ ചെയ്തത്, ആരാണോ IIT-യെ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയത്, അത് ലോകത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IIT എങ്കിൽ വേൾഡിലെ ഏറ്റവും ടോപ്പ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള MIT-യിലേക്ക്, മസാച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്ക് അവൻ മെയിൽ അയക്കുകയാണ്. ആ മെയിലിന് അവർ റിപ്ലൈ വന്നു, മോൻ വന്നോളൂ എന്ന്. അഥവാ IIT-യാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ അവൻ പഠിച്ചത് പിന്നെ MIT-യിലാണ്. US-ലെ MIT-യിൽ നിന്ന് PG-യും എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി അവനൊരു വലിയ പ്രൊജക്റ്റ് ഉണ്ടാക്കി. ആ പ്രൊജക്റ്റിൽ കോടികൾ, ആയിരക്കണക്കിന് കോടികൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ശ്രീകാന്ത് ബൊല്ലയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തു കൊടുത്ത ആ മഹാരഥൻ്റെ പേര് രത്തൻ ടാറ്റ എന്നാണ് എന്ന് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇന്ന് ശ്രീകാന്ത് ബൊല്ല ഇന്ത്യയിലെ, ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന കമ്പനിയുടെ CEO ആയിട്ടിരിക്കുകയാണ്. ഇന്നും അദ്ദേഹത്തിന് കണ്ണില്ല. ഡ്രീംസ് ആർ ദ മോസ്റ്റ് ആൻഡ് പവർഫുൾ എനർജി. ഒരു മനുഷ്യൻ്റെ ഏറ്റവും ശക്തമായ എനർജി അത് കിനാവുകളാണ്. ഒന്നുമില്ലെങ്കിൽ പോലും കിനാവുകളാണ്.
ശ്രീകാന്ത് ബല്ല നമ്മൾ പഠിക്കേണ്ട ഒരു പേരാണ്. നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു ഹിസ്റ്ററിയാണ്. 2 കണ്ണുമില്ലാതെ IIT പോലും റിജക്റ്റ് ചെയ്തിട്ട് അതിൻ്റെയും അപ്പുറത്തുള്ള ക്യാമ്പസിൽ പോയി പഠിച്ചിട്ട് വലിയ രീതിയിൽ ലാൻഡിങ് നടത്തിയിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ്റെ പേരാണ് ശ്രീകാന്ത് ബല്ല. ഇന്ന് അദ്ദേഹത്തിന് ഒരു ദിവസം തന്നെ കോടികൾ വരുമാനമാണ്. അതേ 2 കണ്ണില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു ഇൻസ്പിരേഷനാണ്, വല്ലാത്തൊരു ഇൻസ്പിരേഷനാണ്. പെൺകുട്ടികൾക്ക് വേണ്ടി ഞാനൊരു കഥാപാത്രത്തെ പറഞ്ഞു തരാം. നിങ്ങൾ എത്ര പേര് ഫിൻലാൻഡിൽ നടന്നിട്ടുള്ള അണ്ടർ 18 18 വയസ്സിൽ താഴെയുള്ള മത്സരത്തിൽ, സ്കൂൾ കോളേജ് കുട്ടികളുടെ മത്സരത്തിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മത്സരത്തിൽ, ഫിൻലാൻഡിൽ നടന്ന മത്സരത്തിൽ 1ാം റാങ്കുകാരിയായ പെൺകുട്ടിയെ നിങ്ങൾക്കറിയുമോ? ഒന്ന് കൈപൊക്കിയട്ടെ. അവളുടെ പേരൊന്ന് പറയാൻ പറ്റൂ? നിങ്ങൾ ഈ സയൻസും അത് തന്നെ പഠിച്ചിട്ട് ഇവരെ പേരൊന്നും പഠിക്കാതിരിക്കരുത്. അതൊക്കെ സാറേ ഞങ്ങൾ എന്തിനാ അറിഞ്ഞിട്ട് എന്നുള്ളതാണ്. പറയട്ടെ, ഈ ഇൻസ്പിറേഷണൽ ടോക്കിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഓർത്തു വെക്കൽ ടെക്നിക്കൽ ടേം അല്ല, കഥകളാണ്, സ്റ്റോറീസാണ്. ശ്രീകാന്ത് ബല്ലയുടെ പേര് നിങ്ങൾ മറന്നാലും ആ സ്റ്റോറി നിങ്ങൾ മറക്കില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ പ്രസംഗിച്ചതൊക്കെ നിങ്ങൾ മറന്നു. കാരണം ഒന്ന് ഇൻ്റലക്ച്വലാണ്, മറ്റൊന്ന് ഇമോഷണലാണ്. സ്പീച്ചിൽ എപ്പോഴും ഇമോഷണലാണ് എപ്പോഴും ടോപ്പായി നിൽക്കുക. ആരെങ്കിലും ഭാവിയിൽ പ്രഭാഷകരാകാൻ, ഞാൻ വലിയ പ്രഭാഷകനായിട്ട് പറയല്ല കേട്ടോ, ആകണമെങ്കിൽ അതിൽ സ്റ്റോറീസ് കയറ്റണം, ഇമോഷൻസ് സംസാരിക്കണം. ഇമോഷണലി ഇപ്പോൾ ലോകത്തിൽ പ്രവാചകന്മാർ, ആചാര്യന്മാർ കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പായി നിൽക്കുന്ന 4 ആളുകളുണ്ട്. പ്രഭാഷണ കലയിലെ 4 ചക്രവർത്തിമാർ. ഒന്ന് മക്ക് ആന്റണിയാണ്. മക്ക് ആന്റണി പ്രവാചകനേക്കാളും കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നുപോയ ആളാണ്. നിങ്ങൾ വിചാരിക്കും ആകെ 10-600 കൊല്ലമായിട്ടുള്ള മാർക്ക് ആന്റണി വന്നുപോയിട്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഖബർഗേഹത്തിൽ പോയിട്ടുണ്ട്. മക്ക് ആന്റണിയുടെ ലോകം സല്യൂട്ട് ചെയ്ത മഹാമനുഷ്യനാണ് മക്ക് ആന്റണി. മക്ക് ആന്റണി ജനിച്ചത് BC-യിലാണ്, ബിഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുദേവനേക്കാൾ മുമ്പ് വന്ന ആളുടെ പേരാണ് മക്ക് ആന്റണി. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഈ മക്ക് ആന്റണി ജൂലിയസ് സീസർ എന്ന് പറയുന്ന രാജാവിനെ ബ്രൂട്ടസ് കൊന്നിട്ട് അതിമനോഹരമായി ബ്രൂട്ടസ് സുന്ദരമായ പ്രഭാഷണം നടത്തിയിട്ട് കുറ്റിയടിച്ച് നിർത്തി എല്ലാ ജനങ്ങളെയും ബ്രൂട്ടസിൻ്റെ കൂട്ടത്തിലാക്കി. ആ സമയത്ത് ആ മക്ക് ആന്റണി കടന്നു വരും. സ്കില്ലിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മാർക്ക് ആന്റണി കടന്നു വരുന്ന സമയത്ത്, നിങ്ങൾ ചിലപ്പോൾ സ്കൂളിലും കോളേജിലും പഠിച്ചിട്ടുണ്ടാവും. മാർക്ക് ആന്റണി കടന്നു വരുമ്പോൾ ബ്രൂട്ടസ് കൈ ചൂണ്ടിക്കൊണ്ട് പറയാണ്, ഇനി ആന്റണി വരുന്നുണ്ട്. കാരണം ആന്റണി ഭയങ്കര പ്രഭാഷകനാണെന്ന് ബ്രൂട്ടസിന് അറിയാം. താൻ പ്രസംഗിച്ചതൊക്കെ മലർത്തിയടിച്ച് ഇടുമോ എന്നുള്ള പേടിയിലാണ്. അതിൽ അവസാനത്തെ കുറ്റിയും ആണിയും തറക്കുകയാണ്. ഇനി ആന്റണി വരുന്നുണ്ട്. ആന്റണി സംസാരിക്കും, എൻ്റെ വേദനകളെ അവൻ്റെ നാക്കിലൂടെ. ഷേക്സ്പിയർ സുന്ദരമായി എഴുതി വെച്ചിട്ടുണ്ടത്. ആന്റണി സംസാരിക്കും ഇനി നിങ്ങളോട്, എൻ്റെ വേദനകളെ അവൻ്റെ നാക്കിലൂടെ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതൊക്കെ എനിക്ക് പറയാനുള്ളതാണെന്ന് അർത്ഥം. പ്രയോഗം അതാണ്. എത്ര സ്കിൽഡായിട്ടുള്ളൊരു വാക്ക്. ഇനി ഈ സ്കില്ലിനും തകർത്തിട്ട് വേണം ആന്റണിക്ക് സംസാരിക്കാൻ. ആന്റണി സംസാരിച്ച് അവസാനം ആകെ കുറച്ച് നേരെ സംസാരമുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കയ്യും പിടിച്ചുകൊണ്ട് ദാ ജൂലിയസ് സീസർ ഈ നഗരത്തിലൂടെ കടന്നു പോയത്, അവരുടെ കണ്ണുനീരൊപ്പിയത്. എന്നിട്ടും ഞാൻ ആ ജൂലിയസ് സീസറെ തള്ളി പറയുന്നു, ബിക്കോസ് ബ്രൂട്ടസ് ഈസ് ഗ്രേറ്റ്. ബ്രൂട്ടസ് വലിയ മഹാനാണ്. അപ്പം ജനങ്ങൾക്ക് ഇങ്ങനെ സംശയം വരാം, ബ്രൂട്ടസിനെ ഗ്രേറ്റ് ആക്കുകയും ഇതിനെങ്ങനെ ആക്കുകയും ചെയ്യും. എത്ര വലിയ സ്കില്ലാ ചെയ്തതെന്നറിയാം. ഒരു 10,000-കണക്കിന് ആളുകളെ തൻ്റെ നാക്കിൻ തുമ്പിലൂടെ എടുത്തിട്ട് മറിക്കുകയാണ് ഒരു മനുഷ്യൻ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പ്രഭാഷണമാണ് മക്ക് ആന്റണി സ്പീച്ച്. ഒരാൾ നന്നായിട്ട് പ്രസംഗിച്ചാൽ അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർ പറയാ ആന്റണി സ്പീച്ച് എന്നാണ്. മാർക്ക് ആന്റണി സ്പീച്ച് എന്ന് പറഞ്ഞാൽ മാർക്ക് ആന്റണി പറഞ്ഞ മാതിരിയായി മൂപ്പരുടെ പ്രസംഗം എന്നാണ്. മക്ക് ആന്റണി കടന്നു വരുന്നു, എന്നിട്ട് സുന്ദരമായി പ്രസംഗം തുടങ്ങും. സ്കില്ലാണ്. ഈ കണ്ട മനുഷ്യരെ മുഴുവൻ എടുത്തെറിയാനുള്ള സ്കില്ല്. വർഷം എത്ര? BC തൊട്ട് മുമ്പ്, BC 10 or 8 നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു വരുന്നതിനെയും മുമ്പാണ് മക്ക് ആന്റണിയുടെ കാലം. ഈ മക്ക് ആന്റണി സംസാരിച്ച് തുടങ്ങുകയാണ്. എന്നിട്ട് പറഞ്ഞ് തൻ്റെ 7 or 8 പ്രാവശ്യം അദ്ദേഹം പറയുന്നുണ്ട്, ബ്രൂട്ടസ് ഈസ് ഗ്രേറ്റ്. ആരാ? ബ്രൂട്ടസ് ക്രൂരനാണ്. കാരണം മാർക്ക് ആന്റണിനെ ജൂലിയസ് സീസറെ കൊന്നിട്ടേ വന്നിട്ടുള്ളേ. എന്നിട്ട് പറയാണ്, അവിടെ മാർക്ക് ആന്റണി, കഥ പറയാനല്ല കേട്ടോ, നിങ്ങൾ സ്കില്ലിനെ കുറിച്ച് മനസ്സിലാക്കാനാണ്. ബ്രൂട്ടസിനേക്കാൾ വലിയ സ്കില്ല്. ബ്രൂട്ടസ് പറഞ്ഞ വാക്കെന്താന്ന് വെച്ചിട്ട്, ഞാൻ കൊന്നു ഈ മനുഷ്യനെ. ജഡ അവിടെ ഇട്ടിട്ടായി പറഞ്ഞത്, ഞാൻ കൊന്നു ജൂലിയസ് സീസറെ. എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടി, ഓൺലി ഫോർ യു. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കൊന്നു. എനിക്ക് സങ്കടമുണ്ട്, ടോട്ടലി സോറോഡ്. ഞാൻ അങ്ങേയറ്റത്തെ സങ്കടക്കാരനാണ്. പക്ഷേ ഞാനൊന്നും പറയുന്നില്ല, കാരണം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഞാൻ കൊന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് പറഞ്ഞ ആൾക്കാരോട് പിന്നെ എന്ത് പറയാനാണ്? പക്ഷെ എന്നിട്ടും പറഞ്ഞു, ആ മലയുടെ മുകളിൽ കൊണ്ടുപോയി കഠാര കൊണ്ട് ആഞ്ഞാഞ്ഞ് കുത്തുമ്പോൾ
ഷർട്ടിൽ പിടിച്ചുകൊണ്ട്, തൻ്റെ വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് ബ്രൂട്ടസിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. യു ടു ബ്രൂട്ടസ്, നീ ഇതും അത് ചെയ്തോ ബ്രൂട്ടസ് എന്ന് നമ്മുടെ ഈ സീസർ ചോദിച്ചു. എന്നിട്ടും ഞാൻ സീസറിനെ തള്ളി പറയുന്നു, ബിക്കോസ് ബ്രൂട്ടസ് ഈസ് ഗ്രേറ്റ്. ആന്റണി പറഞ്ഞത് മുഴുവൻ പൊക്കി പറയലൊക്കെ ജൂലിയസ് സീസറേയും, എന്നിട്ട് വാക്കിന് വെറുതെ ഇങ്ങനെ പറയും ബ്രൂട്ടസ് ഈസ് ഗ്രേറ്റ്, ബ്രൂട്ടസ് ഈസ് ഗ്രേറ്റ്. അവസാനം കൊണ്ടുപോയി ആ പീക്കിൽ കൊണ്ടുപോയിട്ട് ബ്രൂട്ടസിനെ കസറി അങ്ങോട്ട് എറിയാണ്. അത് നിങ്ങൾ ഷേക്സ്പിയറിനെ തന്നെ വായിക്കണം. അതിനാണ് ഈ ഷേക്സ്പിയറൊക്കെ. നിങ്ങൾ വിചാരിച്ച് ഷേക്സ്പിയർ ഒന്നും ഞങ്ങൾക്ക് പഠിക്കാനില്ല, ഞങ്ങൾക്ക് പഠിക്കാനുള്ള സയൻസാണ്, അലൈൻഡ് സയൻസാണ്. ഈ ലിറ്ററേച്ചറൊക്കെ പഠിച്ച് ഇത്രയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വായിക്കുമ്പോഴേ ജനങ്ങളിലേക്കൊന്നും ഇറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെറും ഓഫീസിൽ ഇരുന്നിട്ട് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കാര്യം ചെയ്യേണ്ടി വരും. ഒരു സ്കില്ലായിരുന്നു അത്. ഇങ്ങനെ ലോകത്തിൽ ഓരോ ആളുകളും 10ാം ക്ലാസ്സിലെ ഓട്ട മത്സരത്തിൽ, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓട്ട മത്സരത്തിന് പോകുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി സ്കൂളിലെ ഓട്ട മത്സരങ്ങൾ നടക്കുന്ന ജില്ലയിലെ പ്രോഗ്രാമിന് പോവാൻ, ജില്ലയിൽ ഫസ്റ്റ്. അന്ന് വയസ്സെത്ര? ഏകദേശം 14ാമത്തെ വയസ്സ്. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള മത്സരം ഇന്ത്യയിൽ. ആ സമയത്ത് വയസ്സെത്ര? വയസ്സ് 15ാം വയസ്സ്. ആ കുട്ടി അന്ന് ആഗ്രഹിച്ചത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള മത്സരത്തിൽ ഓടുമ്പോഴെങ്കിലും എൻ്റെ കാലിലൊരു അഡിഡാസിൻ്റെ ഷൂ ഉണ്ടാകണമെന്ന്. അഡിഡാസ് എന്ന് പറഞ്ഞാൽ ഓട്ടത്തിൽ ഏറ്റവും നല്ല ഷൂ ഇറക്കുന്ന കമ്പനി ആയതുകൊണ്ടാണ് അവൾ അത് മോഹിച്ചത്. അങ്ങനെ ഫിലയും പല കാര്യങ്ങളുണ്ട്. അഡിഡാസിൻ്റെ ഷൂ വേണമെന്ന് ആഗ്രഹിച്ചു. പാവം കർഷകനായ അച്ഛനോട് എനിക്കത് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞു. അച്ഛൻ കടയിൽ പോയി ചോദിച്ചപ്പോൾ 2000 അല്ല 3000 ചില്ലറ പൈസയാണതിന്. ഓരോ കാലഘട്ടത്തിലും സ്കില്ലിലൂടെയാണ് ആളുകൾ വളർന്നു വരിക. ഞാൻ കുറേ ഉദാഹരണങ്ങൾ പറയാനുണ്ട്, പക്ഷെ കുറച്ച് പറയാം. ഈ പെൺകുട്ടി ഇന്ത്യക്ക് ഓടാൻ വേണ്ടിയിട്ട്, ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ തമ്മിലുള്ള മത്സരത്തിൽ ഓടാൻ വേണ്ടി പോകുമ്പോൾ അച്ഛനോട് ആകെ ആവശ്യപ്പെട്ടതൊരു ഷൂ ആണ്. സാധാരണ ഷൂ അച്ഛൻ വാങ്ങിക്കൊടുക്കാറുണ്ട്, 50 രൂപയുടെ 100 രൂപയുടെ ഒക്കെ. പക്ഷേ ഈ 2000-3000 വാങ്ങിച്ചു കൊടുക്കാൻ അച്ഛൻ്റെ കയ്യില്ല. കാരണം കൃഷിപ്പണിക്ക് പോകുന്നൊരു പാവ ആളാണ്. ഉത്തരേന്ത്യക്കാരെ വെച്ച് നോക്കുമ്പോൾ 50-100 രൂപയൊക്കെയാണ് ഇപ്പോഴും അവിടെ കൂലിയൊക്കെ. ബംഗാളികൾ ഇവിടെ പണിക്ക് വരുന്നതേ അവിടെ ആകെ 300 കിട്ടുന്നതുകൊണ്ടാണ് അവർക്ക് ഇവിടുത്തെ 900 ഗൾഫ് പോലെ തോന്നുന്നത്. ഏതായിരുന്നാലും ഈ അച്ഛൻ ആകെ അന്ന് സങ്കടപ്പെട്ടു. അച്ഛൻ്റെ കരച്ചിലവൾ കണ്ടു. ഒരു അഡിഡാസിൻ്റെ ഷൂ പോലും വാങ്ങിക്കാനില്ലാതെയാണ് ഓൾ ഇന്ത്യ മത്സരത്തിൽ അവൾ പങ്കെടുത്തത്. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? അച്ഛൻ പാവം കഷ്ടപ്പെട്ട് പോയിട്ടൊരു വെള്ള ഷൂ വാങ്ങിക്കൊണ്ടുവന്നെടുത്തു. കാണാൻ മനോഹരമായ, അധികം വിലയില്ലാത്ത. ഒരു പക്ഷേ ശക്തമായി ഓടുമ്പോൾ ആ ബൂട്ട് തെറിക്കുമായിരിക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും വേറെ ആരും വാങ്ങിക്കൊടുത്തില്ലെന്ന്. കാരണം ഇവൾ ആരോടും ഒരു സങ്കടവും പറഞ്ഞിട്ടില്ല. അവളുടെ കഥകളൊന്ന് വായിച്ചു നോക്ക്. അവസാനം അച്ഛൻ വാങ്ങിക്കൊടുത്ത ആ ബൂട്ടിൻ്റെ ചെരുവിൽ അഡിഡാസ് എന്ന് സ്കെച്ച് പേന കൊണ്ട് എഴുതി വെച്ചു. പാവം പെൺകുട്ടിക്ക് ഒരു അഡിഡാസിൻ്റെ ഷൂ വാങ്ങിക്കാനില്ലാതെ ആ പാവം പെൺകുട്ടി ചെയ്തത് അഡിഡാസ് എന്ന് സ്കെച്ച് പേന കൊണ്ട് എഴുതി വെച്ചു. പിന്നീട് തൻ്റെ 17ാമത്തെ വയസ്സിൽ ഇന്തോനേഷ്യയിൽ വെച്ച് നടന്നിട്ടുള്ള മത്സരത്തിൽ അവൾ 1ാം റാങ്കുകാരിയായി. ഫിൻലാൻഡിൽ നടന്നിട്ടുള്ള 18 വയസ്സിൽ താഴെയുള്ളവരുടെ മത്സരത്തിൽ 400 മീറ്ററിൽ അവർ 1ാം റാങ്കുകാരിയായി, ഗോൾഡ് മെഡലിസ്റ്റായി. ഈ പെൺകുട്ടിയെ തേടി സാക്ഷാൽ ഈ പറയുന്ന അഡിഡാസിൻ്റെ കമ്പനി എത്തുകയാണ്. ആ രംഗൊന്ന് ആലോചിച്ച് നോക്കട്ടെ നിങ്ങൾ. വെറുതെ കഥ എഴുതല്ലല്ലോ, ഇത് ജീവിത കഥയാണ്. അഡിഡാസ് കമ്പനി വന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ അംബാസഡറാകാൻ തയ്യാറുണ്ടോ എന്ന്, ഞങ്ങളുടെ ടോട്ടൽ ബൂട്ടിൻ്റെ അംബാസഡറാകാൻ തയ്യാറുണ്ടോ എന്ന്. ആ പെൺകുട്ടി അന്ന് ഒരുപാട് കരഞ്ഞു. കാരണം ഈ അഡിഡാസിൻ്റെ ഷൂവില്ലാതെ ഓടി ഓടി നടന്നിട്ടുള്ള ഒരു കാലം അത് ഓർമ്മയിൽ വന്നു. അഡിഡാസ് കമ്പനി ചോദിച്ചു, എന്താ നീ കരയുന്നത് എന്ന്. അവൾ ഈ സ്റ്റോറി ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അന്ന് അഡിഡാസ് അത്ഭുതകരമായൊരു തീരുമാനമെടുത്തു. അഡിഡാസ് ലോകത്തിൽ മുഴുവനും സുന്ദരമായൊരു ഷൂ ഇറക്കി. ആ ഷൂവിൻ്റെ പേര് ഹിമാദാസ് എന്നായിരുന്നു. ഈ പെൺകുട്ടിയുടെ പേരാണ് ഹിമാദാസ്. ആ പേരിൽ ഈ പറയുന്ന കമ്പനി ഷൂ ഇറക്കി. ഏതൊരു കമ്പനിയുടെ ഷൂ ഇട്ട് ഓടാൻ കഴിയാത്ത പെൺകുട്ടി. ഡ്രീംസ് ആർ ദ മോസ്റ്റ് പവർഫുൾ എനർജി. ഒരു മനുഷ്യൻ്റെ അതിശക്തമായ എനർജി കിനാവുകളാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വരലാണ്. ബിസിനസ്സുകാരെ ലോകം ആദരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം നിങ്ങൾക്ക്? ലോകത്തിൽ ഏറ്റവും വലിയ സമ്പന്നൻ്റെ മകനായി വലിയ സമ്പന്നനായ ബിസിനസ്സുകാരെ ലോകം ആദരിക്കാറില്ല. കാരണം അയാൾക്ക് ബാക്കപ്പ് ഉണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്ന്, സീറോയിൽ നിന്ന് വളർന്നു വന്ന് മൂർധന്യതയിലേക്ക് കയറിയവരെ ലോകം മുഴുവനും ആദരിക്കാറുണ്ട്. കാരണം അത് അയാളുടെ കഷ്ടപ്പാടാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ബെൻലി കാർ ഉണ്ടാകാം ചിലർക്കെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ റേഞ്ച് റോവർ ഉണ്ടാകാം. അത് പിതാവിൻ്റെ സമ്പത്ത് കൊണ്ട് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഓടിച്ചു കൊണ്ട് പോകുന്നതിൽ ഒരു അത്ഭുതവും ഇല്ല.
പകരം നിങ്ങളായി തുടങ്ങി വെച്ച് നിങ്ങളായി ഉയർത്തി, നിങ്ങളായി, നേരത്തെ റൊണാൾഡോയുടെ കഥ പറഞ്ഞ പോലെ, നിങ്ങളായിട്ട് പട്ടിണി കിടന്ന് നിങ്ങളായിട്ട് വളർത്തി വലുതാക്കി നിങ്ങളായിട്ട് അത് ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്, അതിനൊരു വിലയുണ്ട്. അതാണ് സ്കില്ല്. അല്ലാതെ പിതാവിൻ്റെ കാർ ഓടിക്കുന്നതല്ല സ്കില്ല്, പിതാവിന് കാറ് മേടിച്ചു കൊടുക്കുന്നതാണ് സ്കില്ല്. പഠിത്തത്തിൻ്റെ മേഖലയിലേക്ക് കടക്കുന്ന സമയത്ത് ആ പഠിത്തത്തെ ഓരോന്നോരോന്നായിട്ട് കീറി മുറിച്ച് പഠിച്ച് അതിനെ തൻ്റെ ഈ കാണുന്ന മനസ്സിലേക്കും തൻ്റെ ജീവിതത്തിലേക്കും അതിനിങ്ങനെ എംബഡ് ചെയ്യുന്നതിൻ്റെ പേരാണ് സ്കില്ല്. ആ ഒരു സ്കിൽ ഓറിയൻറ്റേഷനിലൂടെ ഈ ലോകത്തിലെല്ലാവരും അങ്ങനെയാണ്. 10ാം ക്ലാസ് വരെ മാത്രമേ സച്ചിൻ ടെണ്ടുൽക്കർ പഠിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തെ പറ്റി പറയാനുള്ള ആകെ ഡ്രോബാക്ക് അതാണ്. പക്ഷെ അതിൻ്റെ മറുവശം നമ്മൾ പഠിക്കണം. 10ാം ക്ലാസ്സിൽ സച്ചിൻ ടെണ്ടുൽക്കർ പഠിക്കുമ്പോഴേ അതേ 10ാം ക്ലാസ്സുകാരൻ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് വീശുകയായിരുന്നു. ആ സ്കില്ല് നമ്മൾ പഠിക്കണം. ഒരു ഭാഗത്ത് മിസ്സായത് തൻ്റെ നോളജാണ്, പക്ഷെ മറുഭാഗത്ത് അദ്ദേഹത്തിന് കിട്ടിയത് സ്കില്ലിലൂടെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന എന്നത്തെയും ലോകത്തിലെ ബാറ്റ്സ്മാനെയാണ്. സ്റ്റീവ് ജോബ്സിന്റെ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഞാനിപ്പോൾ പഠിത്തത്തെ കുറക്കല്ല കേട്ടോ. ദ ലാസ്റ്റ് സ്പീച്ച് ഓഫ് സ്റ്റീവ് ജോബ്സ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കുന്ന ഒരു ഫോണുണ്ട്, ആപ്പിൾ തന്നെയാണത്. കാരണം ആപ്പിൾ വേണം, കാരണം നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ ഇതിനൊക്കെ. അല്ലെങ്കിൽ പിന്നെ S24 പിന്നെ അൾട്ര ഇതൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്. പിതാക്കന്മാർ ഫോൺ വാങ്ങിക്കാൻ പോയാൽ 2 ലക്ഷം രൂപ തന്നെ കൊടുക്കണം മക്കൾക്ക് വേണ്ടി. ആയിക്കോട്ടെ, അപ്പോൾ ഇപ്പോൾ 16 ഇറങ്ങിയിട്ടുണ്ട്, 16 Pro ഇങ്ങനെയൊക്കെ വരികയാണ്. ഇനി 17 അതൊക്കെ ഇങ്ങനെ ഇറങ്ങും. ആ ഫോണിൻ്റെ അത് കണ്ടെത്തിയ അതിൽ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള മനുഷ്യൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തുന്ന പ്രസംഗമുണ്ട്. ലോകത്തിലെ ഏറ്റവും ടോപ്പ് 10 യൂണിവേഴ്സിറ്റിയിൽപ്പെട്ടത് സ്റ്റാൻഫോർഡ്. ആ സ്റ്റാൻഫോർഡിൽ അതിപ്രതിഭകളായിട്ടുള്ള കുട്ടികളോട് നടത്തുന്ന സ്പീച്ചുണ്ട്. ആ സ്പീച്ചിൽ അദ്ദേഹം ആപ്പിൾ ഫോൺ ഉയർത്തിക്കൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്. ഇതിലൂടെ ഐഡിയാസ് വന്ന് എൻ്റെ തല പൊട്ടിത്തെറിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ തലയിൽ ഐഡിയാസ് വന്ന് എൻ്റെ തല തന്നെ പൊട്ടിത്തെറിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പക്ഷെ എന്നിട്ടും ഞാൻ പറയുന്നു, ഞാൻ +2 പൂർത്തിയാക്കാത്ത ആളാണ്. അതും കൂടി പറയുമ്പോഴാണ് അതിൻ്റെ ഒരു രസം. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇത് 8 മിനിറ്റ് നിങ്ങൾ കട്ട് ചെയ്ത് കണ്ട് ഇയാളിപ്പോൾ വിദ്യാഭ്യാസത്തിന് എതിരാന്ന് പറഞ്ഞാൽ യൂട്യൂബിലൂടെ ഇടരുത് കേട്ടോ. ഞാൻ പറഞ്ഞത് വേറൊരു കോണ്ടെക്സ്റ്റാണ്. ഈ കോണ്ടെക്സ്റ്റുകൾ മനസ്സിലാക്കണം. അറിവിനേക്കാൾ പ്രധാനം എന്തിനെന്നെയാണ്? കഴിവിന് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ലെവലിലേക്ക് പിന്നീട് ആരുയർന്നു? ഈ പറഞ്ഞ മനുഷ്യന്മാർ ഉയരുകയാണ്. സച്ചിൻ ടെണ്ടുൽക്കർ 15ാമത്തെ വയസ്സിൽ വീശി. ആർക്ക് വേണ്ടി? ഇന്ത്യക്ക് വേണ്ടി ബാറ്റ്. ഇതേപോലെ ഒരുപാട് ആളുകൾ. ആരാ പഠിച്ചിട്ടുള്ളത്? ഷോർട്ട് ലെഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു. അവനെ വിളിച്ചിരുന്ന പേര് കുഞ്ഞിക്കാലൻ എന്ന്. സ്കൂളിലേക്ക് പോകുമ്പോൾ കുഞ്ഞിക്കാലനായതുകൊണ്ട് കുട്ടികളൊക്കെ അവനെ കളിയാക്കാൻ തുടങ്ങി. ചരിത്രം പഠിച്ചു നോക്ക്, സുന്ദരമായ രസകരമായ സ്റ്റോറീസ് അതൊക്കെ. ആ സമയത്ത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ നാണം കുടുങ്ങിയായി വരും. അങ്ങനെ അമ്മൂമ്മയുണ്ടല്ലോ, ഈ ഉമ്മാമാർ നെഗറ്റീവ് പറഞ്ഞാൽ ഭയങ്കര എഫക്റ്റാണത്. പോസിറ്റീവ് പറഞ്ഞാൽ അതിലേറെ എഫക്റ്റായി. ചില ആൾക്കാർക്ക് ഉമ്മയേക്കാൾ ഇഷ്ടം ഉമ്മാമ്മമാരായിരിക്കും. ചില ആൾക്കാർക്ക് പേരക്കിടാങ്ങളെ മക്കളെക്കാളും ഇഷ്ടം ഉണ്ടാവും. ആ അമ്മൂമ്മ അന്ന് തലയിൽ തലോടിക്കൊണ്ട് വെറുതെ ഒരു വാക്ക് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? മോനെ, ഈ കുഞ്ഞിക്കാല് കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കുന്ന ഒരു കാലം വരും. ആ കുഞ്ഞിക്കാലൻ്റെ പേരാണ് ദ ഗ്രേറ്റ് ലയണൽ മെസ്സി എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മോനെ, ഈ കുഞ്ഞിക്കാല് കൊണ്ട് നീ ഇതിഹാസം സൃഷ്ടിക്കുന്ന ഒരു കാലം വരും. വെറുതെ അമ്മൂമ്മ പറഞ്ഞൊരു വാക്കാണ്. സ്കിൽസ്. പഠിത്തത്തിൻ്റെ അപ്പുറത്തേക്ക് സ്കില്ലുകൾ കടന്നു പോകുന്നത് എവിടെയാണ്? സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് കൊട ഒന്ന് മഴ നനയാതിരിക്കാൻ ഒരു വെള്ളക്കാരൻ കുട്ടിയുടെ കൊടയിലേക്ക് കയറി നിന്നൊരു പാവം കുട്ടിയുണ്ട്, കറുത്ത കുട്ടി, കറുത്ത മനുഷ്യക്കുട്ടി. ആ കുട്ടി കയറി നിന്നപ്പോൾ ഈ വെള്ളക്കാരൻ കുട്ടി തള്ളിയിട്ട് ആ ചളിയിൽ കിടന്ന് അവിടുന്ന് ഭയങ്കര സങ്കടപ്പെട്ട് എഴുന്നേറ്റ് വന്ന് വെള്ളക്കാരൻ കുട്ടി ഒന്ന് അടിച്ചു. അന്ന് വൈറ്റ് ബ്ലാക്ക് ഇഷ്യൂ നടക്കുന്ന സമയമാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്യൂ നടക്കുന്ന സമയമാണ്. ചുരുക്കി പറഞ്ഞാൽ വെള്ളക്കാരൻ കുട്ടികളെല്ലാവരും കൂടി കറുത്ത കുട്ടിയെ ചളിയിലിട്ട് തല്ലി. അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചു നോക്ക്. അന്ന് ആ കുട്ടികളെ കുതറിക്കൊണ്ട് ഓടി തൻ്റെ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ടോടി. ആ കുട്ടിയുടെ പേരാണ് ആഷസ് ക്ലേ. ആ ഓടുന്ന ഓട്ടത്തിൽ ആ കുട്ടി ചിന്തിച്ചിട്ടുണ്ട്, ലോകത്തിലെ ഇതിഹാസ വീരനായി എനിക്ക് മാറണം, ബോക്സിംഗ് താരമായി മാറണമെന്ന് ആ ഓട്ടത്തിലെന്ന് ആ കുട്ടി ചിന്തിച്ചതാണ്. ആ ചിന്ത എവിടെ എത്തിയെന്നറിയോ? ആഷസ് ക്ലേ എന്ന മുഹമ്മദ് അലി ക്ലേ ലോകത്തിലെ ഏത് വലിയ സ്പോർട്സിൻ്റെ ലോക മത്സരം നടക്കുമ്പോൾ അതിൽ ദീപശിഖ കൊളുത്താൻ ലോകം തീരുമാനിച്ച പേരാണ് ആഷസ് എന്ന മുഹമ്മദ് അലി ക്ലേ. ഇല്ലായ്മയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള മനുഷ്യരായി ഇവരൊക്കെ. അതുകൊണ്ട് സ്കില്ലിന് ഇവിടെ എല്ലാറ്റിലൂടെ സ്കില്ലാണ് ഞാനീ പറയുന്നത്.
എല്ലാവരുടെയും സ്കില്ല്, എത്ര ആൾക്കാർക്ക് നമ്മൾ വിചാരിച്ചു അതിമനോഹരമായിട്ട് ഭംഗിയുണ്ടാകുമ്പോഴാണ് ഇതൊക്കെ നടക്കുക. നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മദ്രാസിലെ മമ്മൂട്ടിയുടെ വീട്ടിൽ പോയി. അപ്പം അന്ന് ഈ ദുൽഖർ എന്ന് പറയുന്ന കഥാപാത്രം പഠിക്കുന്ന സമയമാണ്. അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞങ്ങൾ കുറേ ഇരുന്ന് സംസാരിച്ചു. വേറെ കാര്യത്തിന് ഇങ്ങനെ പോയപ്പോൾ വെറുതെ കണ്ട മമ്മൂട്ടിയെ കാണാൻ പോയതാണോ, അപ്പോൾ അവിടെ ഇല്ല, അതുകൊണ്ട് മോനെ കണ്ട് സംസാരിച്ചു. ആ മോൻ അന്ന് കണ്ടപ്പോൾ എനിക്കൊരു ധാരണയില്ലായിരുന്നു എന്തായാലും ഇവൻ സിനിമയ്ക്ക് വരില്ല എന്ന് നമ്മൾ വിചാരിച്ചത്. അവനെ സൗണ്ട് എഞ്ചിനീയറിങ്ങിന് പഠിക്കുക, അപ്പം പിന്നെ ആ മേഖലയിലേക്ക് പോകുന്നതാണ്. പക്ഷെ ഇന്ന് എവിടെ എത്തി? കേരളക്കരയിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ ചിലപ്പോൾ വാപ്പയേക്കാൾ മുകളിലേക്ക് മോനെത്തിയിട്ടുണ്ടാവും. കേരളത്തിൽ നിന്ന് അപ്പുറം ഞാൻ സിനിമക്കാരെ കുറിച്ച് പറയല്ല. ഇന്ന് കേരളത്തിൽ നിന്ന് ലോകമറിയപ്പെടുന്ന ഏറ്റവും വലിയ താരം ഏതാണെന്നറിയോ? മമ്മൂട്ടി, മോഹൻലാൽ ഇതൊന്നുമില്ല. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും കാര്യം. ഫഹദ് ഫാസിലാണ്. സ്കില്ല് കൊണ്ട് കയറി വന്നതാണ്. അവരവരുടേതായ സ്കില്ലിലൂടെ. അവിടെ ലോകത്തിൽ എപ്പോഴും സ്കില്ലിന് പ്രാധാന്യമുണ്ട്. ആ സ്കിൽ ഓറിയന്റേഷന് പ്രാധാന്യമുണ്ട്. എത്ര കഥകൾ പറയാനുണ്ട് നമുക്ക്. ലോകത്തിലെ എല്ലാ ആളുകളും അങ്ങനെയല്ലേ, സ്കില്ലിലൂടെയല്ലേ കയറി വന്നിട്ടുള്ളത്. ഓരോ സംഗീതജ്ഞന്മാരാകട്ടെ, തൻ്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾ വന്ന് അവസാനം മരണത്തിൻ്റെ ശയ്യയിൽ കിടക്കുമ്പോൾ അവസാനം ദിലീപ് കുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എവിടെ പോയാൽ അതൊന്നും മാറുക എന്നുള്ളത്. അവസാനം ആരോ പറയുന്നത് കേട്ട് അല്ലാ രക്ക എന്ന് പറയുന്ന ഒരു വലിയൊരു സൂഫിയായൊരു മനുഷ്യനുണ്ട്. അയാളുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ, AR റഹ്മാൻ തന്നെ എഴുതി വെച്ചതാണ്, നടക്കുമെന്ന്. ഓരോരുത്തരുടെ വിശ്വാസമാണ്. അങ്ങനെ ഈ പെങ്ങളെയും കൊണ്ട് അവിടെ പോവാണ്, അല്ലാ രക്കയുടെ അടുക്കൽ പോവാണ്. അവസാനം അവനിങ്ങനെ ഈ പെങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി കുറച്ച് പൈസ ഉണ്ടാക്കാൻ ചെറിയ ബിറ്റ്സുകൾ ഉണ്ടാക്കുന്നു. അവസാനം ഇന്ത്യയിൽ അറിയപ്പെടുന്നൊരു വലിയ സംവിധായകൻ പുതിയ മ്യൂസീഷ്യനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവനൊരു ബിറ്റ് അയച്ചു കൊടുക്കുന്നു, തള്ളുന്നു. അവസാനം പറഞ്ഞ ഈ വാക്ക് എന്താണെന്നറിയോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്ക്, എനിക്ക് ഒരവസരം നിങ്ങൾ തരൂ, ലോകത്തിൽ ആരും ഇന്നേ വരെ മീട്ടിയിട്ടില്ലാത്ത ഈണത്തിൽ ഞാൻ നിങ്ങൾക്ക് ഗാനം തരാം. അങ്ങനെയാണ് പിന്നെ തൻ്റെ പേരിനോട് അല്ലാ രക്ക എന്ന പേര് ചേർത്ത് അല്ലാ രക്ക റഹ്മാനായ AR റഹ്മാൻ. സ്കില്ല് കൊണ്ട് വളർന്നു പോയ ചെറുപ്പക്കാരനാണ്. ഒരുപാട് വിദ്യാഭ്യാസം കൊണ്ടല്ല, തൻ്റെ ആ മേഖലയിൽ ഒരുപാട് വിദ്യാഭ്യാസം ഉണ്ടായിട്ടുണ്ടാവും. തൻ്റെ സംഗീതത്തിൽ ഒരുപാട് ആഴങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ ആദ്യത്തെ 5 മ്യൂസീഷ്യൻസിനെ എടുത്താൽ അതിൽ ഒന്ന് AR റഹ്മാൻ്റെ പേരാണ്. ലോകത്തിൽ ഇന്നുള്ള 5 പേരെ എടുത്താൽ അത്രമാത്രം ലോകത്തിൽ വളർന്നു പോയൊരു ചെറുപ്പക്കാരൻ. സ്കില്ലാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതും ഞങ്ങളും തമ്മിൽ എന്താ ബന്ധം നിങ്ങൾ ചോദിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ സ്കില്ല് കൊണ്ട് പടിപടിയായി ഉയർന്നു പോകുമ്പോൾ വെറും നോളേജ് കൊണ്ട് മാത്രം നമ്മൾ ഇരിക്കേണ്ടി വരും. നോളേജ് കൊണ്ട് മാത്രം നമുക്ക് എവിടെയും പോകാൻ കഴിയില്ല. ഒന്നും കൂടി കയറി പറഞ്ഞാൽ നിങ്ങൾ പാഷനേറ്റായി മാറേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ ഒരു പാഷൻ തന്നെ നോക്കും. കാരണം അവിടെയുള്ള ആളുകളെ ചികിത്സിക്കുമ്പോൾ ആ ചികിത്സയും ഇമോഷനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. പാഷനേറ്റ് അല്ലാത്ത ഒരാൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോരും. ഇപ്പോൾ ഒരു ടീച്ചറാണെന്ന് വിചാരിക്കും. ടീച്ചേഴ്സ്, നല്ല പാഷനായിട്ടുള്ള ടീച്ചേഴ്സ്, പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ സമയം നോക്കാറില്ല, തൻ്റെ കുട്ടികളെ അകറ്റി നോക്കാറില്ല, തൻ്റെ കുട്ടികളെ പുറത്താക്കാറില്ല. ഇവിടെ പുറത്താക്കുന്ന അധ്യാപകരുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഉറങ്ങിത്തൂങ്ങുന്ന കുട്ടികളോട് ഗെറ്റ് ഔട്ട്, ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പുറത്താക്കാൻ അധികം സ്കില്ലിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ആ കുട്ടിയെ അവിടെ തന്നെ ഇരുത്തിയിട്ട് പഠിപ്പിക്കാൻ ഒരുപാട് സ്കില്ല് വേണം. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടിയെ അടുത്ത് പോയിട്ട് തലയിൽ തലോടിയിട്ട് മോനെ നീ എന്തടാ ഉറങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ടീച്ചർ എൻ്റെ അമ്മക്ക് ക്യാൻസർ തുടങ്ങി, രാത്രിയിൽ ഉറക്കം കിട്ടുന്നില്ല ടീച്ചറെ. ഇവിടെ ആരെങ്കിലും ഇമോഷൻ അളക്കാറുണ്ടോ? ആരെങ്കിലും കുട്ടികളെ കൗൺസിലിംഗ് നടത്താറുണ്ടോ? അതിനൊക്കെ സ്പെഷ്യൽ കൗൺസിലേഴ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകല്ലേ. ഓരോ അധ്യാപകരും കൗൺസിലേഴ്സാണ്. ഓരോ കുട്ടിയുടെയും പൾസ് അറിയണം, ഓരോ കുട്ടിയുടെയും ജീവിതഗതി അറിയണം, ആ കുട്ടിയുടെ ബാക്ക് ഹിസ്റ്ററി പഠിക്കണം. ആ കുട്ടി ഒരു പക്ഷേ അതുകൊണ്ട് മാത്രമായിരിക്കും ബാക്കോട്ട് പോണത്. പെൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഇന്ന് പെൺകുട്ടികൾ ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. പഴയ കാലത്തും അങ്ങനെ തന്നെയാണ്. മലയാളികളെ കുറിച്ച് തമിഴന്മാർ പറയുന്നൊരു വാക്ക് തന്നെ ഉണ്ട്, പ്രസംഗത്തിൽ പറയാൻ കഴിയില്ല, എന്നാലും ഞാൻ നല്ല ഭാഷയിൽ പറയാം. ഒരാൾക്ക് മുള്ളാൻ മുട്ടിയാൽ എല്ലാവർക്കും കൂടി മുള്ളാൻ മുട്ടും, അതാണ് കേരളക്കാരെന്നാണ്. ക്ലാസ് ടീച്ചറോട് വന്നിട്ട് 10 ആൾക്കാർ ഒന്നിച്ചാലേ ചോദിക്കുക, പറഞ്ഞ മനസ്സിലായോ, ഞങ്ങളൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ. അത്ര അറ്റാച്ച്മെൻ്റാണ്. അപ്പം സത്യത്തിൽ ഒരു പെൺകുട്ടിയോട് പിണങ്ങിയാൽ, ഈ പെൺകുട്ടികൾക്കുള്ള പ്രകൃതങ്ങളുണ്ട്, എല്ലാം കൂടി പറയാൻ പറ്റിയൊരു സന്ദർഭമല്ലത്. അവർ പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരൊറ്റ കാരണത്താൽ അവരുടെ സ്കില്ല് പോവും.
എൻ്റെ തിസീസിൻ്റെ ഒരു ഭാഗം തന്നെ അതായിരുന്നു, ഇമോഷണൽ ബ്രേക്കിംഗ് എങ്ങനെയാണ് ഇൻ്റലക്ച്വലിനെ ബാധിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇന്ന് രാവിലെ എൻ്റെ ഭാര്യ എന്നോട് എന്തെങ്കിലും വഴക്ക് പറഞ്ഞ് ഞാൻ അവളോട് തല്ലിയിട്ടാണ് വരുന്നതെങ്കിൽ എൻ്റെ പ്രസംഗം പോലും നിങ്ങൾക്ക് എന്താകില്ല, നല്ല പോലെ കേൾക്കാൻ കഴിയില്ല. കാരണം എൻ്റെ ഇൻ്റലക്ച്വൽ കംപ്ലീറ്റ് മാറി നിൽക്കും അവിടെ. അതുകൊണ്ട് എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്ത് പോകണം. ഉറപ്പം നമുക്ക് ഷാർപ്പായിട്ട് കിട്ടണം, ഉറക്കം നമുക്ക് നന്നായിട്ട് ഷാർപ്പായിട്ട് കിട്ടണം. 7 hours ഉറങ്ങണം എന്നാണ്, 6 hours എങ്കിലും ഉറങ്ങണം. ഇത് നമ്മുടെ കംപ്ലീറ്റ് ബോഡി അലൈൻമെൻറ്റ് തെറ്റിപ്പോവുക. കാരണം നിങ്ങൾ 1 മണി വരെ ഇരിക്കുകയാണ്, എന്നിട്ട് നേരെ 6 മണി 7 മണിക്ക് വേണ്ടിയിട്ട് കോളേജിൽ പോവുകയാണ്. എത്രയാണ് നിങ്ങൾ ഉറങ്ങുന്നത്? ഇപ്പം ബിൽഗേറ്റ്സ് പറയുന്ന ഒരു വാക്കുണ്ട്, ക്യാൻസറിസ്റ്റിക് ആകാൻ. നമ്മുടെ ഇത് ധ്രുവരാട്ടി ഉണ്ടല്ലോ, അവനൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ധ്രുവരാട്ടിയുടെ വീഡിയോ ലോകത്തിൽ മുഴുവൻ കാണുന്നൊരു വീഡിയോ ആണ്. ഇപ്പോൾ അദ്ദേഹം ഇറക്കിയിട്ടുള്ള റിസർച്ചിൽ പറയുന്നുണ്ട്, ഉറക്കം കുറഞ്ഞ ആളുകൾക്ക്, ഉറക്കം കുറവുള്ള ആളുകൾക്ക്, അലൈൻമെൻറ്റ് തെറ്റിയ ആളുകൾക്ക് ക്യാൻസർ വരാനുള്ള ധാരാളം സാധ്യതകളാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ്. അദ്ദേഹം വെറുതെ എന്തെങ്കിലും പറയല്ല, കംപ്ലീറ്റ് ലോക ആരോഗ്യ സംഘടനയുടെ ഇതിൻ്റെ എല്ലാ കണക്കുകളും പുറത്തുവിട്ടിട്ടായി പറയുന്നത്. അദ്ദേഹം വളരെ എഡ്യൂക്കേറ്റഡാണ്. കാരണം ഉറക്കം പോയാൽ ഉണ്ടാകുന്ന പ്രശ്നം. ഇതിപ്പോൾ നിങ്ങൾ എല്ലായിടത്തും ഒന്ന് പോയി നോക്കി, സ്കില്ലിൻ്റെ കൂട്ടത്തിൽ അതും കൂടി പറഞ്ഞോട്ടെ. അല്ലെങ്കിൽ നമ്മളെവിടെ നിൽക്കുക, എൻ്റെ സഹോദരിമാരോട് പറയണം കേട്ടോ. നാളെ മിംസിൽ കണ്ടില്ലേ, 8 പെൺകുട്ടികൾക്ക് ഒന്നിച്ചിട്ട് ക്യാൻസർ, അതും സ്കിൻ ക്യാൻസർ. എന്താ കാര്യം? അവർ മുഖത്ത് തേച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഡോക്ടേഴ്സ് പഠനം നടത്തിയപ്പോൾ മുഖത്ത് തേച്ചിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവന്നതാണ്. ബ്യൂട്ടി സത്യത്തിൽ പുറത്തുണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ലോകം സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ കറുപ്പന്മാരൊക്കെ എത്ര ടോപ്പ് ബ്യൂട്ടിയാണെന്നറിയും. ആഫ്രിക്കക്കാർ, എനിക്ക് ആഫ്രിക്കയിൽ ബിസിനസ് ഉള്ള ആളാണ്. ലൈബീരിയയിലും ഗാനയിലൊക്കെ എനിക്ക് ബിസിനസ് ഉണ്ട്. അവരെ കാണാനൊന്നും ആദ്യം വലിയ ഈ ആണുങ്ങളൊക്കെ ഭയങ്കര പവർ. ഇപ്പോൾ വൈറ്റ് ആളുകൾ വരെ ബ്ലാക്കേരെ തിരഞ്ഞെടുക്കണം കല്യാണം കഴിക്കാൻ. അത്രമാത്രം ബ്യൂട്ടി ഉണ്ട് അവരൊക്കെ. നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് നമുക്ക് ബ്യൂട്ടി കുറവാണ്, നമുക്ക് വട്ടമുഖമല്ല, നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു കുട്ടിയോട് മൂക്ക് നീണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആയുഷ്കാലം മുഴുവനും മൂക്ക് നീണ്ടത് ആലോചിച്ച് നടക്കുക കുട്ടി. എന്തും നീളട്ടെ, അതൊന്നും നമുക്ക് പ്രശ്നമല്ല. ഒരിക്കലും കാണാൻ ചേരില്ലാത്ത, കാണാൻ ഒരു ഭംഗിയില്ലാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുടി ശരിക്ക് വാർന്നാൽ നിൽക്കാത്ത ഒരു പയ്യൻ, പേപ്പർ എന്ന് പറഞ്ഞിട്ട് രാമപുരത്ത് ഇങ്ങനെ കിടന്നിട്ട് പേപ്പർ വിറ്റ പയ്യൻ, അദ്ദേഹം പറയുന്നുണ്ട്, ഓരോ സ്ഥലത്ത് പോകുന്ന സമയത്തും എൻ്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ കൂടുമായിരുന്നു. ഐ ഹാവ് എ ഡ്രീം. മാർട്ടിൻ ലൂതർ കിങ്, നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. നിങ്ങളുടെ സ്പീച്ചിൽ 7 തവണ നിങ്ങൾ പറയുന്നുണ്ട് ഐ ഹാവ് എ ഡ്രീം, ഐ ഹാവ് എ ഡ്രീം, ഐ ഹാവ് എ ഡ്രീം. ഞാൻ നേരത്തെ പറഞ്ഞ 2ാമത്തെ പ്രഭാഷകൻ മാർട്ടിൻ ലൂതർ കിങ് ആണ്. എനിക്കൊരു സ്വപ്നമുണ്ട്, ഈ അമേരിക്കയിലെ മിസിസിപ്പിയിൽ കറുത്തവനും വെളുത്തവനും ഒന്നിച്ച് തോളോട് തോളുരുമ്മി പോകുന്ന ഒരു കാലത്തെ ഞാൻ സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ പേരാണ് മാർട്ടിൻ ലൂതർ കിങ്. പോരാ, ഒരു കറുത്തവൻ അമേരിക്കയുടെ ഭരണാധികാരിയായി വരുന്നതിന് സ്വപ്നം കാണുന്നു ഞാൻ. Then I have a dream. പിന്നെയും എനിക്കുണ്ടൊരു സ്വപ്നം. ആ ഒരു സ്വപ്നത്തിലൂടെയാണ് അദ്ദേഹം കടന്നു. ആ മാർട്ടിൻ ലൂതർ കിങ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ആ വാക്ക് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന്. വ്യത്യസ്തമായി ചിന്തിക്കുമ്പോൾ സാറെന്നെ കൂട്ടിക്കൊണ്ടു പോയത് മറ്റു കുട്ടികളോടൊപ്പം പരുന്ത് പറക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാനാണ് കടപ്പുറത്ത്. പക്ഷെ അതിന് വല്ലപ്പോഴും പോകുന്ന അന്ന് 1950കളിലൊക്കെ ആയിട്ടുള്ള കാലങ്ങളിൽ അതിലൂടെയൊക്കെ കടന്നു പോകുന്ന വല്ലപ്പോഴും പോകുന്ന ഫ്ലൈറ്റിനെ ഞാൻ നോക്കി നിന്നിരുന്നു. സാറെന്നെ കാണിപ്പിച്ചത് പരുന്ത് പറക്കുന്നതിനെ കുറിച്ച് പറയാനാണ്. പക്ഷെ അതിലൂടെ പോകുന്ന എപ്പോഴെങ്കിലും പോകുന്ന ഫ്ലൈറ്റിനെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു. ഐ വാണ്ട് ടു ബിക്കം എ പൈലറ്റ്. പക്ഷേ സ്വപ്നം കണ്ടതിനേക്കാൾ അപ്പുറത്തേക്ക് സഞ്ചരിച്ചു APJ അബ്ദുൽ കലാം. കാണാൻ ഒരിക്കൽ ഞാൻ 3 തവണ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിനെ. കാണാൻ പ്രത്യേകിച്ച് ശേലമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ബോഡിയല്ല നമ്മളെ നിയന്ത്രിക്കുന്നത്. നമുക്ക് ഭംഗിയുണ്ടോ, നമ്മൾ കറുത്തവരാണോ വെളുത്തവരാണോ, അതൊക്കെ വിട്ടേക്ക്. നമ്മുടെ കപ്പാസിറ്റിയെ. കേരളത്തിൽ എന്നും ഏറ്റവും വലിയ പ്രഭാഷകൻ ആരാന്ന് വെച്ചാൽ എൻ്റെ ഉത്തരം, പല ആളുകളുടെയും ഉത്തരം അത് ഡോക്ടർ സുകുമാർ അഴീക്കോടാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ അദ്ദേഹത്തെ നേരിട്ട്? അധികം ഹൈറ്റ് ഇല്ലാതെ, ഭംഗിയില്ലാതെ, ശാരീരിക ഭംഗിയില്ലാതെ, സ്കില്ല് കൊണ്ട് വളർന്നു പോയൊരു മഹാമനുഷ്യൻ്റെ പേരാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട്. ഓരോ വാക്കുകൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന, നിങ്ങൾ കോഴ്സ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ഓരോ കോഴ്സുകളും സ്കിൽ ഓറിയൻറ്റഡ് ആണ്. അവിടെ സ്കിൽ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല എന്ന് പറയാനാണ് ഞാൻ ഇത്രയും ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. സ്കിൽ ഓറിയൻറ്റഡ്. ആ സ്കില്ലിലേക്ക് നമ്മൾ കയറണം. ഏത് സ്കില്ലിലേക്ക്? അവതരണത്തിൻ്റെ സ്കില്ലൊക്കെ നിങ്ങൾ വിട്ടേക്ക്, കോഴ്സിൻ്റെ സ്കില്ലിലേക്കെങ്കിലും നിങ്ങൾ എത്തണം. എന്താ കോഴ്സിൻ്റെ സ്കില്ല്? ഫോർ എക്സാമ്പിൾ, ഒരാളെ അനലൈസ് ചെയ്യുന്ന സമയത്ത്, ഒരു രോഗിനെ അനലൈസ്, അയാളിരുന്ന് കരയാണ്. ഇപ്പം നിങ്ങളവിടെ അറ്റൻഡറായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയുക എന്തായിട്ട് നിങ്ങൾ അയാൾ അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. വേണ്ടേ? വേണോ വേണ്ടേ? ഇമോഷണൽ അനലൈസ് ചെയ്യണം.
മെഡിസിൻ ഉണ്ടാക്കുകയാണ്, അതിൻ്റെ എത്തിക്സ് നിങ്ങൾക്ക് കാണാൻ പറ്റണം. നിങ്ങൾ റേഡിയോളജിയാണ്, അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾ പഠിക്കുന്ന കോഴ്സുകൾ, അതിലൊക്കെ ആ സ്കില്ലിലേക്ക് നിങ്ങൾ എത്താൻ പറ്റണം. എല്ലാവരെയും സല്യൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം, സാർ എന്ന് വിളിക്കാൻ പറ്റണം. തമിഴന്മാരാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാറേ സാറേ എന്ന് വിളിക്കുന്ന ആൾക്കാർ. തമിഴന്മാർക്ക് ഭയങ്കര പൊളൈറ്റ്നെസ് ആണത്. കളക്ടർമാർ വരെ നമ്മളെ വിളിക്കും സാർ, കേൾക്കാൻ തന്നെ ഒരു ചന്താണത്. മലയാളികൾക്ക് പിന്നെ അതൊന്നുമില്ല, എന്ത് സാറ്, മനസ്സിലായോ? നമ്മൾ ഏതെങ്കിലുമൊക്കെ വലിയ ഹോട്ടലിൽ പോയാൽ അവർ സ്വീകരിക്കുമ്പോൾ നമ്മളെ ഭാര്യമാരോ ഉമ്മാരൊക്കെ ഉണ്ടെങ്കിൽ മാഡം എന്ന് അറിഞ്ഞുകൊണ്ടാണ് എന്തൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ഒരു നമ്മളെങ്ങനെ നോക്കും, ഞാനോ മാഡോ എന്നിപ്പോൾ ഇതായി എന്നുള്ളതാണ്. അതൊരു പ്രസ്റ്റീജാണ്. ആളുകളോടുള്ള കമ്മ്യൂണിക്കേഷൻ, അവരോടുള്ള പൊളൈറ്റ്നെസ്, നമ്മൾ എത്ര വളർന്നു പോയാലും അതൊരു സ്കില്ലാണ്. സോഷ്യൽ റാപ്പോ എന്നാണ് അതിന് ആ സ്കില്ലിന് പറയുന്ന പേര്, സോഷ്യൽ റാപ്പോ എന്നാണ്. നമ്മൾ ഒറ്റയ്ക്ക് പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല, സൊസൈറ്റിയോട് നല്ല ബന്ധമുണ്ടാകണം. അതൊരു സ്കില്ലാണ്. സോഷ്യൽ റാപ്പോ എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്. സൊസൈറ്റിയോട് നല്ല ബന്ധമുണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഫ്രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കൾ ആരും പേടിക്കൊന്നും വേണ്ട. പോസിറ്റീവായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം. പോസിറ്റീവ് ആവണമെന്നേ ഉള്ളൂ. അതിനേതെങ്കിലുമൊക്കെ പ്രണയമെന്ന് പറയുന്ന ആൽമരത്തിൽ കൊണ്ടുപോയി തറച്ചാലേ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പെൺകുട്ടികളോടൊരു കാര്യം പറയും, പറഞ്ഞോട്ടെ മോമലി സാറേ, ഈ പ്രണയം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അത് ലോകം ഭയങ്കര രസകരമായിട്ടൊക്കെ എഴുതിയതാക്കിയിട്ടുണ്ടെങ്കിലും ഒരാളെ മാത്രം കിനാവ് കൊണ്ടിരുന്നിട്ട് എന്ത് കാര്യമാണ്, എന്താ നമുക്ക് നേടാനുള്ളത് ഈ ലോകത്തിൽ? ഒരാളെ മാത്രം കിനാവ് കാണുന്നതിൻ്റെ പേരാ പ്രണയം. അങ്ങനെ തന്നെയല്ലേ? മണ്ടു മൂന്ന് ആൾക്കാരെ ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതിന് പ്രണയം എന്ന് അറിയില്ലല്ലോ. എന്നാൽ എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി ഒരാളെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പേരാണ് സ്നേഹം. പ്രണയത്തേക്കാൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. എല്ലാവരോടും നമുക്ക് സ്നേഹമുണ്ട്. എൻ്റെ മോനോ, ഒരാളെ മാത്രം ആലോചിച്ചാൽ നമ്മൾ സ്കില്ല് പോയി പോകുന്നു. ഞാൻ നെഗറ്റീവ് പറയാൻ നിങ്ങൾ വിചാരിക്കരുത്, ഞാൻ സൈക്കോളജിയാണ് പറഞ്ഞത്. ഇതാ എത്രയോ A+കാരുടെ A+ പോകാൻ കാരണം ഈ ഒരു പറഞ്ഞ സാധനമാണ്. വലിയ വലിയ ആൾക്കാർ തകർന്ന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരാളെക്കുറിച്ച്, നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട് ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നല്ല പോസിറ്റീവായ ഭരണാധികാരിയായിരുന്നു. പക്ഷെ പോകുമ്പോഴൊക്കെയും പ്രണയിനിക്ക് കത്തെഴുതുമായിരുന്നു. പ്രണയിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ഒരു കാമുകിക്ക് കത്തെഴുതും. നീ കാണുന്നില്ലേ ഇതൊന്നും? രസകരമാണ് ആ കാലം വായിക്കാൻ. പോയി എനർജറ്റിക്കായി ലോകത്തിൻ്റെ ഒരുപാട്, ആ നിൽക്കുന്ന പർവ്വതം പോലും എൻ്റെ തീരുമാനങ്ങൾക്ക് തടസ്സമായി നിന്നാൽ അതിനെയും തകർത്ത് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തുമെന്ന് പറഞ്ഞ് യൂറോപ്പിനെ നോക്കിയിട്ട് അങ്ങേയറ്റം പറഞ്ഞൊരു മനുഷ്യൻ്റെ പേരാണ് നെപ്പോളിയൻ. എന്നിട്ടും അവസാനം തകർന്നത് എങ്ങനെയാണെന്നറിയോ നിങ്ങൾ? ഈ പെണ്ണിനെ കല്യാണം കഴിച്ചു. നെപ്പോളിയൻ്റെ ഹിസ്റ്ററി ഒന്ന് പഠിച്ചു നോക്ക്. 2 വർഷം അവർ ജീവിച്ചുള്ളൂ. 2 വർഷം. അതോടുകൂടി എന്തായി? അവസാനിപ്പിക്കേണ്ടി വന്നു. ഞാൻ പ്രണയത്തിനെതിരെ നിൽക്കാമെന്ന് വിചാരിക്കരുത്. പഠിക്കണ സമയത്ത് ഇതിനൊന്നും എത്തി നോക്കേണ്ട കാര്യമില്ല. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് നല്ല പ്രതിഭകൾ, ഞാൻ അനുവാദം തരില്ല, മെഡിക്കൽ കോളേജിൽ MBBS ഫൈനലിന് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രണയം തോന്നിയാൽ ആൾ PG എങ്കിലും കഴിഞ്ഞ ആളായിരിക്കും. മെഡിക്കൽ കോളേജിൽ ഒരു PG കഴിഞ്ഞ ഒരാളുണ്ടാവുമല്ലോ. എന്നിട്ട് അത് രക്ഷിതാവിനോട് വന്നിട്ട് പറയണം, എനിക്ക് അയാളെ ഇഷ്ടമാണ്, നിങ്ങളൊന്ന് അന്വേഷിച്ച് വയ്ക്കുന്നു. അല്ലാതെ വാപ്പയും ഉമ്മയും അച്ഛനും അമ്മയൊന്നും അറിയാതെ ദയവ് ചെയ്തിട്ട് നമ്മൾ സ്വന്തം ഡിസിഷൻ എടുക്കരുത്. 3000-ലേറെ കുട്ടികൾ കേരളത്തിൽ നിന്ന് ചാടിപ്പോയി. ആ ചാടിപ്പോയ കുട്ടികൾ ഓരോരുത്തരും തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മളൊരു സുഹൃത്തുണ്ട് കോഴിക്കോടുള്ള, അദ്ദേഹം ഇപ്പോൾ ഒരു സ്ഥാപനം ഉണ്ടാക്കുക. എന്താ സ്ഥാപനം? അദ്ദേഹത്തിന് ആ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ ഖത്തറിൽ പോയിരുന്നു, ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ഇതിനും വേണ്ടിയിട്ട്. അപ്പം ഞാൻ ചോദിച്ചത് എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു, ഈ തിരിച്ചു വരുന്നവരൊന്നും സ്വീകരിക്കാൻ പെരക്കാർ തയ്യാറല്ല, അതുകൊണ്ട് അവരെ മാറ്റി താമസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എവിടെ എത്തി കേരളം? നിയോ ലിബറലിസം എന്ന് പറയുന്ന ഒരു ലോകത്തിലൂടെ നമ്മൾ കടന്നു പോവാണ്. അതും കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സ്കില്ലിൻ്റെ ഒക്കെ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ, നമ്മളിങ്ങനെ ഇമോഷണലായിട്ട് നടക്കുകയാണ്. ഒരാളെ മാത്രം ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് എല്ലാവരും മറന്നു പോകും. സ്വന്തം പെറ്റ തള്ളയെപ്പോലും മറന്നു പോകുന്നതിൻ്റെ പേരാണ് പ്രണയമെന്ന് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ എന്ത് കാര്യം അതിന്? ഇവിടെ എല്ലാ കമ്മ്യൂണിറ്റിയിലും പെട്ട ആൾക്കാരുണ്ട്. ദയവ് ചെയ്തിട്ട് ഈ നിയമപരമായിട്ട് ചിലപ്പോൾ അതൊക്കെ നടക്കുമായിരിക്കാം, പക്ഷേ കോടതിയിൽ ഇവർ പോലും, ജഡ്ജിമാർ പോലും ചോദിക്കാറുണ്ട് അവസാനത്തെ ചോദ്യം ഈ കുട്ടിയോട് വിധി എഴുതുന്നതിന് മുമ്പ്, മോളെ നിനക്ക് അമ്മയുടെ കൂടെ പോയിക്കൂടെ, അല്ലെങ്കിൽ മോളെ നിനക്ക് ഉമ്മാൻ്റെ കൂടെ പോയിക്കൂടെ? ഈ ജഡ്ജിമാർക്ക് എന്തുണ്ട്? ഹൃദയം എന്ന് പറഞ്ഞ സാധനമുണ്ട്. നിങ്ങളറിയോ, എനിക്കുണ്ടൊരു മോള്. ഓരോ പിതാക്കന്മാരും ഓരോ മാതാക്കളും കണ്ണുരുണ്ണിയെപ്പോലെയാണ് നിങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളോടും ഞാൻ പറയാം, നിങ്ങളൊരിക്കലും അവതാളത്തിലൂടെ പോകരുത്, അപശ്രുതിയിലൂടെ പോകരുത്, ദയവ് ചെയ്തു പോകരുത്. പോയവരാരും രക്ഷപ്പെട്ടിട്ടില്ല. മാതാവിൻ്റെ കണ്ണുനീര് അഗ്നിയാണ്,
അത് ഉറ്റി വീഴുന്നത് നീ ശ്രദ്ധിക്കണേ എന്ന് പ്രവാചക തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഉറ്റി വീഴുന്നിടം കത്തിച്ചാമ്പലാകും. മാതാവിൻ്റെ കണ്ണുനീര് ഉറ്റി വീഴുന്നിടം കത്തിച്ചാമ്പലാകുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മാതാവ് ചിലപ്പോൾ കാണാനൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളറിയോ, നിങ്ങളെ ഈ കസിൻ ബ്രദേഴ്സും കസിൻ സിസ്റ്റേഴ്സും, ഈ പറയുന്ന ചങ്ക് ബ്രോസും ചങ്കായിട്ടുള്ള സിസ്റ്റേഴ്സും, നിങ്ങൾ പറയുന്ന ഓരോ ആൾക്കാരും സ്നേഹിച്ചു തുടങ്ങിയത് എന്നാ? നിങ്ങൾ അത്യാവശ്യം കാണാൻ ഭംഗിയുണ്ടെന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ആളാണെന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രതിഭയാണെന്ന് കണ്ടപ്പോൾ നിങ്ങൾ ഇവർ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് രണ്ടല്ലായിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ ഗർഭം ധരിച്ച ദിവസം, ഗർഭിണിയാണെന്നറിഞ്ഞ ദിവസം, ഡോക്ടേഴ്സ് വിധി എഴുതിയ ദിവസം മുതലേ ആ വയറ്റത്തിങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നൊരു പാവം സ്ത്രീയുടെ പേരാണ് മാതാവ്. അതിന് നിങ്ങൾ ചുരുക്കിക്കാണല്ലേ. അന്ന് മുതലേ നിങ്ങളുടെ കാലെങ്ങനെയെന്നറിയില്ല, കൈ എങ്ങനെയെന്നറിയില്ല, നിങ്ങളുടെ ഭംഗി എങ്ങനെയെന്നറിയില്ല, നിങ്ങൾക്ക് കണ്ണുണ്ടോ എന്നറിയില്ല, കാതുണ്ടോ എന്നറിയില്ല. അങ്ങനെയും കുട്ടികൾ ജനിക്കുന്നത്. നിങ്ങൾ ഓട്ടിസ്റ്റാണോ എന്നറിയില്ല, ഓട്ടിസം ബാധിച്ച കുട്ടിയാണോ എന്നറിയില്ല, എന്നിട്ടും സ്നേഹിച്ചു. ഞാൻ പറയും, നമ്മളെപ്പോലെയുള്ള കുറച്ച് ബുദ്ധിയുള്ള കുട്ടികളെക്കാൾ നല്ലത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളാണ്. എന്താ കാര്യം എന്നറിയോ? നമ്മൾ മാതാവിനെ ചുംബിച്ചിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? തിരിച്ച് മാതാവ് ഇങ്ങോട്ടും പെൺകുട്ടികളെ തീരെ ചുംബിക്കാറില്ല. അത് കല്യാണത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. അവൾ മാറ്റി പോകുന്ന സമയത്ത് അപ്പോഴേക്ക് എല്ലാവരും കൂടി ഓളെ ക്ലാസ്മേറ്റ്സൊക്കെ കൂടി കൊണ്ടുപോകുമ്പോൾ ഉമ്മാക്ക് എവിടെ ഇതിനൊക്കെ നേരം. ചിലപ്പോഴത്തെ കുട്ടികളൊക്കെ വീണ് പോകുന്നത് തന്നെ അമ്മ ഞാൻ പോട്ടെന്ന് പറഞ്ഞിട്ടാണ്. അതിന് മാറ്റി വെക്കല്ലേ. ഇടയ്ക്കിടയ്ക്ക് മക്കൾക്ക് മുത്തം കൊടുക്കുക, മക്കളെ ചാരത്ത് ചേർക്കുക, മക്കളുടെ കൂടെ നടക്കുക. സ്വന്തം പിതാവിനെ കുളം കാണുന്ന സമയത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിൻ്റെ ശേഷം കേട്ടോ, എന്നിട്ടിങ്ങനെ തള്ളിവിടാൻ സ്വാതന്ത്ര്യമുണ്ടാകണം ഈ ലോകത്തിലെ മക്കൾക്ക്. കാരണം വാപ്പ ഒരു എന്താകരുത്, ഒരു മർക്കട മുഷ്ടിക്കാരനാകരുത്. പിതാവ് ഒരു സോഫ്റ്റാണ്, പിതാവ് അവൈലബിളാണ്, അതോടൊപ്പം ആക്സസിബിളാണ്. നമുക്ക് ആക്സസ് ഉണ്ടാവണം, അവൈലബിളായിട്ട് കാര്യമില്ല. വീട്ടിൽ പിതാവുണ്ടാവും, മക്കൾക്ക് ചെല്ലാൻ പേടി. എന്നിട്ട് ആൺകുട്ടികൾ പറയൽ എന്താണ്? ചെറിയ മോനോട്, നീ പോയിട്ട് ഉപ്പാനോട് പറഞ്ഞൊക്കെ എനിക്കൊരു 500 രൂപ വേണമെന്ന് വളഞ്ഞു തിരിഞ്ഞിട്ടാ പറയാ. എന്തിനിത്? ഏത് ലോകത്തേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്? നമുക്ക് പിതാവിനോട് കാര്യം പറയാൻ പറ്റണം നല്ല രീതിയിൽ, സൗമ്യമായി. പിതാവ് നമ്മുടെ ഫ്രണ്ടാണ്. എല്ലാ അർത്ഥത്തിലുള്ള ഫ്രണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ പോലും നമ്മുടെ ഫ്രണ്ടാണ്. ആ ഒരർത്ഥത്തിൽ നമ്മൾ മുന്നോട്ട് കൊണ്ട് ഒരു മക്കളും മാതാപിതാക്കളെ കരയിപ്പിക്കരുത്. അതിനും കൂടിയിട്ടുള്ളതാണ് ഇത്തരം സ്ഥാപനങ്ങൾ. ഈ എംപയർ കോളേജ് എന്നും അത് ശ്രദ്ധിക്കാറുണ്ട്, വളരെ ശ്രദ്ധിച്ചത് മുന്നോട്ട് പോകാറുണ്ട്. ഇവരൊക്കെ അതിൻ്റെ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ഏത് ആളുകളിൽപ്പെട്ട ആൾക്കാരായാലും. ഏതമ്മയാ കരയാതിരിക്കുക? എൻ്റെ അടുത്ത് കേരളത്തിലൊരു പക്ഷേ ഇത്തരം കേസുകൾ വരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന ഒരാൾ ഞാനുമായിരിക്കും, സൈക്കോളജിസ്റ്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ. ഞാനൊരു പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ നീ ഒന്ന് പിന്മാറും എങ്ങനെയെങ്കിലും. അവൾ മുസ്ലിം കുട്ടിയാണ്, ഇപ്പുറത്തൊരു നമ്പൂരി പയ്യനാണ്. ആ നമ്പൂരി പയ്യൻ്റെ അമ്മ ഇങ്ങനെ കൈകൂപ്പിയിട്ട് എന്നോട് പറയാം, സാറേ എനിക്ക് ആകെ ഒരു മോനേ ഉള്ളൂ, അവനെ എനിക്ക് തിരിച്ചു തരണം സാർ. ആ മാതാവിൻ്റെ കരച്ചിൽ എവിടെ കൊണ്ടുപോയി തീർക്കും? ഈ പയ്യനെ എത്ര കിനാവ് കണ്ട് വളർത്തിയതായിരിക്കും. എന്തിനാ നമ്മൾ ഈ മാതിരി പണിക്കൊക്കെ നിൽക്കണം? എന്നിട്ട് അതിന് വേറെ കുറേ പേരുകൾ വിളിക്കുക, അറബിയിലുള്ള പേരും സംസ്കൃതത്തിലുള്ള പേരും വിളിക്കുക. എന്തിനത്? ഒരു പെൺകുട്ടിയും എന്താക്കരുത്, അങ്ങനെ പോകാൻ പാടില്ല. ഒരു ആൺകുട്ടിയും പോകാം. നിയമം ചിലപ്പോൾ അതിനെ സാധൂകരിക്കുന്നുണ്ടാകാം. ആരും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം വേദനിപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകരുത് നമ്മൾ. അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിക്കണം. പ്രണയം എന്ന് പറയുന്നത് ഉണ്ടാകേണ്ടത്, അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഉണ്ടാകേണ്ടത് പ്രൊഫഷണലി ലോഞ്ച് ചെയ്തതിന് ശേഷമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സരിത്തിനെ ഓർക്കുന്നു. ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ചെറുപ്പത്തിൽ വളർന്നു വന്ന പയ്യൻ. അവനിപ്പോൾ IB-യിലാണ്, ഇൻ്റലിജൻസ് ബ്യൂറോയിലാണ്. ഇൻ്റലിജൻസ് ബ്യൂറോൻ്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് അവനിപ്പോൾ പാർലമെൻറ്റിൽ. അതേപോലെ തന്നെ അവൻ്റെ വൈഫ്, ഈ സരിത്തിൻ്റെ വൈഫ്, അവൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ, ഇന്ദിരാഗാന്ധി എയർപോർട്ടിൽ IB വിങ്. IB ക്യാമ്പിന് പോയ സമയത്ത് അവിടുന്ന് കണ്ട് പ്രണയിച്ചു, കല്യാണം കഴിച്ചു. അതിനൊരു സ്റ്റാറ്റസ് ഉണ്ട്. അവർ പിന്നെ ഐസ്ക്രീം കഴിക്കാൻ അങ്ങോട്ട് പോവുക, ബൈക്കുമ്പോൾ ഇങ്ങോട്ട് പോയ, കടപ്പുറത്ത് പോയിരിക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോവാതെ ഇൻ്റലക്ച്വലി കാര്യങ്ങൾ മനസ്സിലാക്കി രണ്ടാളും ഒന്നിക്കുമെന്ന് വിചാരിച്ചിട്ട് പ്രണയിച്ചു. ഞാൻ അനുവാദം തരില്ല. ഇത് ഈ ചെറുപ്പത്തിലെ ഇങ്ങനെ +1 കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും ഇങ്ങനെ 3ാമത്തെ പ്രണയം, 4ാമത്തെ പ്രണയം, അത് കഴിഞ്ഞ് 5ാമത്തെ പ്രണയം. ഇതാ കുറേ കുട്ടികൾ ചിരിക്കുന്നുണ്ട്. പല ആൾക്കാരും അങ്ങനെ ഇവിടെ അല്ലെങ്കിലും കൂട്ടുകാരികളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പെൺകുട്ടിയെ, അവരെ പറയുന്ന പേരെന്നെ ബട്ടർഫ്ലൈസ് മൈൻഡ് എന്നാണ്. ബട്ടർഫ്ലൈസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ വലിയ അടങ്ങറാണ് കുട്ടികളെ.
16ാമത്തെ ആകെ ആൾ +1 ആയിട്ടുള്ളൂ. 16ാമത്തെ ആളെ പ്രണയിച്ച കുട്ടീനെ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് കൊണ്ടുവന്നിട്ട് 16 ആൾക്കാർ. അവളിങ്ങനെ എണ്ണി പറയാം, ഷുക്കൂർ, നൗഫൽ, അവർ ഇതെന്ത് പ്രണയം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ പ്രതിഭകളായിട്ട് എന്നിട്ട് നിങ്ങൾ ആ പ്രതിഭയായി നിൽക്കുമ്പോൾ ആളുകൾ ഇങ്ങോട്ട് സ്നേഹിക്കട്ടെ. അല്ലാതെ നമ്മളായിട്ട് പോയിട്ട് നിനക്ക് എന്നെ പറ്റിയോ എന്നറിയണേ പിന്നാലെ പോകല്ലേ. നിങ്ങൾ പ്രതിഭയായിട്ട് നിൽക്ക്, ആളുകൾ നിങ്ങളെ തേടി വരും. ആ തേടി വരുന്നത് വരെ നിങ്ങൾ അങ്ങോട്ടിങ്ങനെ കെഞ്ചിപ്പോകുന്നൊരവസ്ഥയുണ്ടാകരുത്. ആൺകുട്ടികളെ കുറിച്ച് ഞാനൊരു വാക്ക് പറയാണ്. പെണ്ണാരൻ്റെ ആൺകുട്ടികൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. സൈക്കോളജിയിൽ ഒട്ടുമിക്ക ആൺകുട്ടികൾ, ഇവിടെ ഉള്ളവരല്ലല്ലോ, ഇവിടെയൊക്കെ നല്ല കുട്ടികളാണ്, ഒരേ സമയം 6 ആൾക്കാർക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരാണ്. ഹായ് അങ്ങോട്ടയക്കും, ഹായ് ഇങ്ങോട്ടയക്കും. ആരാണോ ആദ്യം കൊത്തുന്നത് അയിമലാണ് നമ്മളെ ചൂണ്ടയുള്ളത്. ഇവിടുത്തെ ആൺകുട്ടികളൊക്കെ നല്ല മക്കളാണ്. അവിടെ ഇങ്ങനെ മെസ്സേജ് അയക്കണം. ഇപ്പം പെൺകുട്ടികൾ ഇത് തുടങ്ങിയെന്ന് കേട്ടിട്ടാണ് ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഇത് പെൺകുട്ടികളും തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ഇതാക്കല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തൊരു യശസ്സുണ്ടാവും എന്നറിയോ? നമ്മുടെ സ്കില്ല് അതിനെ കൊണ്ടുവന്ന് അതിനെ പഠിപ്പിച്ച് നമ്മൾ വിധാനത്തിലെത്തി അവസാനം. ഇപ്പം മിനിയാന്ന് ഞാൻ കുറച്ച് കരഞ്ഞു. ഞാൻ സാധാരണ എന്താ പറയുക, പ്രസംഗത്തിൽ പറയുന്നൊരു രംഗമാണ്. എൻ്റെ മകൻ UK പോയി, അവൻ ഇൻ്റർനാഷണൽ ഡിഗ്രി കഴിഞ്ഞ് നല്ല ഉഷാറായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PGക്ക് പോകാൻ വേണ്ടിയിട്ട് LSEയിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നു. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക്, അവിടുത്തെ ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റിയാണ്. പ്രിപ്പയർ ചെയ്യുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി വരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, അതിലേക്ക് കയറുമ്പോൾ അവൻ ആദ്യം കിട്ടിയ സാലറി അവൻ അയച്ചു. ആദ്യം കിട്ടിയ സാലറി ഏകദേശം 2.5 ലക്ഷം രൂപയോളൊക്കെയാണ് അവരുടെ സാലറി ഉണ്ടാവും. അപ്പോൾ അതയച്ച സമയത്ത്, പഠിക്കുന്ന സമയത്തുള്ളതാണ്, പഠിത്തം കഴിഞ്ഞിട്ടൊന്നുമില്ല. അതയച്ചത് അവൻ്റെ ജ്യേഷ്ഠൻ്റെ അക്കൗണ്ടിലേക്കാണ്. വലിയ തുക ഒന്നുമല്ല, എന്നാലും ചെറിയൊരു തുക. ഞാൻ പറയുന്നത് ജ്യേഷ്ഠൻ്റെ അക്കൗണ്ടിലേക്കാണ്. എന്നിട്ട് ജ്യേഷ്ഠനോട് പറയണത് ഉമ്മാക്ക് കൊടുത്തിട്ട് ഉമ്മാനോട് പറയണം ഉപ്പാക്ക് കൊടുക്കാൻ. ഞാൻ പ്രസംഗിച്ചത് ആകെ കോഴിക്കോട്ടുള്ളൊരു പയ്യനെ കുറിച്ചിട്ടാണ്. അത് കേട്ടതായിരിക്കും അവന്. കോഴിക്കോട്ടുള്ളൊരു പയ്യൻ ചെയ്തൊരു പണിയുണ്ട്, ഭയങ്കര രസകരമായി. പിന്നെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്ന്, ആ വീഡിയോ ഉണ്ടാക്കിയ ആൾ പറഞ്ഞു, നിങ്ങളെ പ്രസംഗത്തിൽ നിന്നാണ് ഞങ്ങൾ ആ വീഡിയോ ഉണ്ടാക്കിയത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തോ ആകട്ടെ, വാപ്പക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ എൻ്റെ വാപ്പയുടെ കൈ എന്നും ഇങ്ങനെയായിട്ടുള്ളത് ഒരിക്കലും ഇങ്ങനെയായിട്ടില്ല. ഇവിടെ ആ ശമ്പളം അങ്ങോട്ട് കൊടുക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കൈ താഴെയായി പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. എനിക്ക് ഫീസ് തരുമ്പോൾ, എനിക്ക് മിഠായിക്ക് പൈസ തരുമ്പോഴൊക്കെ അച്ഛൻ്റെ കൈ മുകളിലായിരുന്നു അമ്മേ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയില്ല, നിങ്ങൾ കൊടുത്തേക്കുന്നുള്ളത്. അതൊരു ആദരമാണ്, അതൊരു ബഹുമാനമാണ്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകില്ല. ആദ്യത്തെ സാലറി മക്കളുടേതെന്ന് പറഞ്ഞാലേ കുറച്ചൊരു വേദനയുള്ളതാണ്. നമ്മൾ ലക്ഷങ്ങൾ ചിലവാക്കി അവരെ പഠിപ്പിച്ച് അവരൊരു ജോലിക്ക് കയറി അധ്വാനിച്ച് ആദ്യമായിട്ടുള്ള സാലറി നമ്മളത് കിട്ടിയാൽ എന്താ ചെയ്യുക? എൻ്റെ ബ്രോസിന് കൊടുക്കണം, മറ്റവർക്ക് കൊടുക്കണം, അങ്ങോട്ട് കൊടുക്കണം, ഫ്രണ്ട്സിന് കൊടുക്കണം, എല്ലാവർക്കും മിഠായി കൊടുക്കും. പാവം ഇതൊക്കെ വളർത്തി വലുതാക്കിയ ഒരു പിതാവുണ്ടാവും ഗൾഫിൽ. അയാൾ എപ്പോഴും ചിലപ്പോൾ ഹോട്ടൽ പണി എടുക്കുകയായിരിക്കും. നിങ്ങൾ ഗൾഫിലേക്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഉപ്പൻ്റെ ഇതിലേക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് പറ, എൻ്റെ ആദ്യത്തെ സാലറിയാണ്. ഉപ്പ ഗൾഫിലാണെങ്കിൽ പോരാ, ഉപ്പൻ്റെ അടുത്ത് പൈസ ഉണ്ടാവും, എന്നാലും മക്കളുടെ ആദ്യത്തെ സാലറി അല്ലെങ്കിൽ മക്കളുടെ ആദ്യത്തെ അധ്വാനം ഒരു പിതാവിൻ്റെ സ്വപ്നമാണ്, ഒരു മാതാവിൻ്റെ സ്വപ്നമാണ്. ഞാൻ എന്നിട്ട് എന്താ ചെയ്തത്? ഞാൻ ഒരു മാതൃകയായിട്ട് പറയുന്നല്ല കേട്ടോ. ആദ്യം ഞാൻ അതിൽ നിന്നൊരു തുക എൻ്റെ വൈഫിന് കൊടുത്തു. കാരണം അവളാണല്ലോ എന്നെക്കാളും കൂടുതൽ എൻ്റെ മോനെ നോക്കിയിട്ടുണ്ടാവുക. പിന്നെ അവൻ്റെ ജ്യേഷ്ഠപ്പം ഇവിടെ ഉണ്ട്, PGക്ക് പോകാൻ വേണ്ടി UK പോകാൻ വേണ്ടി നിൽക്കണം, അവന് കൊടുത്ത്. ചെറിയ മോനക്ക് കൊടുത്തപ്പോൾ ഇന്നിപ്പോൾ രാവിലെ വിളിച്ചു പറഞ്ഞ ഏറ്റവും ചെറിയ ആൾ, എനിക്കും കിട്ടിയിട്ടാണ് നിൻ്റെ ശമ്പളം എന്ന് പറഞ്ഞിട്ട്, അവന് 10 വയസ്സായിട്ടുള്ളൂ. അത് നമ്മളെന്നെ ഇങ്ങനെ എന്താക്കരുത്, വിഴുങ്ങരുത്. അത് അതിൻ്റേതായ രീതിയിൽ കൊണ്ടുപോകണം. അങ്ങനെ ആദ്യത്തെ സാലറി നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഈ മാതാപിതാക്കളെ നിങ്ങൾ ഓർക്കണം. ഈ അധ്യാപകരുണ്ടല്ലോ, സ്കില്ലോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ ഈ അധ്യാപകർ എന്നും നിങ്ങൾ ഓർക്കണം. അധ്യാപകർ ഒരിക്കലും ആ മാസത്തിൽ കിട്ടുന്ന ശമ്പളം കൊണ്ടൊന്നുമല്ല അവരുടെ സന്തോഷം. ഞാനും 20 വർഷം അധ്യാപകനായാണ്. ദയവ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾ വിചാരിക്കല്ലേ. അവനവൻ്റെ കുട്ടികൾ ഉയർന്നു പോയിട്ട് ഒരു പൊസിഷനിലെത്തുമ്പോൾ മനസ്സിലായോ, അപ്പണ്ട് അധ്യാപകനൊരു കണ്ണുനീര് വരാൻ, ഒരു ആത്മാർത്ഥതയുള്ള അധ്യാപകൻ. ഒരു +2കാരൻ പയ്യൻ വരികയാണ്, +2 പഠിക്കാൻ വേണ്ടിയിട്ട്. SSLCയിൽ കുറഞ്ഞ മാർക്കേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു അങ്ങനൊരു പ്രൈവറ്റ് കോളേജ് ഉണ്ടായിരുന്നു, ഇപ്പോഴുണ്ട്. അത് ഞാൻ അങ്ങോട്ട് അധികം പോകാറില്ല. അവിടെ ഒന്ന് കുറഞ്ഞ മാർക്കേ ഉള്ളൂ. അവനോട് ഞാൻ പറഞ്ഞു, മോനെ, മുസ്തഫ എന്നവൻ്റെ പേര്, മോനെ നീ എന്താക്കണം, ഇവിടെ നീ ഡിഗ്രിക്ക് ചേരരുത്, നീ ഫറൂഖ് കോളേജിൽ പോയിട്ട് ഡിഗ്രിക്ക് ചേരണം. അവനൊറ്റ ചിരിയ, ഞാനോ ഫറൂഖ് കോളേജിലോ? KT മുസ്തഫ എന്ന എൻ്റെ അയൽവാസി പയ്യനാണ്. ഞാനോ ഫറൂഖ് കോളേജിലോ?
ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത് അവൻ +2 അതിമനോഹരമായി പഠിച്ച് നല്ല മാർക്ക്, നിങ്ങൾക്കറിയാലോ 97% മാർക്ക് ഉണ്ടായാലും ഫറൂഖ് കോളേജ് കിട്ടുള്ളൂ. ഫറൂഖ് കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ PGക്ക് എങ്ങോട്ട് പോയി, പിന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയി. അവിടുന്ന് PhD-കാരനായിട്ട് പുറത്ത് വന്ന് ഞാനോ ഫറൂഖ് കോളേജിലോ എന്ന് അവൻ അന്ന് ചിരിച്ചില്ലേ, ഒരിക്കലും സാധിക്കില്ല എന്ന്. ഇന്ന് KT മുസ്തഫയെ നിങ്ങൾക്ക് പോയാൽ കാണാൻ പറ്റും ഫറൂഖ് കോളേജിലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലെക്ചററായിട്ട്. അങ്ങനെയായിരിക്കണം കുട്ടികൾ. അതാണ് നമ്മുടെ സന്തോഷം. മാർക്കില്ലാതെ വന്നിട്ട്, മാർക്ക് തീരല്ല എന്നെല്ലാം പറഞ്ഞത്, അത്രമാത്രം മാർക്കില്ലാതെ വന്നിട്ട് ഞാനോ ഫറൂഖ് കോളേജിലോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ. എൻ്റെ ഒരു കുട്ടിയുണ്ട്, ഞങ്ങൾ പഠിപ്പിച്ചൊരു മോള്, ഇതേമാതിരി പാരലൽ കോളേജിൽ പഠിച്ചൊരു കുട്ടിയാണ്. ആ കുട്ടി ഇന്ന് ഇതേ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സീനിയർ ലെക്ചറാണ്. കുട്ടികൾ അങ്ങനെ കിനാവിലൂടെ വളരും. നമുക്ക് സാധിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. അതുകൊണ്ട് ആ സമയത്തൊക്കെയും കൃത്യമായി നമ്മൾ മുമ്പിൽ വെക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും അവരെ ചെറുതായി കാണല്ലേ. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്വാഭാവികതയല്ലാത്തൊരു സഞ്ചാരം സഞ്ചരിക്കുമ്പോൾ അതിന് അബദ്ധസഞ്ചാരം എന്ന് പറയും. ആ സഞ്ചാരത്തിൻ്റെ തുടക്കത്തിലെ മാതാവിനെ നിങ്ങൾ ഓർത്തേ പറ്റൂ. നിങ്ങളുടെ കോഴ്സ് ഏതൊക്കെയാണെന്നറിയോ? നിങ്ങൾക്കറിയണ്ടേ? ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, എഡ്രിക്കോടുള്ളതാണ്, പന്തക്കൻ ഫാമിലിയിലുള്ളതാണ്. അവൻ ആദ്യം ചെയ്ത് തന്നെ പരിപാടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇറങ്ങിയപ്പോൾ അതിൽ പോയിട്ട് PhD ചെയ്തു. സ്കില്ലിൻ്റെ ഊക്കാണ് ഞാൻ പറഞ്ഞത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണല്ലേ ഉള്ളൂ. അവൻ ആദ്യം തന്നെ ചെയ്ത പരിപാടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുണ്ട് കേട്ടപ്പോൾ നേരെ പോയിട്ട് അതിൽ PhD ചെയ്തു. ഇപ്പോൾ അവൻ എവിടെയുള്ളതെന്നറിയോ? ദുബായിയുടെ സ്പേസിൽ, അതായത് നമ്മൾ സ്പേസ് ഉണ്ടല്ലോ, നമ്മൾ ഇതേമാതിരി വിടൂലേ പിന്നെ ആകാശത്തേക്ക്, ആ ദുബായിൻ്റെ സ്പേസിലാണ് അവനിപ്പോൾ സയൻറ്റിസ്റ്റായിട്ട് ജോലി കിട്ടിയേ. എന്താ കാര്യം? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ PhD ചെയ്ത അധികം ആൾക്കാരില്ലാത്തത് കൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ചു ആ പയ്യൻ. ഈ എഡ്രിക്കോട്ടുകാരനാണ്, പന്തക്കൻ ഫാമിലിയിലെ കുട്ടിയാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. എന്നെ അവൻ്റെ യൂണിവേഴ്സിറ്റി കാണാനും ഈ സ്പേസ് കാണാനൊക്കെ വേണ്ടി ക്ഷണിച്ചിരുന്നു. സ്പേസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ലെങ്കിലും ഏകദേശം എൻ്റെ ഇതിലേക്കൊക്കെ ഞാൻ അടുത്ത വരവിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര ബ്രില്യൻ്റ് ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ ഡിപ്ലോമ ചെയ്യണോ, ഡിഗ്രി ചെയ്യണോ, PG ചെയ്യണമെന്ന് 100,000 ആലോചനകൾ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നേരെ പോയിട്ട് എന്ത് ചെയ്തു? അവൻ എഞ്ചിനീയറാണ്. അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് PhD ആണ് ചെയ്തു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ. ദുബായിൽ പോലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഈ PhD ചെയ്ത ആൾക്കാർ വളരെ എണ്ണം കുറവായതുകൊണ്ട് ഇൻ്റർവ്യൂവിൽ അവനെ കിട്ടി. അവനിപ്പോൾ സ്പേസിൽ, അതും ലക്ഷക്കണക്കിന് സാലറി വാങ്ങിക്കുന്ന ദുബായിയുടെ സ്പേസിലാണ് അവനുള്ളത്. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടുത്തെ കോഴ്സുകൾ ഞാൻ കേട്ടപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അത് ഏതും ആകട്ടെ, റോബോട്ടിക്സ് ചിലപ്പോൾ ഉണ്ടാവാം, അല്ലെങ്കിൽ തുടങ്ങുമായിരിക്കാം. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. ഇതൊക്കെ ആധുനിക കാലഘട്ടത്തിലെ കോഴ്സുകൾ. നമ്മളത് പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ലോകത്തിലേക്ക് നമ്മൾ എത്തണം, ലോകതലത്തിലേക്ക് നമ്മൾ എത്തണം. ഞാൻ പറയുന്നു, നിങ്ങൾ ലോകത്തിൽ ഏകദേശം വരുന്ന 180, 186 പല രാജ്യങ്ങളും പറയപ്പെടുന്നു ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഉള്ളത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ അത്തരം രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കോ. പക്ഷെ അപ്പോഴും നമ്മൾ വാല്യൂസിനെ കാക്കണം. വാല്യൂസ് ഇല്ലാതെ പോകരുത്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മുടെ നാട്ടിലല്ലേ മഫ്ത വേണോ വേണ്ട എന്നൊക്കെയുള്ള ചർച്ച. കാംബ്രിഡ്ജിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഓക്സ്ഫോർഡിൽ കണ്ടിട്ടുണ്ട്, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് നടക്കുന്ന, പർദ്ദയണിഞ്ഞ് നടക്കുന്ന പെൺകുട്ടികൾ. നമ്മുടെ നാട്ടിൽ അതൊക്കെ ചർച്ചയുള്ളൂ. അതുകൊണ്ട് അവനവൻ്റെ വേഷവിധാനങ്ങൾ, അവനവൻ്റെ സംസ്കാരങ്ങൾ, ഇതൊക്കെയാകാം സൗഹൃദപരമായ അന്തരീക്ഷത്തിലൂടെ. അല്ലാതെ ക്യാമ്പസിനാകെ അടിച്ച് പൊളിച്ച് ഇടിച്ച് മിന്നിയിട്ടാണ് ഫസ്റ്റ് ഡേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, കുട്ടികളുടെ ഫസ്റ്റ് ഡേൻ്റെ അന്ന് എന്തായിരുന്നു പണ്ടൊക്കെ ക്യാമ്പസിലുണ്ടായിരുന്നു എന്നറിയോ? എന്തായിരുന്നു ക്യാമ്പസിലുണ്ടായിരുന്നത്? പാട്ടും കൂത്തും. ഒരു പയ്യൻ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് കൊണ്ട് കുറേ മുമ്പ്, എന്നിട്ട് അവൻ പറഞ്ഞു, സാർ ഞാൻ നന്നായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കും. എടാ എങ്ങനെയാടാ നീ ഇത് തുടങ്ങിയത്? അവനെ കാണാൻ തന്നെ നല്ലൊരു മുഞ്ചുള്ള പയ്യനാണ്. നീ എങ്ങനെ ഇത് തുടങ്ങി? ഫസ്റ്റ് ഡേയുടെ അന്ന്. കോഴിക്കോട് അറിയപ്പെടുന്ന എഞ്ചിനീയറിംഗ് കോളേജാണ്. അവിടുത്തെ വെൽക്കം ഡേയുടെ അന്ന് എന്നെ സീനിയർ കുട്ടികൾ കടപ്പുറത്തേക്ക് കൊണ്ടുപോയി. ആ കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് എന്താക്കി? ഞങ്ങളെ കൊണ്ട് കഞ്ചാവ് വലിപ്പിച്ചു, പിന്നെ പല മരുന്നുകൾ ഉപയോഗിപ്പിച്ചു. അപ്പം എങ്ങനെയാണ് നിങ്ങളത് ഫസ്റ്റ് തന്നെ തരുമ്പോൾ എങ്ങനെയത് ഇങ്ങനെ പറയുക? അവർ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്തുകൂടായിരുന്നോ? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, സാർ അവരെ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ കടപ്പുറത്ത് കൊണ്ടുപോയി എല്ലാവരോടും കണ്ണടക്കാൻ പറഞ്ഞു. ഞങ്ങളത് സീനിയേഴ്സിൻ്റെ എന്തെങ്കിലും റാഗിങ് ആയിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ കണ്ണടച്ചു, നാക്ക് നീട്ടാൻ പറഞ്ഞു. ഒരു മനുഷ്യനെ മയക്കുമരുന്നിലേക്ക് ക്ഷണിക്കുന്ന ഒരൊറ്റ മിനിറ്റ്, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് എന്ന് പറയുന്നത് പോലെ ജസ്റ്റ് സെക്കൻഡ്സ്. കുട്ടികൾ വെറുതെ കണ്ണടച്ചു. 4-5 പിള്ളേർ നാക്ക് നീട്ടാൻ പറഞ്ഞ് നാക്ക് നീട്ടി, അപ്പത്തേക്കും വെച്ചു കൊടുത്തു. ഇവൻ പറയാണ്, അത് വെച്ചതോട് കൂടിയിട്ട് ഞങ്ങൾ വേറെ ലോകത്തേക്ക് പോയി. പിന്നെ ഡെയിലി ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് തോന്നി. അവസാനം നഷ്ടപ്പെട്ടെല്ലാമായി. നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു പയ്യനെ കാണാൻ പറ്റും, ഈ പട്ടാമ്പിയിലുള്ള. അവൻ്റെ അച്ഛന് നേരെ, ഉപ്പക്ക് നേരെ കഠാര ഉയർത്തിയിട്ടുണ്ട്.
3-4 തവണ പാറപ്പുറത്തുനിന്ന് ചാടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സാലിയൻസ് എന്ന് പറയുന്ന ഇതിലേക്ക് കയറിപ്പോയിട്ട് അവസാനം ഇപ്പം അവനെല്ലാം മാറിയിട്ട് നല്ല ഉഷാറായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ മയക്കുമരുന്ന് അടിക്കരുതേ എന്ന് പറയാം. ഞാൻ ഇവിടെ ഈ ക്യാമ്പസിൽ നിങ്ങൾക്കതൊരിക്കലും ലഭ്യമല്ല, അല്ലെങ്കിൽ ആ ഒരു ലോകത്തേക്ക് പോകില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ ഓരത്തോ ചാരത്തോ ഇതിൻ്റെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മെല്ലെ വിട്ടു നിൽക്കണം. അറിയാതെ നമ്മളതിൽ പെട്ടുപോകും. ഇന്നാളൊരു പയ്യനെ കൗൺസിലിംഗ് നടത്തുമ്പോൾ അവൻ പറഞ്ഞത്, സാർ ഇതിനിപ്പോൾ അങ്ങോട്ട് പോകുമെന്നും വേണ്ടത് ഇങ്ങോട്ട് വരുന്ന. ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ്? ഞങ്ങൾക്ക് വരെ ഈ ഐഡിയാസ്, പോലീസുകാർക്ക് ഐഡിയാസ് പഠിപ്പിച്ചു കൊടുക്കുന്ന കഞ്ചാവ് കച്ചവടക്കാരെന്ന് പറഞ്ഞ പോലെ. കാരണം പോലീസുകാർക്ക് ആദ്യം കഞ്ചാവ് കച്ചവടം അറിയില്ലല്ലോ, അവർ ചെയ്തിട്ടില്ലല്ലോ. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന കള്ളന്മാർ തന്നെയാണ്. ഇതേപോലെ ഈ ആളുകളെ നമുക്കിത് പഠിപ്പിച്ചു തരാം, എങ്ങനെ അത് കിട്ടുകയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, സാർ ഇത് ഇന്ന സൈറ്റിൽ കയറി അങ്ങോട്ട് അയച്ച് ഇത് പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം വരും. എന്നിട്ട് നമ്മുടെ ഷോപ്പിൻ്റെ അടുത്ത് ഉള്ളൊരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത് വെക്കും. എന്നിട്ട് അവരത് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഗൂഗിളിൽ അയച്ചു തരും. നമ്മളതിനനുസരിച്ച് ആ ഗൂഗിളിലെ മാപ്പ് അനുസരിച്ച് പോയി ഈ സാധനം എടുത്തിട്ട് പോരാ. ഇതിനിപ്പോൾ പുറത്തൊന്നും പോകണ്ടാറുണ്ട്. വീട്ടിലേക്ക് മയക്കുമരുന്ന് വരുന്ന ഒരു കാലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ ഭീതിപ്പെടുത്തല്ല, ഭയപ്പെടുത്തല്ല. അത്തരം ഏതെങ്കിലുമൊക്കെ ഇതൊക്കെ എപ്പോഴാണ് തുടങ്ങാമെന്നറിയോ? നിങ്ങളുടെ ബർത്ത്ഡേയുടെ അന്ന്. ഇതൊക്കെ എന്നാ തുടങ്ങാമെന്നറിയോ? നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഇതേപോലെ ഫ്രഷേഴ്സ് ഡേയുടെ അന്ന്. ഇതൊക്കെയാണ് ക്യാമ്പസുകൾ നടക്കുന്ന കൂത്താട്ടങ്ങൾ. അതൊന്നുമില്ലാതെ അതിമനോഹരമായി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത ആ വാല്യൂസിലൂടെ. എനിക്ക് അത്ഭുതം തോന്നിയത്, ഇവിടെ വാല്യൂസിന് വേണ്ടിയിട്ട് ഒരു അധ്യാപകരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നും ഇപ്പോൾ ക്യാമ്പസിൽ സാധാരണ കാണാത്തൊരു സാധനമാണ്. ഏതായിരുന്നാലും ആ വാല്യൂസിലൂടെ നിങ്ങളെ കുട്ടികളെ കൊണ്ടുപോകാൻ. അതുകൊണ്ട് എൻ്റെ മക്കളെ, നിങ്ങൾ എന്തായാലും സ്കില്ലിലൂടെ വളർന്നു പോയിക്കോ. ലോകത്തിലെ ഏകദേശം കാണുന്ന യൂറോപ്പോ അമേരിക്കയോ ഏത് ഭാഗത്തേക്ക് പോയാലും നല്ല ചാൻസസ് ഉള്ള ഒരു ജോബാണ്. നിങ്ങൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൽപ്പെട്ടതാണ്. ലോജിസ്റ്റിക്സ് അതിൻ്റെ ഉദാഹരണമാണ്. ലോജിസ്റ്റിക്സ് ഞാൻ ഡെയിലി ചെയ്യുന്ന ഒരാളാണ്. ഡെയിലി അല്ലെങ്കിൽ മാസത്തിൽ ഇങ്ങനെ ഒരു അസൈൻമെൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. അതിനൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിൽ ലൈസൻസ് മുതൽ അതിൻ്റെ പേപ്പേഴ്സ് മുതൽ അതിൻ്റെ പിന്നെ എന്താ പറയുക നമ്മുടെ ഗോഡൗൺ മുതൽ അതേപോലെ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ മൂവ്മെൻറ്റ് മുതൽ ഓരോന്നും പേപ്പർ വൈസ് ശരിയാക്കി പോയാൽ അപാര സാധ്യതയുള്ള ഒരു ലോകമാണ്. കാരണം നമ്മുടെ നാട്ടിൽ ബെൻസ് എത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ റോൾസ് റോയ്സ് എത്തുന്നത് ആ ഇട്ട സ്ഥലത്ത് നിന്നത് കയറാനുള്ള പെർമിഷൻ മുതൽ ഈ രാജ്യവും ആ രാജ്യവും തമ്മിലുള്ള പെർമിഷൻ മുതൽ അവരുടെ പാക്ട് മുതൽ അതിനെക്കുറിച്ച് പഠിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഷിപ്പിലാണെങ്കിൽ അങ്ങനെ, ഫ്ലൈറ്റിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കാർഗോയിലാണെങ്കിൽ അങ്ങനെ, ഇതൊക്കെ തീരുമാനിച്ച് വരുന്നതിൻ്റെ പേരാണ് ലോജിസ്റ്റിക്സ്. അപ്പം ചില കുട്ടികൾക്ക് തോന്നും എന്നാൽ പിന്നെ അതെടുത്താൽ മതിയായിരുന്നു. ഈ കുട്ടികൾക്ക് തോന്നുന്ന തോന്നലാണ്. ഇത് ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് തോന്നും അതെടുത്താൽ മതിയായിരുന്നു. പാരാമെഡിക്കൽ കോളേജിലുള്ള കുട്ടികൾക്കാണ് കൂടുതൽ ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. കുറേ ആണ്ട് ചെയ്യുമ്പോൾ പറയാം അതായിരുന്നു നല്ലത്. അതെല്ലായിടത്തുള്ള ചിന്തയാണ്. ബിഫാം ചെയ്യുന്ന കുട്ടികൾക്ക് തോന്നും പിന്നെ ഒപ്റ്റോമെട്രി ചെയ്ത് നല്ലത്. ഒപ്റ്റോമെട്രി ചെയ്യുന്നവർക്ക് തോന്നുന്നത് എന്ത്, റേഡിയോളജി ആയിരുന്നു നല്ലത്. അത് കഴിഞ്ഞവർക്ക് തോന്നുന്നു അനസ്തേഷ്യ ആയിരുന്നു നല്ലത്. ഇങ്ങനെ തോന്നൽ എല്ലാവർക്കും ഉണ്ട്. ഇനിയിപ്പോൾ ഈ ജോയിൻ ചെയ്തതിൽ ലോകത്തിലൊരിക്കലും കോഴ്സിനല്ല സ്കോപ്പ്. ഈ വാക്കുകൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ, മനസ്സിൽ കുറിച്ച് വെച്ചോ. ലോകത്തിലൊരിക്കലും കോഴ്സിനല്ല സ്കോപ്പ്, വ്യക്തിക്കാണ്. വ്യക്തികൾ ടോപ്പായാൽ അവരെ തേടിയിട്ട് ജോബ് എത്തും. ഹൂക്കിംഗ് പേഴ്സണാലിറ്റി എന്നതിന് പറയാം. ഹൂക്കിംഗ് പേഴ്സണാലിറ്റി. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഉയർന്നു പോകുമ്പോൾ ആൾക്കാർക്ക് അവർ ആവശ്യം ഉണ്ടാവും. അവിടുന്ന് 5 ലക്ഷം സാലറി കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് 7 ലക്ഷത്തിന് ക്ഷണിക്കും. അവിടുന്ന് 7 ലക്ഷം കിട്ടുമ്പോൾ ഇവിടുന്ന് 10. അപ്പോൾ എത്തിക്സും വാല്യൂസും കീപ്പ് ചെയ്യണമെന്നുള്ളൂ. 2 വർഷത്തേക്ക് അവിടെ അഗ്രിമെൻ്റ് എഴുതി കഴിഞ്ഞാൽ എന്ത് ഇനി 10,000 രൂപ തരാമെന്ന് പറഞ്ഞാലും ലക്ഷക്കണക്കിന് തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏൽക്കരുത്. കാരണം ആ ടൈം ഫ്രെയിം കഴിഞ്ഞിട്ടേ നമ്മൾ മറ്റുള്ളതിലേക്ക് പോകാവൂ. ടൈം ഫ്രെയിം കഴിയുന്നതിന് മുമ്പേ 6 മാസം മുമ്പേ എന്താക്കണം, നമ്മൾ നോട്ടീസ് കൊടുക്കണം. അങ്ങനെ കാരണം നമ്മളെ കൾച്ചർ ഇവാലുവേഷൻ എന്ന സാധനമുണ്ട്. ഞാൻ കുട്ടികൾക്ക് എല്ലാം കൂടി പറയല്ല. കൾച്ചർ ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ട്രാക്കിലൂടെ കടന്നു വന്നു എന്ന് അവർ നോക്കും. അതുകൊണ്ട് ആ കമ്പനി പോയി, ഈ കമ്പനി പോയി, ആ കമ്പനി പോയി, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് പിന്നെ ഒരിക്കലും എവിടെയും കയറാൻ കഴിയില്ല. അതുകൊണ്ട് ആ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അത് പറ്റൂ. അതുകൊണ്ട് സ്കിൽ ഓറിയൻറ്റേഷനിലൂടെ കടന്നു പോവുക. സ്കില്ലുകൾ എന്തൊക്കെയാണ് വളരെ ഷോർട്ടാക്കിയിട്ട് പറയാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആധികാരികമായി പറയുന്ന സ്കില്ലൊന്ന് റെഫറൻസ് സ്കില്ലാണ്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ റെഫർ ചെയ്യാതിരിക്കല്ലേ. എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ റെഫറൻസിലേക്ക് പോകാതെ ഒരിക്കലും നിങ്ങൾ ഇരിക്കരുത്. അവനവൻ പഠിച്ചത് മാത്രം ചെയ്യല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ റെഫർ ചെയ്യുക. മറ്റൊന്നാണ് റെഫറൻസ് സ്കില്ലിൽ കഴിഞ്ഞാൽ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. അതിമനോഹരമായി ഡാറ്റകൾ ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെഡിസിനിലോ മറ്റുള്ള കാര്യങ്ങൾ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും. അതിനാണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുക. അതേപോലെ തന്നെ എന്തുണ്ട്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, അനലിറ്റിക് റീസണിങ്, പെട്ടെന്ന് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, അത് വേറൊരു സ്കില്ലാണ്. അനലിറ്റിക് റീസൺ. ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ ക്രിട്ടിക്കലി അതിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. ലാസ്റ്റ് സ്കില്ല് ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. ഇന്നൊരു അസുഖം തന്നെ ഉണ്ട് സൈക്കോളജിയിൽ. അതിൻ്റെ പേരെന്താണെന്നറിയോ? ഡിസൈഡോഫോബിയ എന്നാണ്. ഇപ്പോൾ അടുത്തിടെ മാധ്യമത്തിൽ വലിയ ലേഖനം തന്നെ വന്നിരുന്നു അതിനെക്കുറിച്ചിട്ട്. ഡിസൈഡോഫോബിയ എന്താ അതിൻ്റെ അർത്ഥം?
ഡിസൈഡ് ചെയ്യാന്ന് പറഞ്ഞ തീരുമാനം. ഡിസൈഡോ ഫോബിയ. ഫോബിയ എന്ന് പറഞ്ഞാൽ ഭയം. തീരുമാനം എടുക്കാൻ പേടി. ജോലി കയറുമ്പോൾ അതിൽ വേണോ പേടി. പഠിത്തത്തിൽ ആ കോഴ്സ് വേണം ഈ കോഴ്സ് വേണോ പേടി. ഒന്നിലങ്ങണ്ട് നിന്ന് അതിൽ തന്നെ നിൽക്കുക. എന്നിട്ട് കാലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് സൈക്കോളജിയിൽ. എന്താ കാലിബ്രേഷൻ? ഇപ്പം ഞാൻ ചെയ്തത് സൈക്കോളജിയാണ്, പക്ഷേ ഞാൻ ചെയ്യുന്ന പരിപാടി ബിസിനസ്സാണ്. മനസ്സിലായോ? സൈക്കോളജിയേക്കാൾ ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം ബിസിനസ്സാണ്. അപ്പം എന്ത് ചെയ്യണം? ബിസിനസ്സിലേക്ക് നമ്മളെ കാലിബ്രേറ്റ് ചെയ്യണം. കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ പഠിത്തവും കാലിബ്രേഷനും രണ്ടും രണ്ടാണ്. നിങ്ങൾ ചെയ്ത കോഴ്സ് ഒരു പക്ഷേ റേഡിയോളജി ആയിരിക്കാം, അതിൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും സ്കില്ല് കൂട്ടി അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നതിൻ്റെ പേര് ആക്സിലറേഷൻ എന്നാണ്. കാലിബ്രേഷൻ എന്ന് പറഞ്ഞ സൈക്കോളജിയിൽ നമുക്കില്ലാത്ത ഒരു സാധനത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതിൻ്റെ പാരമ്യതയിലേക്ക് കൊണ്ടുപോകലാണ് എന്ത് ഈ പറയുന്ന കാലിബ്രേഷൻ. ഇപ്പം കാലിബർ കൂട്ടി പോയാൽ നമ്മളെ ലോകത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും ഈ പറയുന്ന സ്കില്ലിനെയും ഇനി അഥവാ കോഴ്സ് അതാണോ എന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചിന്തിച്ചിട്ട് അതിൽ തന്നെ ഉറച്ചു നിന്ന് അതിൽ കാലിബ്രേഷൻ നടത്തിയിട്ട് മഹാരഥനായി മാറുക എന്നതാണ്. അതോടൊപ്പം ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളുള്ള പരിപാടികളൊക്കെ ഇങ്ങനെ അടുത്ത് വൈൻഡപ്പ് ചെയ്യാറായി. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഫാമിലിയിലേക്ക് നോക്കാതിരിക്കല്ലേ. നിങ്ങളുടെ ഫാമിലി ഓറിയൻറ്റേഷൻ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നടത്തണം. കാരണം ഇന്ന് നിങ്ങളുടെ അച്ഛൻ സാധാരണ ജോലിക്കാരനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? ഈ അടുത്തിടെ ഒരു ചെറിയ അനുഭവം കൂടി പറഞ്ഞോട്ടെ. ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുകയാണ് ഞാൻ ഖത്തറിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവളൊരു ജീൻ പാൻറ്റും ഒരു നല്ലൊരു ടോപ്പും അതോടൊപ്പം ഒരു മഫ്തക്കെട്ടും കണ്ടാണ്. ഒരു മുസ്ലിം കുട്ടിയാണ്. അപ്പോൾ ഏതായിരുന്നാലും അവൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, സാർ എൻ്റെ ആദ്യത്തെ യാത്രയാണിത്, അതുകൊണ്ട് സാർ എന്തെങ്കിലും എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എന്നൊന്ന് ഗൈഡ് ചെയ്യുമെന്ന്. അപ്പോൾ ആ കുട്ടിയുടെ പാസ്പോർട്ട് എവിടെ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ബോർഡിംഗ് പാസ് എടുക്കേണ്ടത് ഒന്നും അറിയില്ല. അങ്ങനെ ആ കുട്ടിയെ കൂടെ കൂട്ടി അങ്ങനെ നേരെ ഖത്തറിലെത്തി. ചുരുക്കി പറഞ്ഞാൽ ഖത്തറിലെത്തിയിട്ട് അവളെ ഉമ്മയെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തു. ആ കുട്ടിയോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. അവളെ പേര് പറയാത്തത് ഈ മൈക്കിൽ ഭാവിയിൽ അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ കുട്ടിയെ ഞാൻ പറഞ്ഞു, ഉമ്മ അവിടെയാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. 2 മാസം കഴിഞ്ഞിട്ട് എന്നെ മെല്ലെ ഒന്ന് മെസ്സേജ് അയച്ചു. സാർ ഒറ്റ വാക്കാണ്, ഡു യു റിമെമ്പർ മീ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? അപ്പോൾ ഞാൻ അങ്ങോട്ട് അയച്ചു. ഐ ഹാവ് നോ ഐഡിയ. കാരണം എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ ആ പ്രൊഫൈൽ പിക്ചർ കണ്ടപ്പോൾ എവിടെയോ കണ്ട പോലെ തോന്നി, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. അവസാനം പറഞ്ഞു, നിങ്ങൾ ഫ്ലൈറ്റിൽ ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ഇങ്ങനെ മെസ്സേജ് അയച്ചു. എൻ്റെ ഉമ്മ അവിടെ ജോലിക്കാരിയാണ്, സാധാരണ അറബി വീട്ടിൽ പാചക ജോലിയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഉപ്പ അസുഖമായിട്ട് വീട്ടിൽ കിടപ്പിലാണ് സാറ്. ഞാൻ അന്ന് നിങ്ങൾ ആദ്യമായിട്ട് കാണില്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ഉമ്മ പറഞ്ഞപ്പോഴാണ് ഇയാൾ ഇങ്ങനെയുള്ള ഒരാളാണെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. ചുരുക്കി പറഞ്ഞാൽ എനിക്കൊരു ജോലി വേണം സാർ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യോ? ഞാനന്ന് ഖത്തറിലേക്ക് കയറിയത് ജോലിക്ക് വേണ്ടിയിട്ടാണ്, പക്ഷേ എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോളെ ഇപ്പോൾ എക്സ്പീരിയൻസിനേക്കാൾ വലുത് എന്താണ്? എക്സ്പെർട്ടൈസാണ്. നമുക്ക് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇതാണ് എക്സ്പീരിയൻസ് അല്ല പ്രധാനം. എക്സ്പീരിയൻസിനേക്കാൾ വലുത് എക്സ്പെർട്ടൈസാണ്. ഉദാഹരണത്തിൽ ഒരു സ്കൂളിൽ ഒരു സാധാരണ ഒരു അധ്യാപകൻ അയാൾ 10 കൊല്ലം അവിടെ പഠിപ്പിച്ചു, അത് എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അയാളെ കൊണ്ട് വേറൊന്നും ചെയ്യാൻ കഴിയില്ല. എക്സ്പെർട്ടൈസ് എന്ന ഓരോ വർഷത്തിലും തൻ്റെ സ്കില്ലിനെ കൂട്ടി നമ്മളതിൽ എക്സ്പെർട്ടായി മാറുന്നതിൻ്റെ പേരാണ്. ആ ഒരു വിഷയത്തിൽ മാത്രമല്ല, പലതിലും എക്സ്പെർട്ടായി മാറുന്നതിൻ്റെ പേരാണ് എക്സ്പേർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ലോകത്തിന് ഇന്ന് എക്സ്പീരിയൻസ്ഡ് പേഴ്സണാലിറ്റി അല്ല വേണ്ടത്, എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളെയാണ് വേണ്ടത്. അവിടെ എക്സ്പെർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിന്നിലുണ്ടോ എന്ന് ചോദിച്ചു. അതൊക്കെ അയച്ചു ഒന്ന്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്, എല്ലാവരും കൂടി എന്നെ വിളിക്കരുത് കേട്ടോ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അവനവിടെ അമേരിക്കൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്, അവനതിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, ഈ കുട്ടിക്ക് നിങ്ങളൊരു ജോലി അവിടെ കൊടുക്കുമെന്ന് ചോദിച്ചു. ഖത്തറിലേക്ക് കയറിയാൽ പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ വലിയൊരു സാലറിക്ക് ആ കുട്ടി, അതായത് ആ ഉമ്മക്ക് പെട്ടെന്ന് അടുത്ത മാസം തന്നെ നാട്ടിലേക്ക് പോരാൻ പറ്റുന്ന രീതിയിൽ വലിയൊരു സാലറിക്ക് ആ കുട്ടി അവിടെ കയറ്റുകയും ചെയ്തു. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ കുട്ടി നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ആളുകൾ നന്നായിട്ട് പെരുമാറാൻ കഴിയും, നന്നായിട്ട് പക്വതയുള്ള മോളാണ്. അതുകൊണ്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റി. ലോകത്തിൽ എവിടെ പോയാലും ആ പറയുന്ന സർട്ടിഫിക്കറ്റിനേക്കാൾ, ലോകത്തിൽ അറിയപ്പെടുന്ന എല്ലാ സർട്ടിഫിക്കറ്റിനേക്കാളും പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക, ഉറപ്പായിട്ടും അത് സ്കില്ല് തന്നെയാണ്. അതിനേക്കാൾ വലിയ പ്രാധാന്യം ടൈം നോക്കാതെ മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ടുള്ള പാഷൻ എന്ന് പറയുന്ന കാര്യമാണ്. അതിനേക്കാൾ അപ്പുറത്ത് 4ാമത്തെ സ്റ്റേജിൽ നിൽക്കുന്ന വാല്യൂസാണ്. എവിടെ പോയാലും ആ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന, അഥവാ ഡോക്ടേഴ്സ് ഓപ്പറേഷന് വേണ്ടിയിട്ട് സ്റ്റെതസ്കോപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കയറി സർജിക്കൽ സാധനങ്ങളൊക്കെ വന്ന് ഇതെല്ലാം വന്നിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ പാവം ഒരാൾ നിൽക്കുന്നുണ്ട്. ആ ഓപ്പറേഷൻ ചെയ്യപ്പെടുന്ന കുട്ടിയുടെ പിതാവ് അവിടെ ഇങ്ങനെ നിങ്ങളൊന്ന് സ്റ്റക്കാവണം. എന്നിട്ട് പോയിട്ട് പറയണം, ബേജാറാവണ്ട കേട്ടോ,
നമ്മളെന്താക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അയാളെ ഒന്ന് തലോടുമ്പോഴാണ് അത് പാഷനാകുന്നത്, അത് വാല്യൂസ് ആകുന്നത്. അല്ലാതെ ഈ പിതാവിനോട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് സോറി കേട്ടോ, ദൈവത്തിനോട് നമുക്ക് ഒന്നും കാണിക്കാൻ കഴിയില്ലല്ലോ, ദൈവം തിരിച്ചുകൊണ്ടുപോയി എന്ന് പറയുന്ന ആൻസറല്ല അയാൾ പ്രതീക്ഷിക്കുന്നത്. പകരം അയാളെ ആശ്വസിപ്പിക്കുന്ന, സ്കാനിങ്ങിന് പോയി കഴിഞ്ഞാൽ അയാളെ ആശ്വസിപ്പിക്കുന്ന, റേഡിയോളജിക്ക് പോയി കഴിഞ്ഞാൽ അയാളെ ആശ്വസിപ്പിക്കുന്ന, ഭാവിയിൽ നമ്മൾ ഉയർന്നു പോയാൽ ഈ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് ഗുണകരമാകുന്ന ഒരു കുട്ടിയായിട്ട് നമ്മൾ മാറിയേ പറ്റൂ. അങ്ങനെ നമുക്ക് ഇന്നൊരു ജസ്റ്റ് പ്ലഡ്ജൊന്നും ചെയ്യിപ്പിക്കുന്നില്ല, നല്ല നോളജോടെ, നല്ല സ്കില്ലോടെ, നല്ല പാഷനോടെ, നല്ല വാല്യൂസോടെ ഞങ്ങളിവിടെ പഠിക്കാൻ തയ്യാറാണ് എന്ന് ആദ്യത്തെ ദിവസം തന്നെ നമുക്കൊന്നങ്ങോട്ട് ഒരു വല്ലാത്തൊരു ഇതിലേക്കൊന്നൊരു ഉറച്ച തീരുമാനം എടുത്താലോ? ഉറപ്പല്ലേ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ കുട്ടികൾ. ഞങ്ങൾ അങ്ങനെ പഠിക്കാം. നിൽക്കട്ടോ, വെറുതെ എഴുന്നേൽക്കണ്ട. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നല്ല നോളജിലും നല്ല സ്കില്ലിലും നല്ല പാഷനിലും നല്ല വാല്യൂസിലും ഈ ക്യാമ്പസിൻ്റെ എല്ലാ കൾച്ചറും കീപ്പ് ചെയ്തുകൊണ്ട് അതിമനോഹരമായി മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള, രാഷ്ട്രത്തോട് പ്രതിബദ്ധതയുള്ള, ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് ഉയരുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് മാറും എന്ന് നല്ലൊരു ചടുലമായൊരു ഉറപ്പ് വെച്ചിട്ടൊന്ന് എഴുന്നേറ്റാട്ടെ കുട്ടികളൊക്കെ. ഇപ്പോൾ ഇവിടെ പഠിക്കാൻ ഫസ്റ്റ് ഇയറിൽ വന്ന് അതിന് എഴുന്നേൽക്കാനൊന്നും മടിക്കണ്ട. എഴുന്നേൽക്കാൻ ഞാൻ സെക്കൻഡ് ഇയർ ആവണമെന്ന് കാത്തുക്കണ്ട. ആദ്യത്തെ പ്രാവശ്യം തന്നെ ഈ കുട്ടികൾ തയ്യാറാണ്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, നിങ്ങളിനി ഇവരെ സ്നേഹിച്ചേ പറ്റൂ, നിങ്ങളിവരെ സ്വപ്നം കണ്ടേ പറ്റൂ, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തേ പറ്റൂ. ഭാവിയിൽ ഇവർ ഉയർന്നു പോകുമ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെങ്കിൽ എന്നും ചുംബനം കൊടുത്തേ പറ്റൂ. എല്ലാ അർത്ഥത്തിലുമുള്ള ഭാവുകങ്ങൾ ഈ മക്കൾക്ക് നൽകുന്നു. നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യുന്ന, സ്നേഹിക്കുന്ന പാരൻ്റായി നമ്മൾ മാറി ഭാവിയിൽ അവരൊരു പൊസിഷനിലെത്തിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അറിയാതെ കണ്ണുകൾ നനക്കുന്ന രക്ഷിതാക്കളായി മാറാൻ, അതേപോലെ അധ്യാപകരായി മാറാൻ നമുക്ക് സാധ്യമാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും 1000 അഭിവാദ്യങ്ങൾ നൽകിക്കൊണ്ട്, നിങ്ങൾ ഈ പഠിക്കുന്ന കോഴ്സെല്ലാം ലോകത്തിന് ഏറ്റവും അനിവാര്യമായതാണ്, ഏറ്റവും നല്ല ക്യാമ്പസിൽ നിങ്ങൾ എത്തിയതുമാണ്. ഇവരോടൊപ്പം നിങ്ങൾ കൂടി ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ഹാവ് എ നൈസ് ഡേ ഓൾ ഓഫ് യു.